ഓക്കെ മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഓസിലേഷൻസ് ആൻഡ് വേവ്സ് ആണ് അല്ലേ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചൊരു ചാപ്റ്റർ ആണ് ഓസിലേഷൻസ് ആൻഡ് വേവ്സ് അല്ലെ. ഫസ്റ്റ് ഇയർ ലാസ്റ്റ് പഠിച്ച 2 ചാപ്റ്ററുകളാണ് ഓസിലേഷനും വേവ് അല്ലെ. അപ്പോ മെയിൻ ആയിട്ട് നമുക്ക് അതിന്റെ ടോപ്പിക്സ് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം, മെയിൻ ഇക്വേഷൻസ്. അപ്പൊ ഈ ഓസിലേഷൻ വേവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ കുറെ ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്, കുറെ പ്രൂഫുകൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്ത് മെയിൻ ഇക്വേഷൻസ് എല്ലാം നമ്മളൊന്ന് നോട്ട് ചെയ്ത് മെയിൻ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രാക്ക് ചെയ്ത്, അതായത് പ്രത്യേക സെക്ഷൻസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. ഓസിലേഷൻ ആൻഡ് വേവ്സ്. അതിനകത്ത് ആദ്യം എന്താണ് ഓസിലേഷനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. അപ്പോ ഓസിലേഷനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഒരു പീരിയോഡിക് മോഷൻ എന്ന് അറിഞ്ഞിരിക്കുന്നത്? എന്താണ് മക്കളെ ഒരു പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ? ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെ നമ്മൾ എന്ത് പറയുന്നത്? പീരിയോഡിക് മോഷൻ എന്ന് പറയും. ഒരു എക്സാമ്പിൾ പറയാമോ? ഫോർ എക്സാമ്പിൾ നമുക്കറിയാം എർത്തിന് ചുറ്റും എർത്ത് സാറ്റലൈറ്റ്സ് കറങ്ങാറുണ്ട് അല്ലേ, ആണല്ലോ. എർത്തിന് ചുറ്റും സാറ്റലൈറ്റ്സ് കറങ്ങാറുണ്ട്. അപ്പൊ അതിങ്ങനെ കറങ്ങുന്ന സമയത്ത് അതിന്റെ ടൈം പീരീഡ് 24 അവേഴ്സ് അല്ലേ. എർത്ത് സാറ്റലൈറ്റ്സിന്റെ ടൈം പീരീഡ് 24 അവേഴ്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? അതിങ്ങനെ കറങ്ങി ഇപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുക. അപ്പൊ ഇതിങ്ങനെ കറങ്ങി എന്ത് ചെയ്യും? ഒരു 24 അവേഴ്സ് കഴിയുമ്പോൾ പിന്നെ അത് ആ സ്ഥലത്ത് വരത്തില്ലേ? ഓക്കെ ആണേ. ഇനി അടുത്തൊരു 24 അവേഴ്സ് കഴിയുമ്പോൾ എന്ത് ചെയ്ത് ആ സ്ഥലത്ത് തന്നെ വരത്തില്ലേ? ആണല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയുള്ള എന്താണ് മോഷനെ നമ്മൾ അങ്ങനെയുള്ള ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള മോഷൻ നമുക്ക് എന്ത് വിളിക്കാം? പീരിയോഡിക് മോഷൻ. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന സമയം എത്രയും നോക്കുക. ഫോർ എക്സാമ്പിൾ ഒരു 5 മണിയാണെന്ന് വിചാരിക്കുക. സമയം 5 മണിയായി അല്ലേ. അപ്പോൾ പിന്നെ ഒരു 12 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെയും ഒരു 5 മണി വരത്തില്ലേ? ഇപ്പൊ ഒരു വൈകുന്നേരം ഒരു 5 മണി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 12 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ എന്താണ്? രാവിലെ 5 മണി വരത്തില്ലേ? ആണല്ലോ. പിന്നെ ഒരു 12 മണിക്കൂർ കഴിയുമ്പോൾ വൈകിട്ട് 5 മണി വരത്തില്ലേ? പിന്നെയും ഒരു 12 മണിക്കൂർ കഴിയുമ്പോൾ എന്ത് വരും? വൈകുന്നേരം അല്ലെങ്കിൽ രാവിലെ 5 മണി വരത്തില്ലേ? ആണല്ലോ. എന്ന് പറഞ്ഞാൽ ഈ 5 മണിയാകുന്നത് അല്ലെ 12 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ 5 മണിയാകും അല്ലെ. പിന്നെ ഒരു 12 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ 5 മണിയാവത്തില്ലേ? ആവൂലൂടെ. അപ്പൊ ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പീരിയോഡിക് മോഷൻ. അതായത് ഒരു എന്താണ് ക്ലോക്കിലെ സൂചിയുടെ മോഷൻ എന്താണ്? പീരിയോഡിക് മോഷൻ ആണ്. പറഞ്ഞ മനസ്സിലായോ? അതായത് ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുന്നത്. ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷനാണ് പീരിയോഡിക് മോഷൻ. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ അവിടുന്ന് പഠിക്കാനുള്ള ഒരു സാധനമാണ് ഓസിലേഷൻ. ഓക്കെ അല്ലേ? എന്താ പറയുന്ന മക്കളെ? ഓസിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കണം. എന്താ മക്കളെ ടു ആൻഡ് ഫ്രോ? ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ പെൻഡുലം നമ്മൾ പഠിച്ച സാധനമാണ്, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സിമ്പിൾ പെൻഡുലം അല്ലെ. ഒരു സിമ്പിൾ പെൻഡുലം, ഇതാണ് അതിന്റെ മെയിൻ പൊസിഷൻ എന്ന് പറയുന്നത്. ഈ പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിൻ പൊസിഷൻ ആണല്ലോ. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാക്സിമത്തിലോട്ട് പോകുന്നുണ്ടോ? ഒരു മാക്സിമത്തിലോട്ട് പോകുന്നുണ്ട് അല്ലെ. പെൻഡുലം ഓസിലേറ്റ് ചെയ്യാറില്ലേ? ഉണ്ടോ? പിന്നെ എന്ത് ചെയ്യുന്നു? വീണ്ടും ഒരു മാക്സിമം ആണ് നോക്കുക. ഒരു പെൻഡുലം തന്നെയാണ് കേട്ടോ, 3 പെൻഡുലം അല്ല. ഓക്കെ. ആദ്യം എന്ത് ചെയ്യുന്നു? മീൻ പൊസിഷൻ. പിന്നെ എന്ത് ചെയ്യുന്നു? ഒരു മാക്സിമത്തിൽ പോകുന്നു. പിന്നെ എങ്ങോട്ട് വരുന്നു? മീൻ പൊസിഷൻ. പിന്നെ എങ്ങോട്ട് പോകുന്നു? ഒരു മാക്സിമത്തിൽ പോകുന്നു. പിന്നെ എങ്ങോട്ട് വരുന്നു? മീൻ പൊസിഷൻ. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇതെന്താണ് ഒരു ഓസിലേറ്റർ? അതായത് ടു ആൻഡ് ഫ്രോ മോഷനെയാണ്. അതായത് പീരിയോഡിക് മോഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് ടു ആൻഡ് ഫ്രോ മോഷനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓസിലേറ്ററി മോഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു ഓസിലേറ്ററി മോഷനിൽ ഫ്രീക്വൻസി ഹൈ ആണെങ്കിൽ, ഒരു ഓസിലേറ്ററി മോഷനിൽ ഫ്രീക്വൻസി ഹൈ ആണെങ്കിൽ നമുക്ക് അതിനെ വൈബ്രേഷൻ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? വൈബ്രേഷൻ. ഓക്കെ. ഒരു ഓസിലേറ്ററി മോഷനിൽ ഫ്രീക്വൻസി ഹൈ ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? വൈബ്രേഷൻ എന്ന് വിളിക്കാം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. ഇനിയാണ് നമ്മൾ അവിടെ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ ഒരു കോർ ടോപ്പിക്കായ സിമ്പിൾ ഹാർമോണിക് മോഷനിലേക്ക് കയറുന്നത്. ഓക്കെ. ബിഫോർ ദാറ്റ് നമ്മൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. ഡിസ്പ്ലേസ്മെന്റ് ക്വാണ്ടിറ്റി, അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഡിസ്പ്ലേസ്മെന്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ നമുക്ക് എന്ത് പറയാം? ഡിസ്പ്ലേസ്മെന്റ് ക്വാണ്ടിറ്റി എന്ന് പറയാം. ഒരു ക്വാണ്ടിറ്റി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ ഡിസ്പ്ലേസ്മെന്റ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. ഒരു ക്വാണ്ടിറ്റി ടൈമിനനുസരിച്ച് ഞാൻ ഒരു എക്സാമ്പിൾ തന്നെ പറയാം. നമ്മൾ ആ സിമ്പിൾ പെൻഡുലത്തിന്റെ മോഷൻ തന്നെ എടുക്കുകയാണേ. ഓക്കെ. അപ്പൊ ഇതെന്ത് ചെയ്യും? കുറച്ച് സമയം കഴിയുമ്പോൾ ഇതൊരു മാക്സിമത്തിലോട്ട് പോകുന്നല്ലോ, ഒരു പൊസിഷനിലോട്ട് പോയി. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ എന്ത് ചെയ്യുന്നു? വീണ്ടും അത് മീൻ പൊസിഷനിലോട്ട് വരുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? പിന്നെ ഒരു എക്സ്ട്രീമിറ്റിയിൽ ഒരു മാക്സിമത്തിലോട്ട് പോകുന്നു. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. തീറ്റാന്ന് എടുത്ത് ഞാൻ ആണല്ലോ. ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
മീൻ പൊസിഷനിൽ നിന്നും ഇത് എങ്ങോട്ട് പോകും, മാക്സിമത്തിൽ പോവാണ്. പിന്നെ മീൻ പൊസിഷനിൽ വരികയാണ്. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ മക്കളെ ഒരു ക്വാണ്ടിറ്റി, ഫോർ എക്സാമ്പിൾ വെലോസിറ്റി ഒരു ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെന്റ് തന്നെ ഒരു ക്വാണ്ടിറ്റിയാണ്, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഒരു ക്വാണ്ടിറ്റിയാണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയ മക്കളെ ഒരു ക്വാണ്ടിറ്റി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അതിനെ എന്ന് വിളിക്കാം, ഡിസ്പ്ലേസ്മെന്റ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം അല്ലെ. ഒരു ക്വാണ്ടിറ്റി ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. ഒരു എക്സാമ്പിൾ നോക്കിയ മക്കളെ ഇവിടെ നോക്കുക, ഈ ആംഗിൾ നോക്കിയ മക്കളെ ഓരോ സമയം കഴിയുമ്പോൾ ഇത് എന്ത് മോഷനിലാണ്, ടു ആൻഡ് ഫ്രോ മോഷനിലാണ് അല്ലെ. ഈ ബോഡി ഓസിലേറ്ററി മോഷനിലല്ലേ, ടു ആൻഡ് ഫ്രോ മോഷനിലാണ്. അപ്പൊ നോക്കിയാൽ നിങ്ങൾ ഓരോ സമയം കഴിയുന്തോറും ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ അല്ലെ, ഈ ആംഗിൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, ഈ ആംഗിൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. സമയം കഴിയുന്തോറും ആംഗിൾ ഇങ്ങനെ എന്ത് വരുന്നു, ഇവിടെ ആദ്യം വരുന്നു, മാക്സിമത്തിലോട്ട് പോകുമ്പോൾ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നു, ഇങ്ങനെ നേരെ 0 വരുമ്പോൾ ആംഗിൾ എത്രയായി, 0 ആയില്ലേ. പിന്നെയും മാക്സിമത്തിലോട്ട് പോകുന്ന ഒരു ആംഗിൾ ആയില്ലേ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ആംഗിൾ അല്ലെ വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഒരു എന്ത് ക്വാണ്ടിറ്റിയാണ്, ഡിസ്പ്ലേസ്മെന്റ് ക്വാണ്ടിറ്റി അല്ലേ. എന്തുകൊണ്ടാണ് ഞാൻ അതിനൊരു ഡിസ്പ്ലേസ്മെന്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? ആംഗിൾ എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയല്ലേ മക്കളെ. നോക്കുക, ആദ്യം മീൻ പൊസിഷനിലായിരുന്നു അല്ലെ, ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മോഷനിലാന്ന് വിചാരിക്കുക അല്ലെ. ആദ്യം മീൻ പൊസിഷനിലായിരുന്നു, എന്ത് ചെയ്യുന്നു, ഒരു മാക്സിമത്തിലോട്ട് പോകുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, വീണ്ടും വരുന്നു. അപ്പോൾ ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ 0 ആവുന്നു അല്ലേ. വീണ്ടും എന്ത് പോകുന്നു, മാക്സിമത്തിലോട്ട് എക്സ്ട്രീമിറ്റിയിലോട്ട് പോകുന്നു, പിന്നെയും 0 വരുന്നു, പിന്നെ ആക്സിസിലോട്ട് ആണല്ലോ. അപ്പോൾ ഇത് എന്ത് മോഷനിലാണ്, ഒരു ടു ആൻഡ് ഫ്രോ മോഷനിലാണ് അല്ലേ. എന്ന് വെച്ചാൽ ഈ ആംഗിൾ അല്ലെ, ആംഗിൾ ഇങ്ങനെ എന്തിക്കൊണ്ടിരിക്കുക, മാറിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ടൈം മാറുന്നതിനനുസരിച്ച് ഈ ആംഗിൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക മക്കളെ, മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മോഷൻ നമുക്ക് എന്ത് പറയാം, ഈ ക്വാണ്ടിറ്റിയെ നമുക്ക് എന്ത് പറയാം, ഒരു ഡിസ്പ്ലേസ്മെന്റ് ക്വാണ്ടിറ്റി എന്ന് പറയും. ഓക്കെ അല്ലേ, ക്ലിയർ ഒന്നല്ല. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞൊരു ടേം ഒന്ന് നല്ലപോലെ മനസ്സിലാക്കി വെക്കും. ഓക്കെ അല്ലേ. ഇനി അതിനുശേഷം നമ്മൾ പഠിക്കുന്നതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരിക്കുക. സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇറ്റ് ഈസ് ആൻ ഓസിലേറ്ററി മോഷൻ. അതെന്താണ്, ഒരു ഓസിലേറ്ററി മോഷനാണ്. അപ്പോൾ എന്ത് മോഷൻ ആയിരിക്കും, ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കും. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഓക്കെ, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എടുക്കാൻ. ഓക്കെ, ഇതാണ് അതിന്റെ മീൻ പൊസിഷൻ എടുത്തു. ഓക്കെ, ഒരു എക്സ്ട്രീമിറ്റി ഉണ്ടാവുമല്ലോ. ഞാൻ ഇവിടുത്തെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എടുത്തു, ഒരു പ്ലസ് ചെയ്യും ഒരു മൈനസ് ചെയ്യും ആണല്ലോ. എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താണ് ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ബോഡി ഓസിലേറ്റ് ചെയ്യുന്നത് ഏതിനും ഇടയ്ക്കാണ്, മൈനസ് എയ്ക്കും പ്ലസ് എയ്ക്കും ഇടയ്ക്ക് അല്ലെ. 0 മീൻ പൊസിഷൻ ആയി അല്ലേ, 0 എന്ന് പറയാം, അല്ലെങ്കിൽ O എന്ന് പറയുന്നത് മീൻ പൊസിഷൻ ആയി. എന്താണ്, ഒരു മാക്സിമം ഉണ്ട്, ആ മാക്സിമം വീണ്ടും മീൻ പൊസിഷൻ, അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സിംപ്ലി ഒരു ഓസിലേറ്ററി മോഷൻ. ഒരു ഓസിലേറ്ററി മോഷനാണ്, ഒരു പീരിയോഡിക് മോഷനാണ്. അപ്പൊ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഞാനൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോൾ അതൊരു പീരിയോഡിക് മോഷനാണ്, വിച്ച് മീൻസ് ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം അല്ലെ. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. രണ്ട് എന്തായിരിക്കണം, ഒരു ഓസിലേറ്ററി മോഷൻ ആയിരിക്കണം. എന്തായിരിക്കും, എന്ത് മോഷൻ ആയിരിക്കണം, ടു ആൻഡ് ഫ്രോ മോഷൻ. എന്താ മക്കളെ ടു ആൻഡ് ഫ്രോ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മീൻ പൊസിഷനിൽ പോകുന്നു അല്ലെ, പിന്നെ ഒരു മാക്സിമത്തിൽ പോകുന്നു, പിന്നെ മീൻ പൊസിഷനിൽ വരുന്നു, പിന്നെ ഒരു എക്സ്ട്രീമിറ്റിയിൽ മാക്സിമത്തിലോട്ട് പെണ്ണല്ലേ, ഇങ്ങനെ എന്ത് ചെയ്യണം, ഒരു പർട്ടിക്കുലർ മീൻ പൊസിഷനിലോട്ട് ഡയറക്റ്റ് ചെയ്ത് എന്ത് ചെയ്യണം, മൂവ് ചെയ്യണം ആണല്ലോ. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ആ പെൻഡുലത്തിന്റെ കേസ് തന്നെ എടുക്കുക ആണല്ലോ. അപ്പോ പെൻഡുലം ഇവിടെ നിന്ന് ഓസിലേറ്റ് ചെയ്ത് ഇവിടെ എത്തി എന്ന് വിചാരിക്കാം. ഓക്കെ അല്ലെ, ഇപ്പൊ ഇവിടെ എത്തിയതിനു ശേഷം അത് ഇങ്ങോട്ട് പോകുന്നുണ്ടോ, ഇല്ല. എന്താ ചെയ്യുന്നത്, ഈ പെൻഡുലം ഇവിടുന്ന് മൂവ് ചെയ്ത് ഇവിടെ എത്തി, പിന്നെ എന്ത് ചെയ്യണം, തിരിച്ച് മീൻ പൊസിഷനിലോട്ട് വരുന്നു അല്ലേ. പിന്നെ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ഒരു മാക്സിമത്തിലോട്ട് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ ബോഡി മൂവ് ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്ത് ഇവിടെ എത്തിയതിനു ശേഷം അത് തിരിച്ചു വരണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് വേണം, ഒരു ഫോഴ്സിന്റെ പ്രസൻസ് വേണമല്ലോ. അതിന് ഞാൻ എടുക്കുന്നു, അതിനെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അതിനെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്? കാരണം ആക്ച്വലി എന്താണ്, ആ ഒരു ഓസിലേറ്റർ അല്ലെങ്കിൽ ആ ഒരു പെൻഡുലത്തിന്റെ മോഷൻ എങ്ങോട്ടാണ്, അങ്ങോട്ടാണ് അല്ലേ. എന്നാൽ അത് ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ അത് എന്ത് വരാനുള്ള ടെൻഡൻസി കാണിക്കുന്നത്, തിരിച്ചു വരാനുള്ള ടെൻഡൻസി കാണിക്കുന്നത് ആര് കാരണമാണ്, അവിടെ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് കാരണം. പറഞ്ഞ മനസ്സിലായി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എന്താണ് പൊക്കോണ്ടിരുന്ന സാധനം തിരിച്ചു വരണമെങ്കിൽ അവിടെ എന്താ ഉണ്ടാവണം, ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു പൊസിഷൻ എടുക്കുവാണ്, ഒരു ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻ എടുത്തു. ഓക്കെ, ഒരു പൊസിഷൻ എടുത്തു. ഇത് നമ്മുടെ മീൻ പൊസിഷൻ ആണ് O എന്ന് പറയുന്നത്. ഇനി ഇൻസ്റ്റന്റേനിയസ് പൊസിഷനും ഇത് തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് എടുത്ത് ഞാൻ X എന്ന് എടുത്തു. ഓക്കെ, അതായത് മാക്സിമം ഓസിലേറ്റ് ചെയ്യുന്ന ഇവിടെ വരെ +A -A ഇടയ്ക്കാണ് ഓസിലേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ബോഡി ഓസിലേറ്റ് ചെയ്തത് ഏതിനും ഇടയ്ക്കാണ്, +Aക്കും -Aക്കും ഇടയ്ക്കാണ് ബോഡി ഓസിലേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ എന്തെടുത്തു, ഒരു ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻ എടുത്തു, ഞാൻ അതിന് P എന്ന് കൊടുത്തു. ഓക്കെ ആണേ. അങ്ങനെയാണെങ്കിൽ ബോഡി എന്ത് ചെയ്യണം, ഇപ്പോൾ ഇവിടെ ഒരു ഇൻസ്റ്റന്റേനിയസ് പൊസിഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് ഇവിടെ എത്തി എന്ന് വിചാരിക്കാം. എന്നിട്ട് തിരിച്ചു വന്ന് പിന്നെ ഇങ്ങോട്ട് പോകുന്നത്. ഓക്കെ അല്ലേ. ഇവിടെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ പ്രസൻസ് ഉണ്ടാവുന്നതല്ല നമ്മളെ. എന്തിനാണ് അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് വരുന്നത്?
അതായത് ഇവിടെ എത്തി അല്ലെ, മീൻ പൊസിഷനിൽ നിന്നൊരു എക്സ്ട്രീമിറ്റിയിലോട്ട് മാക്സിമം പൊസിഷനിലോട്ട് പോയിട്ട് അത് എന്ത് വരണം, അവിടെ എത്തിയിട്ട് എങ്ങോട്ട് വരണം, തിരിച്ചു വരട്ടെ, എന്നിട്ട് ഇവിടെ എത്തി വീണ്ടും എന്ത് ചെയ്തു, തിരിച്ചു. അങ്ങനെ എന്ത് ചെയ്യണം, സിംപ്ലി ഇറ്റ് ഈസ് കോൾഡ് എന്താണ്, ഓസിലേറ്ററി മോഷൻ അല്ലെ. അപ്പം ആ ഒരു എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് അത് തിരിച്ചു വരണമെങ്കിൽ അവിടെ എന്തിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കണം മക്കളെ, ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എക്സിന് പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ബോഡി ഞാൻ എന്തിനെടുത്ത് പി എന്ന് പറയുന്ന എന്ത് പൊസിഷൻ, ഒരു ഇൻസ്റ്റന്റേനിയസ് പൊസിഷനാണ്. പി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഒരു ഇൻസ്റ്റന്റേനിയസ് പൊസിഷനാണ് പി. അപ്പൊ പി എന്ന് പറയുന്ന ഇൻസ്റ്റന്റേനിയസ് പൊസിഷനിൽ എന്ത് ചെയ്യും, അവിടെ വരെ ഇപ്പോൾ ഓസിലേറ്റ് ചെയ്തിട്ടുള്ളൂ. എവിടെ വരെ പോകുന്ന മാക്സിമം എ വരെ പോകും അല്ലെ, ഇവിടെ നിന്ന് പോകും മൈനസ് എ വരെ, മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിന്ന് എവിടെ വരെ പോയിട്ടുള്ളൂ, എക്സ് വരെ പോയിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എക്സിന് പ്രൊപ്പോർഷണൽ ആണ്, ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. വൈ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ? ഓക്കെ, നോക്കൂ മക്കളെ, ഇവിടുന്ന് ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ, അങ്ങോട്ടല്ലേ. ഇനി നോക്കൂ മക്കളെ, റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തിരിച്ചു വരാനല്ലേ കാണിക്കുന്നത്, റീസ്റ്റോറിംഗ് ഫോഴ്സ് അതെങ്ങോട്ടാ, നേരെ ഓപ്പോസിറ്റ് അല്ലേ. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നൊരു നെഗറ്റീവ് സൈൻ വന്നത്. ഓക്കെ അല്ലേ, അതായത് റീസ്റ്റോറിംഗ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റ് എക്സും എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. നിങ്ങൾ ടെക്സ്റ്റ് നല്ല രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ച നോട്ട്സ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ വായിക്കുക. ഞാനൊരു ബേസ് ഉറപ്പിക്കാനാണ് ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, എഫ് പ്രപ്പോർഷണൽ ടു എന്താണ്, മൈനസ് എക്സ് എന്ന് പറയാം അല്ലെ. അതായത് ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് എക്സിന് പ്രപ്പോർഷണൽ ആണ് ആൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നെഗറ്റീവ് സൈൻ എന്തിനെ കാണിക്കുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ്. ഓക്കെ അല്ലേ. അപ്പൊ നോക്കട്ടെ, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഞാനൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് മൈനസ് കെ ഇൻറ്റു എക്സ് എന്ന് എടുത്തു. ഓക്കെ അല്ലേ, പ്രൊപ്പോർഷണാലിറ്റി. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മാറ്റി. കോൺസ്റ്റന്റ് നമുക്ക് എന്ത് വിളിക്കാം, കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞാൽ പോരെ. ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, മൈനസ് കെ എക്സ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോൾ അതെന്തായിരിക്കണം, ഒരു ഓസിലേറ്ററി മോഷൻ ആയിരിക്കണം. വിച്ച് മീൻസ് എന്താണ്, ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ ആയിരിക്കണം. അതുപോലെ തന്നെ എന്തായിരിക്കണം, ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആയി. ഇനി മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ മക്കളെ, ഒന്ന് പറഞ്ഞ് എന്താണ്, എപ്പോഴും അത് എന്ത് ചെയ്യണം, മീൻ പൊസിഷനിലോട്ട് ഡയറക്റ്റ് ചെയ്യണം അല്ലെ. അതൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ, കാരണം നിങ്ങൾ പഠിച്ചിട്ടുള്ളതോട് ഞാൻ തന്നെ പറയുകയാണ്, സിമ്പിൾ പെൻഡുലം എന്തിന് എക്സാമ്പിൾ ആണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ. അല്ലെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്ന കാര്യം അല്ലെ, നിങ്ങൾ പഠിച്ചതല്ലേ പ്രശ്നമുള്ളത്. അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഒരു എന്താണ്, ഒരു പെൻഡുലത്തിന്റെ മോഷന്റെ പ്രത്യേകത എന്താ, ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് പോയിട്ട് തിരിച്ചെങ്ങോട്ട് വരുന്നുണ്ട്, മീൻ പൊസിഷൻ. മക്കളെ ഇത് കണ്ടോ, ഇതാണ് മീൻ പൊസിഷൻ. കണ്ടോ, ഇതാണ് നമ്മൾ മീൻ പൊസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബോഡി എന്ത് ചെയ്യുന്നു, ഒരു മാക്സിമം പൊസിഷനിലോട്ട് പോയിട്ട് അത് എന്ത് വരുന്നുണ്ട്, അതിന്റെ മീൻ പൊസിഷനിലോട്ട് തിരിച്ചു വരുന്നുണ്ട് അല്ലെ. അതായത് അതെങ്ങോട്ട് ഡയറക്റ്റ് ചെയ്തു എന്ന് പറയാം, നമുക്ക് മീൻ പൊസിഷനിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്നു പറയാം. ഇതൊക്കെ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയും. ക്ലിയർ ആണല്ലോ. അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷൻ സിംപ്ലി ആൻ ഓസിലേറ്ററി മോഷൻ ആൻഡ് എപ്പോഴും എങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യണം, മീൻ പൊസിഷനിലോട്ട് ഡയറക്റ്റ് ചെയ്യണം. കാരണം അപ്പൊ ഇവിടെ എത്തിയിട്ട് തിരിച്ച് മീൻ പൊസിഷനിലോട്ട് വരണം. ഇതാണ് മീൻ പൊസിഷൻ എന്ന് വിചാരിക്കാം. അപ്പൊ ഇത് ഇങ്ങോട്ട് പോയി ദെൻ മീൻ പൊസിഷനിലോട്ട് വന്നു, ഇങ്ങോട്ട് പോയി ദെൻ മീൻ പൊസിഷനിലോട്ട് വന്നു. കേട്ടോ, എപ്പോഴും എങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യണം, എങ്ങോട്ട് പോയാലും അത് മീൻ പൊസിഷനിലോട്ട് ഡയറക്റ്റ് ചെയ്യണം. ഓക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന് ഓസിലേറ്ററി മോഷൻ എന്ന് പറയാം. ഓക്കെ അല്ലേ. ഇപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ അല്ലേ. ഇത്രയാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ അല്ലേ. ക്ലിയർ ആണെന്നല്ലോ മക്കളെ. ഓക്കെ മക്കളെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആൻഡ് യൂണിഫോം സർക്കുലാർ മോഷൻ അല്ലേ. അപ്പൊ ഒരു യൂണിഫോം സർക്കുലാർ മോഷനിൽ നമ്മൾ പഠിച്ചതാണ്, എവിടെയാണ് മോഷനെ പ്ലെയിനിൽ പഠിച്ചത്, അവസ്ഥയിൽ പഠിച്ചതാ. യൂണിഫോം സർക്കുലാർ മോഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ, ആണ്. അപ്പൊ യൂണിഫോം സർക്കുലാർ മോഷനകത്ത് അല്ലെങ്കിൽ യൂണിഫോം സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ബോഡി എന്തിന് എക്സാമ്പിൾ ആണ്, സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിൾ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇനി അങ്ങോട്ടുള്ള പ്രൂഫുള്ള ഇക്വേഷൻസ് പഠിക്കണം. അപ്പൊ അതാണ് ഈ ചാപ്റ്ററിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനങ്ങ് സാർ പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്കൂ മക്കളെ. അതായത് ഒരു ബോഡി എന്ത് മോഷനിലാണ്, യൂണിഫോം സർക്കുലർ മോഷനിലാണ്. ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക മക്കളെ, ആണല്ലോ. ഓക്കെ, ഇത് എക്സ്, ഇതെന്താണ് വൈ ആക്സിസ്. ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക. ഞാനത് പേര് കൊടുത്തു, ദാറ്റ് ഈസ് പി എം എന്നും ഓക്കെ ഒ പി എന്ന് ഒക്കെ പി എം എല്ലാവരും കെ എൻ എന്നൊക്കെ പേര് കൊടുത്തു, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അതെ. ഇനി നോക്കുക, ഒരു ബോഡി ഈ ഒരു പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമോ. ഒരു ബോഡി ഈ ഒരു പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്തു. ആ പൊസിഷന് ഞാൻ P0 എന്ന് കൊടുത്തു. അപ്പോൾ P0 എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇപ്പോൾ ഇനിഷ്യലി ബോഡി. അപ്പോൾ നോക്കുക, അപ്പോൾ ടൈം 0 ആണ്. ഓക്കെ, ക്ലിയർ ആയിരിക്കുക. അതായത് ഒന്നുമില്ല, ഇതാണ് യൂണിഫോം സർക്കുലർ മോഷന്റെ ഇതാണ് പാത്ത്. ഓക്കെ, ഈ ഒരു സർക്കുലർ പാത്തിൽ കൂടെയാണ് ബോഡി എന്ത് ചെയ്യാൻ പോകുന്നത്, മൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പം ബോഡി ഇനിഷ്യലി ഏത് പൊസിഷനിൽ ഇരിക്കുക, P0 എന്ന് പറയുന്ന പൊസിഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന ആംഗിളിൽ ഞാൻ ഫൈ എന്ന് എടുത്തു. അപ്പോൾ ഇനിഷ്യൽ ആംഗിൾ എത്രയാണ്, ഫൈ. അപ്പോൾ ഇപ്പോൾ പാർട്ടിക്കിൾ എവിടെയാണ്, ഇപ്പോൾ പാർട്ടിക്കിൾ എവിടെയാ, പാർട്ടിക്കിൾ ഈസ് അറ്റ് P0. പാർട്ടിക്കിൾ എവിടെയാ, P0. വെൻ ടൈം T ഈസ് ഈക്വൽ ടു എന്താണ്, 0.
അല്ലേ? അപ്പോൾ സമയം 0 ആകുമ്പോൾ പാർട്ടിക്കിൾ എവിടെയാണ് നിൽക്കുന്നത് മക്കളെ? t = 0 നിൽക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കാം, ആഫ്റ്റർ എ ടൈം t, ഒരു ടൈം കഴിയുമ്പോൾ ബോഡി ഇവിടെ എത്തി. ഒരു ടൈം കഴിഞ്ഞപ്പോൾ ബോഡി ഇവിടെ എത്തി. ഓക്കെ, ശ്രദ്ധിക്കുക, നോക്കുക, ബോഡി ഇവിടെ എത്തി. ശ്രദ്ധിക്കുക, ഞാൻ അവിടുന്ന് ഒരു ലൈൻ എടുത്ത് ഞാൻ y-ലോട്ടും എക്സ്റ്റെൻഡ് ചെയ്തു, x-ലോട്ടും എക്സ്റ്റെൻഡ് ചെയ്തു, ഞാൻ y-ലോട്ടും എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, നമുക്ക് ആ സെന്റർ പോയിന്റിന് O എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിന് ഞാൻ എന്ത് കൊടുക്കാം? L എന്നും കൊടുത്തു, ഇതിന് ഞാൻ M എന്നും കൊടുത്തു. ഓക്കെ അല്ലേ? പോയിന്റ്സിന് ഞാൻ M, L എന്നൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? അപ്പോൾ ഇനിഷ്യലി ബോഡി ടൈം t = 0 ആയിരുന്നപ്പോൾ ബോഡി എവിടെയാണ്? ഇവിടെയാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ടാകുന്ന ഫേസ് ആംഗിൾ എത്രയാണ്? φ ആണ്. ഇനി ഒരു t ടൈം കഴിഞ്ഞപ്പോൾ ഈ t ടൈം കഴിഞ്ഞപ്പോൾ പാർട്ടിക്കിൾ ഇവിടെ എത്തി കേട്ടോ. അവിടെ എത്തിയപ്പോൾ നമ്മൾ പറയാമല്ലോ, ഇവിടെ നമ്മൾ P കൊടുത്തേക്കുന്നില്ലേ, ഇവിടെ നമ്മൾ S കൊടുക്കാം കേട്ടോ. അവിടെ പാർട്ടിക്കിളിന്റെ P എന്നല്ലേ നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ പാർട്ടിക്കിൾ ഈസ് അറ്റ് എവിടെയാണ്? പാർട്ടിക്കിൾ ഈസ് അറ്റ് P when t = t അല്ലേ? ടൈം t കഴിഞ്ഞപ്പോൾ, ഒരു t ടൈം കഴിഞ്ഞപ്പോൾ പാർട്ടിക്കിൾ എവിടെ എത്തി മക്കളെ? ഈ ഒരു പൊസിഷനിലെത്തി. ആ ആംഗിളിനെ ഞാൻ ωt എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ ഇനിഷ്യലി പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഇനിഷ്യലി ടൈം 0 ആയിരുന്നപ്പോൾ പാർട്ടിക്കിൾ P0-ലാണ്. അപ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ്? φ ആണ്. ഓക്കെ, ഇനി ഒരു t ടൈം കഴിഞ്ഞപ്പോൾ പാർട്ടിക്കിൾ എവിടെ എത്തി? P-ലെത്തി. അപ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ്? ωt. അപ്പോൾ ആംഗിൾ ωt എടുത്തിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എങ്കിൽ ഇങ്ങോട്ട് ഒന്ന് നോക്കിയേ. ωt എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെ? ഒമേഗ എന്ന് പറഞ്ഞ എന്താ മക്കളെ? ആംഗുലാർ വെലോസിറ്റി ആണ്. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ടി എന്താണ് മക്കളെ? ടൈം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാം, തീറ്റ = നമുക്ക് എന്താ എഴുതാം മക്കളെ? ωt എന്ന് എഴുതാം അല്ലേ? അപ്പൊ ആംഗിൾ = എന്തിന് ഇക്വലന്റ്? ωt ആയില്ലേ? അതാണ് നമ്മൾ തീറ്റ = എന്ന് എഴുതിയിരിക്കുന്ന ωt. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണേ? ഇനി നോക്കാം മക്കളെ, ഈ OP എന്ന് പറയുന്ന ലൈന് ഈ ഒരു സർക്കിളിന്റെ റേഡിയസ് ആയിട്ട് എടുത്തുകൂടെ? നമുക്ക് അതിന് വരെ ഞാൻ A എന്നങ്ങ് എടുത്തു. ഓക്കെ അല്ലേ? നമുക്ക് OP എന്ന് പറഞ്ഞാലും ഈ OM എന്ന് പറഞ്ഞാലും എല്ലാം ഈ സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എന്താണ്? റേഡിയസ് ആണ്. അപ്പോൾ ആ റേഡിയസ് ഹാസ് ബി ടേക്കൺ ബൈ A. റേഡിയസ് ഞാൻ എങ്ങനെ എടുത്തു? A എന്ന് എടുത്തു. മക്കളെ ക്ലിയർ ആയോ? സെറ്റ് ആയോ ഫിഗർ? അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? യൂണിഫോം സർക്കുലർ മോഷൻ. അത് നമ്മൾ പ്രൂവ് ചെയ്ത് വരിക അല്ലെ? അപ്പോൾ ഒരു യൂണിഫോം സർക്കുലർ മോഷനിൽ ഇരിക്കുന്ന ഒരു ബോഡി എന്തിന് എക്സാമ്പിൾ ആണ്? സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ നോക്കി ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കണ്ടോ? അപ്പോൾ അതായത് നോക്കുക, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ OLP എന്ന് കൺസിഡർ ചെയ്യണം. നോക്കുക, ട്രയാങ്കിൾ ഏതാണ്? OLP. ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ മക്കൾ, ഇത് ഈ ആംഗിൾ മൊത്തത്തിൽ എത്രയായിരിക്കും? ഇത് ωt ആണ്, ഇത് φ ആണ്. അപ്പോൾ ഈ ആംഗിൾ മൊത്തത്തിൽ എത്രയായിരിക്കും? ωt + φ ആയിരിക്കത്തില്ല. നോക്കുക, ആ ആംഗിൾ മൊത്തത്തിൽ എത്രയായിരിക്കും? ωt + φ ആയിരിക്കത്തില്ലേ? ഓക്കെ, ഇനി നോക്കുക, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. നമുക്കറിയാം ഇവിടുന്ന് സൈൻ ഓഫ് ആംഗിൾ അല്ലെങ്കിൽ സൈൻ ഓഫ് ωt + φ എന്ന് പറയുന്നത് മക്കളെ ഒന്ന് നോക്കിയേ, ഇത് ωt, ഇത് φ. അപ്പൊ ഇതൊരു ട്രയാങ്കിൾ ആണ്. അപ്പൊ സൈൻ ഓഫ് ωt + φ എന്ന് പറയുന്നത് നമുക്കറിയാം, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടനസ് ആണ് അല്ലെ? ഏതാണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? ഹൈപ്പോട്ടനസ് ആണ് ആണല്ലോ. അപ്പൊ നമുക്ക് സൈൻ ഓഫ് ωt + φ എങ്ങനെ എഴുതാം? ഓപ്പോസിറ്റ് സൈഡ് ഏതാണ് മക്കളെ? PL അല്ലേ? നമുക്ക് ഹൈപ്പോട്ടനസ് ഏതാ? PO അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്ന് പറഞ്ഞേ, ദാറ്റ് ഈസ് PL ബൈ എന്തെന്ന് വരും? PO എന്ന് വരും. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? നമ്മൾ ഒന്നും ചെയ്തില്ല. അതായത് നമ്മൾ കൺസിഡറിങ് ദ ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്താണ്? OLP കൺസിഡർ ചെയ്തു. അവിടെ വയ്ക്കുന്ന ആംഗിൾ എത്ര മക്കളെ? ഇവിടുന്ന് ωt, ഇത് φ. അപ്പോൾ എന്ത് വരും? ωt + φ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ എന്ത് വരും? സൈൻ ഓഫ് ωt + φ എന്ന് പറഞ്ഞാൽ മക്കളെ ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് PL ബൈ എന്ത് വരും? OP എന്ന് വരും. ഓക്കെ അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ ആണേ? ഇനി നോക്കാം മക്കളെ, ഇനി നോക്കുക, ഈ O മുതൽ L വരെയുള്ള ഡിസ്റ്റൻസ്, അതിന് ഞാൻ ഡിസ്പ്ലേസ്മെന്റ്, X ഡിറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആയാലും ഞാൻ അതിന് X എന്ന് എടുത്തു. ഓക്കെ അല്ലേ? അതിന് ഞാൻ എന്തെടുത്തു? X എന്ന് എടുത്തു. കാരണം അതാണ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ X ഡിറക്ഷൻ അല്ലേ? അതുപോലെ O മുതൽ M വരെയുള്ള ഡിസ്റ്റൻസിന് ഞാൻ Y എന്ന് എടുത്തു. കാരണം എന്തുകൊണ്ടാണ്? അത് ഡിസ്പ്ലേസ്മെന്റ് ഇൻ Y ഡിറക്ഷൻ അല്ലേ? കാരണം ആ ബോഡി ഇവിടുന്ന് ഇവിടെ വരെ എത്തിയപ്പോഴല്ലേ, ഇവിടെ അല്ലേ പൊസിഷനിൽ നിൽക്കുന്നത്. അവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. Y-ലോട്ടും എക്സ്റ്റെൻഡ് ചെയ്തു, X-ലോട്ടും എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഈ OL എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഇൻ X ഡിറക്ഷൻ ആയിരിക്കും. അതുപോലെ OM എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ഇൻ Y ഡിറക്ഷൻ ആയിരിക്കും. മനസ്സിൽ നോക്കണേ, X-ലും Y-ലും കേട്ടോ. ഇതാണ് പാർട്ടിക്കിൾ. മനസ്സിലായോ മക്കളെ? ഓക്കെ, ഇനി ഇങ്ങോട്ട് നോക്കൂ, ദാറ്റ് ഈസ് PL എന്ന് പറയുന്നത്. നോക്കുക, PL എന്ന് പറഞ്ഞാൽ അതിന് ഇക്വലന്റ് ആണ് എന്ത് വരുന്നത്? Y എന്ന് വരുന്നത് അല്ലെ? ഈ ഡിസ്പ്ലേസ്മെന്റ് ഇൻ Y. അപ്പൊ നമുക്ക് അതിന് പകരം എന്ത് കൊടുക്കാം? Y എന്ന് കൊടുക്കാം, ഡിവൈഡഡ് ബൈ PO. PO എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ റേഡിയസ് ആണ് അല്ലെ?
പി ഒ എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ടനസ് ആണ്. അത് നമ്മുടെ ഇവിടെ ഈ ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എന്താ റേഡിയസ് ആണ്. അപ്പോൾ എന്ത് വരും y ബൈ എ എന്ന് വരും. അപ്പോൾ എന്ത് വരും സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറയുന്നത് എന്ത് വരും y ബൈ എ എന്ന് വരും. ഓക്കെ അല്ലേ? ഇവിടുന്ന് ഒന്ന് ക്രോസ് ചെയ്ത് പറഞ്ഞത് ദാറ്റ് ഈസ് y ഈസ് ഈക്വൽ ടു എന്നു വരും എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് വരും. എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി നോക്കാം മക്കളെ, ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ പറഞ്ഞു വെൻ ടൈം ടി ഈസ് ഈക്വൽ ടു 0 ആയിരുന്നപ്പോഴാണ് പാർട്ടിക്കിൾ എവിടെയെന്ന് പറഞ്ഞത് P0. അപ്പോൾ ഉണ്ടായ ഫേസ് ആംഗിൾ എത്രയാണ് ഫൈ അല്ലേ? അപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്, ഫൈ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, ഫേസ് ആംഗിൾ എന്താണെങ്കിൽ ആ സമയത്ത് ആംഗിൾ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഇക്വേഷൻ എങ്ങനെ മാറുന്നത്? y ഈസ് ഈക്വൽ ടു എന്ന് വരും എ സൈൻ ഒമേഗ ടി വരും. കണ്ടോ? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് y ഡയറക്ഷൻ ഇക്വേഷൻ കണ്ടോ? കാരണം ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഇനി അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത്. വെലോസിറ്റി, ആക്സിലറേഷൻ, എനർജി എല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ബേസിക് ഇക്വേഷൻ വെച്ചിട്ടാണ്. മനസ്സിലായി? കണ്ടോ? നമ്മൾ കാണാൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ മക്കളെ? ഇല്ല. നമ്മളൊരു യൂണിഫോം സർക്കുലർ മോഷൻ കൺസിഡർ ചെയ്തിട്ട് അവിടെ നിന്ന് പ്രൂവ് ചെയ്ത് വന്നപ്പോൾ y എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഇൻ y ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ y മാത്രമല്ല നമുക്ക് എന്തും ചൂസ് ചെയ്യാം, എക്സും ചൂസ് ചെയ്തൂടെ? ആണല്ലോ മക്കളെ. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കി, ഇവിടുന്ന് കോസ് ഓഫ് തീറ്റ, അതായത് കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറഞ്ഞ് ഫ്രം ദ ട്രയാംഗിൾ കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറഞ്ഞ മക്കളെ, കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറയുന്നു ഒന്ന് പറഞ്ഞ് എന്ത് വരും? കോസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസന്റ് സൈഡ് ബൈ എന്ത് വരും? ഹൈപ്പോട്ടനസ് എന്ന് വരും അല്ലെ? സൈൻ ബീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? അഡ്ജസന്റ് സൈഡ്. ഇവിടെ അഡ്ജസന്റ് സൈഡ് ഏതാ? OL അല്ലേ? ഞാൻ അങ്ങനെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് OL ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് എത്രയാ? OP. ഈസ് ഇറ്റ് ഓക്കെ? അപ്പോൾ OL ബൈ എന്ത് വരും? OP എന്ന് വരും. ഓക്കെ അല്ലേ? OL-ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഡിസ്പ്ലേസ്മെന്റ് ഇൻ എക്സ് അല്ലേ? ദാറ്റ് ഈസ് എന്ത് കൊടുക്കാം? നമുക്ക് എക്സ് കൊടുക്കാം ഡിവൈഡഡ് ബൈ OP-ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? A എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കാം മക്കളെ, ദാറ്റ് ഈസ് കോസ് ഓഫ് ഒമേഗ ടി പ്ലസ് ഫൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി മക്കളെ? എക്സ് ബൈ എന്ന് കിട്ടി. ഒന്ന് ക്രോസ് ചെയ്തേ, ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അപ്പം ഡിസ്പ്ലേസ്മെന്റ് ഇൻ y ഡയറക്ഷനും കിട്ടി, ഡിസ്പ്ലേസ്മെന്റ് ഇൻ എക്സ് ഡയറക്ഷനും കിട്ടി. മക്കളെ ഇതിൽ ഏത് ഇക്വേഷൻ എടുത്താലും നമുക്കിത് പ്രൊസീഡ് ചെയ്ത് പോകാൻ പറ്റും. ഡിസ്പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞില്ലേ? ഡിസ്പ്ലേസ്മെന്റ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആക്സിലറേഷൻ. പിന്നെ അങ്ങോട്ട് എല്ലാം ക്വാണ്ടിറ്റി. അവിടെ ഇതെല്ലാം ഈ ഇക്വേഷന്റെ ബേസിസിലാണ് വരുന്നത്. പറഞ്ഞ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് നേരത്തെ കൺസിഡർ ചെയ്ത് നമ്മൾ 0 ആണെന്ന് കൺസിഡർ ചെയ്ത് എന്താണ്? ഇനിഷ്യൽ ഫേസ് ആംഗിൾ എത്രയാണ്? 0 എന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു ഇക്വേഷൻ ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് വരും എ കോസ് ഒമേഗ ടി എന്ന് വരും. ഓക്കെ, സോ ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുത്ത് നമുക്ക് എന്തിൻ്റെയൊക്കെ ഡെറിവേഷൻസ് ചെയ്യാം? വെലോസിറ്റി, ആക്സിലറേഷൻ. ഇത്രയും മനസ്സിലായാലും മക്കളെ ദയവേദി ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. നോക്കുക, ഒരു പാർട്ടിക്കിൾ എന്തിലാണ്? സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് പോകുന്നത്. മനസ്സിലായി? ആദ്യം പാർട്ടിക്കിൾ ടൈം 0 ആയിരുന്നപ്പോൾ P0-ലായിരുന്നു. ഇത് പാർട്ടിക്കിൾ ആണ്. ദെൻ പാർട്ടിക്കിൾ ഒരു ടി ടൈം കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് P-ലോട്ട് വന്നു. ഒരു P എന്ന് പറയുന്ന പോയിന്റ് വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു എക്സിലോട്ടും എക്സ്റ്റെൻഡ് ചെയ്തു, Y-ലോട്ടും എക്സ്റ്റെൻഡ് ചെയ്തു. കാരണം എന്തുകൊണ്ടാണ്? കാരണം ഈ ഒരു പോയിന്റ് നിൽക്കുമ്പോൾ ഇതിന് എങ്ങോട്ടും ഡിസ്പ്ലേസ്മെന്റ്, എക്സിലും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ Y-ലോട്ട്. ഓക്കെ അല്ലേ? ക്ലിയർ ആണേ? സോ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇതിൽ നിന്ന് ഇത് കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ, ഇനി നമുക്കറിയാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് അടുത്ത ആദ്യം കണ്ടുപിടിക്കേണ്ട വെലോസിറ്റി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. വെലോസിറ്റി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ആദ്യം നമുക്ക് വെലോസിറ്റി നിന്ന് തുടങ്ങാം സാധനം. ഓക്കെ അല്ലേ? നമുക്കറിയാം y ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? നമ്മൾ കുറച്ച് മുമ്പ് എ സൈൻ ഒമേഗ ടി എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ആണല്ലോ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ y ഡയറക്ഷൻ നമുക്ക് എത്ര എ സൈൻ ഒമേഗ ടി എന്ന് കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് വരാം, അതെന്താ സാറേ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ സാറേ? അതെടുത്തൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതെടുത്ത് ചെയ്താലും ഇത് കിട്ടുമോ സാറേ എന്നൊരു സംശയം വരത്തില്ലേ മക്കളെ? അങ്ങനെ ചെയ്താലും കിട്ടും. ഒന്നെങ്കിൽ എന്തെടുക്കുക? എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എടുക്കുക, പിന്നെ അതിനെ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പിന്നെ അതിനനുസരിച്ച് കണ്ടുപിടിച്ചു. അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും, അല്ലെങ്കിലോ ഇങ്ങനെ ഈ രീതിയിൽ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ എടുക്കുക. കാരണം ഡിസ്പ്ലേസ്മെന്റ് ആണ് രണ്ടും അല്ലേ? ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് ഇൻ y ഡയറക്ഷൻ, ഒന്ന് എക്സ് ഡയറക്ഷൻ. ഏതെടുത്താലും നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ y ഡയറക്ഷൻ എടുത്തു. ഓക്കെ എന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതല്ലേ മക്കളെ? ഒന്ന് പറഞ്ഞേ, ആ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? dy/dt ആണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? ദാറ്റ് ഈസ് d/dt ഓഫ് y-ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? a സൈൻ ഒമേഗ ടി എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ നോക്കാം മക്കളെ, ഡിഫറൻസിയേഷൻ ആണ്. നിങ്ങൾ ഒരുപാട് പഠിച്ച സാധനമാണ് ഡിഫറൻസിയേഷൻ അല്ലേ? എന്താ ചെയ്യുക? ഡിഫറൻസിയേഷൻ വന്ന് കോൺസ്റ്റന്റ് കൊണ്ട് പുറത്തെടുത്തു അല്ലേ? ഡിഫറൻസിയേഷനും ഒരു ഫംഗ്ഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് പുറത്തെടുക്കുക. ബാക്കി എന്ത് വരും മക്കളെ? ഒന്ന് പറഞ്ഞേ, d/dt ഓഫ് എന്തെന്ന് വരും? സൈൻ ഒമേഗ ടി എന്ന് വരും.
d by dt of sin omega t. Okay, അടുത്ത സ്റ്റെപ്പിൽ വാട്ട് ഈസ് d by dt of sin omega t? എന്താ sin omega t ന്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്? ഒന്ന് പറഞ്ഞേ, that is cos omega t അല്ലേ? sin omega t യുടെ ഡിഫറൻഷ്യൽ cos omega t into omega t യുടെ ഡിഫറൻഷ്യൽ എത്രയാണ്? ഒമേഗ. ഓക്കെ അല്ലേ? കണ്ടോ, സൈൻ ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ നമ്മൾ എങ്ങനെ എടുക്കുന്നത്? സൈൻ ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ മൾട്ടിപ്ലൈ ഉണ്ട്, അത്രയാണ് ഒമേഗ. ദാറ്റ് ഈസ് നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് എ ഒമേഗ എന്ന് എഴുതാം, കോസ് ഒമേഗ ടി എന്ന് എഴുതാം. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടി? എ ഒമേഗ കോസ് ഒമേഗ ടി. ഓക്കെ, ഈ ഇക്വേഷൻ നമ്മൾ ചില സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു സിംപ്ലസ്റ്റ് ഫോമിലൂടെ നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യാറുണ്ട്. കേട്ടല്ലോ മക്കളെ, ഒന്ന് ശ്രദ്ധിച്ചിരുന്നേ. അപ്പോൾ ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് എഴുതാം. നമുക്കറിയാം മാത്സിൽ പഠിക്കുന്നതാണ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 1 വരും അല്ലെ? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 ആണ്. ഓക്കെ, അവിടുന്ന് കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം ആണല്ലോ. അവിടുന്ന് കോസ് എക്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് സംശയമുള്ള സ്റ്റെപ്പ് വരുമ്പോൾ വീഡിയോ ഒന്ന് റിപ്പീറ്റ് അടിച്ച് നിങ്ങളൊന്ന് കണ്ടു നോക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്, അപ്പോൾ കോസ് എക്സ് ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ നമുക്ക് ഇവിടെ നമ്മുടെ ഒമേഗ ടി അല്ല, അപ്പോൾ കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു എന്നായിരിക്കും മക്കളെ? റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കുക, ഞാനിവിടെ ഈ കോസ് ഒമേഗ ടിക്ക് പകരം എന്ത് കൊടുക്കാൻ പോവാ? റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി കൊടുക്കാൻ പോവാ. അപ്പോൾ ദാറ്റ് ഈസ് ഇക്വേഷൻ എങ്ങനെ വരും? ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു എ ഒമേഗ ഇൻറ്റു ഈ കോസ് ഒമേഗ ടി റീപ്ലേസ് ചെയ്ത് ഞാൻ എന്ത് കൊടുത്തു? റൂട്ട് ഓഫ് എന്നു കൊടുത്തു 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് കൊടുത്തു. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? സെറ്റല്ലേ ഇക്വേഷൻ? കോസ് ഒമേഗ ടിക്ക് ഒരു എന്ത് കൊടുത്തു? ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. എന്താണ്? റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി. ലിസൺ ഹിയർ മക്കളെ, നോക്കുക, ഞാൻ ഇനി ഈ എ അങ്ങ് അകത്തോട്ട് കയറ്റാൻ പോവാം. അതായത് ഒമേഗ പുറത്തിട്ടിട്ട് ഞാൻ എ അങ്ങ് അകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ നമുക്കറിയാം റൂട്ട് ഓഫ് എ സ്ക്വയർ എന്നാണ്. റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് എ ആണ് അല്ലേ? അപ്പോൾ എ നമ്മുടെ റൂട്ടിനകത്തോട്ട് നമുക്ക് കയറ്റാം. എന്തായിട്ട് കയറ്റാം? എ സ്ക്വയർ അല്ലേ? കാരണം റൂട്ട് ഓഫ് എ സ്ക്വയർ എ അല്ലേ? കാരണം എ നമുക്ക് അതേപോലെ എടുത്ത് അകത്തോടാൻ പറ്റൂ? ഇല്ല. കാരണം എന്താ? എ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റൂട്ടിനകത്തോട്ട് കയറ്റാം. അത് എന്താക്കണം? എന്തായിട്ട് കയറ്റണം? എ സ്ക്വയർ. അപ്പൊ ഞാൻ കേട്ടെ, അപ്പൊ എന്ത് ചെയ്തു? എ അകത്തോട്ട് കയറുമ്പോൾ എന്ത് വരും? എ സ്ക്വയർ ഇൻറ്റു എന്നത് വരും 1 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ഞാൻ അകത്തോടൊന്ന് മൾട്ടിപ്ലൈ ആണ്. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് ആദ്യം എ സ്ക്വയർ ഇൻറ്റു 1 എ സ്ക്വയർ. ഇനി ബാക്കി എന്താണ്? ഒരു മൈനസ് ഉണ്ട്. ഇതിനെന്താ? എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി. ദാറ്റ് ഈസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. ഓക്കെ അല്ലേ? നമുക്ക് വേറൊരു ഫോമിലോട്ട് ഇക്വേഷനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത സ്റ്റെപ്പില് ഒമേഗ ഇൻറ്റു റൂട്ടിനകത്ത് എ സ്ക്വയർ മൈനസ് ഇതെന്ത് ഫോമില കിടക്കുന്നത് മക്കളെ? എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ആയിട്ടാണ് കിടക്കുന്നത്. എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി നമുക്ക് എ സൈൻ ഒമേഗ ടി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ? എന്താ പറഞ്ഞത്? എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി നമുക്ക് എ സൈൻ ഒമേഗ ടി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ സൈൻ ഒമേഗ ടി. വാട്ട് ഈസ് എ സൈൻ ഒമേഗ ടി? ദാറ്റ് ഈസ് വൈ. ഓക്കെ, അപ്പോൾ എ സൈൻ ഒമേഗ ടിക്ക് നമുക്ക് വൈ കൊടുത്തുകൂടെ? ദാറ്റ് ഈസ് നമുക്ക് പുതിയ ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ഒമേഗ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ? വെലോസിറ്റിയുടെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ സംശയമുള്ളവർ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് അടിച്ച് കാണുക. അപ്പൊ ഈ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ ചാപ്റ്റർ മൊത്തം നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാം. കാരണം ബാക്കി ഇക്വേഷൻസ് എല്ലാം ഡെറിവേഷൻ എല്ലാം ബേസ് ഇവിടെ കിടക്കുന്നു, ഈ പ്രൂഫിലാണ് കിടക്കുന്നത്. അപ്പോൾ റിപ്പീറ്റ് അടിച്ച് നല്ല രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല ബേസ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? നമ്മൾ വെലോസിറ്റി ഇപ്പൊ കണ്ടുപിടിച്ചു മക്കളെ. വെലോസിറ്റി കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആക്സിലറേഷൻ കണ്ടുപിടിച്ചൂടെ മക്കളെ? അറിയാം, നമ്മൾ കുറച്ചു മുമ്പ് ചെയ്ത ഇക്വേഷൻ ആണ്. വി ഈസ് ഈക്വൽ ടു എന്നു കിട്ടിയായിരുന്നു? എ ഒമേഗ കോസ് ഒമേഗ ടി എന്ന് കിട്ടിയില്ലായിരുന്നോ? ഞാൻ നിങ്ങൾക്കൊന്ന് ബോക്സ് ചെയ്ത് തന്നായിരുന്നു ആ ഇക്വേഷൻ. കണ്ടോ? ആ ഇക്വേഷൻ ഞാൻ എടുത്തിട്ടു. ഓക്കെ, ഇനി നമുക്കറിയാം വാട്ട് ഈസ് ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ? ഡി വി ബൈ ഡി ടി അല്ലെ? അതായത് വെലോസിറ്റിയെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. ദാറ്റ് ഈസ് എന്ത് വന്നു? ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? എ ഒമേഗ കോസ് ഒമേഗ ടി എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? വിക്ക് പകരം നമുക്ക് എന്ത് കിട്ടി? എ ഒമേഗ കോസ് ഒമേഗ ടി. ഓക്കെ അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പില് ദാറ്റ് ഈസ് കോൺസ്റ്റൻസ് ഏതൊക്കെയാണ്? എയും ഒമേഗയും കോൺസ്റ്റൻസ് ആണ്. ഒമേഗ ഇൻറ്റു എന്ത് വരും? ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് എന്തെന്ന് വരും? കോസ് ഒമേഗ ടി എന്ന് വരും.
ഓക്കെ അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കോസ് ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ, നമ്മൾ എങ്ങനെ കോസ് ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് ബേസിക്കലി പഠിക്കുന്നതാണ്. ഡിഫറൻസിയേഷനിൽ കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ് അല്ലേ? അത് നമുക്ക് കോസ് ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ ഒമേഗ ടി ഇൻറ്റു ഒമേഗ ടിയുടെ ഡിഫറൻഷ്യൽ ദാറ്റ് ഈസ് ഇൻറ്റു ഒമേഗ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് റീഅറേഞ്ച് ചെയ്യാം? ദാറ്റ് ഈസ് ഒരു മൈനസ് ഉണ്ട്, ഞാനത് ഫ്രണ്ടിൽ കൊടുത്തു. ഓക്കെ, ഒരു എ ഉണ്ട്. ഒമേഗ ഇൻറ്റു ഒമേഗ എന്താണ്? ഒമേഗ സ്ക്വയർ ഇൻറ്റു എന്തെന്ന് വരും? സൈൻ ഒമേഗ ടി എന്ന് വരും. കണ്ടോ? ദാറ്റ് ഈസ് മൈനസ് എ ഒമേഗ സ്ക്വയർ ഇൻറ്റു എന്തെന്ന് വരും? സൈൻ ഒമേഗ ടി. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ച മക്കളെ, ദാറ്റ് ഈസ് ആക്സിലറേഷൻ, ഞാൻ ആക്സിലറേഷൻ തന്നെ എഴുതാണ്, കാരണം നമ്മളിവിടെ ആംപ്ലിറ്റ്യൂഡൊക്കെ കിടക്കുന്നുണ്ട്. ആക്സിലറേഷൻ തന്നെ ഇടുകയാണ്, കാരണം എ ഉണ്ടപ്പോണ്ടല്ലോ. ഇനി നോക്കിയ മക്കളെ, ഇടുന്ന ഞാൻ ഈ മൈനസ് ഇട്ടു, ഈ ഒമേഗ സ്ക്വയർ ഞാൻ ആദ്യം കൊണ്ടുവന്നു, കുഴപ്പമുണ്ടോ? ഇൻറ്റു ബാലൻസ് എന്തുണ്ട്? ദാറ്റ് ഈസ് എ സൈൻ ഒമേഗ ടി ഉണ്ട് അല്ലേ? നോക്കുക, മൈനസ് താഴെ ഇറക്കി, ദാറ്റ് ഈസ് ഒമേഗ സ്ക്വയർ കൂടി ഇട്ടു, ദാറ്റ് ഈസ് ബാക്കി എന്തുണ്ട്? എ സൈൻ ഒമേഗ ടി. എന്താണ് എ സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു വെലോസിറ്റി ഇതാണെങ്കിൽ നമ്മൾ y ഈസ് ഈക്വൽ ടു എന്നാ പറഞ്ഞ മക്കളെ? എ സൈൻ ഒമേഗ ടി എന്നല്ലേ പറഞ്ഞേ അല്ലേ? അതിൽ നിന്നല്ലേ നമ്മൾ വെലോസിറ്റി അടിച്ചത്, അതിൽ നിന്നല്ലേ നമ്മൾ ആക്സിലറേഷൻ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? മൈനസ് ഒമേഗ സ്ക്വയർ വൈ എന്ന് കിട്ടും. കേട്ടോ, ഇതാണ് ആക്സിലറേഷൻ. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് എന്തൊക്കെയായി? ആക്സിലറേഷൻ, വെലോസിറ്റി ആയി, ആക്സിലറേഷനായി. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല, ഡിഫറൻസിയേഷൻ അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വരാൻ പോകുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഫോഴ്സ് ലോ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ഫോഴ്സ് ലോ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ, SH. ഷോർട്ടായിട്ട് ഞാൻ SH എന്ന് എഴുതാം. ഫോഴ്സ് ലോ വേറെ ഒന്നുമില്ല, നമുക്കറിയാം ഫോഴ്സ് F ഇസ് ഈക്വൽ ടു എന്നറിയാം, നമുക്ക് എം എന്നറിയാം അല്ലേ? ഫോഴ്സ് F ഇസ് ഈക്വൽ ടു എന്താണ്? എം എ ആണ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഞാൻ F ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് ഒമേഗ സ്ക്വയർ വൈ എന്ന് കൊടുക്കാം അല്ലേ? ദാറ്റ് ഈസ് നമുക്ക് F ഇസ് ഈക്വൽ അപ്പോൾ എന്ത് കിട്ടി? മൈനസ് എം ഒമേഗ സ്ക്വയർ വൈ എന്ന് കിട്ടിയല്ലേ? ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോഴ്സ് ലോ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കും. നമ്മൾ എന്ത് വിളിക്കും? ഫോഴ്സ് ലോ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ നല്ലപോലെ നോക്കുക, y ഈസ് ഈക്വൽ ടു എ ഒമേഗ കോസ് ഒമേഗ ടി ആണ്. ഓക്കെ, നമ്മൾ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്തു, അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ വൈ എന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നല്ല രീതിയിൽ റിപ്പീറ്റ് അടിച്ച് ആ വീഡിയോ ഒന്ന് കാണുക, സെറ്റ് ആവും. ഓക്കെ ആണേ? ഇനി എനർജി ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ് അടുത്ത ടോപ്പിക് അല്ലേ? എനർജി കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കുന്ന സെക്ഷനാണ്. അതുകൊണ്ട് ഞാൻ ആ പ്രൂഫ് വളരെ ഒരു ചെറിയൊരു പ്രൂഫാണ്, വേറെ ഒന്നുമല്ല. നമുക്ക് എനർജി എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ടി എന്താണ് മക്കളെ? ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ ഏതൊക്കെ ചേർന്നായിരിക്കും മക്കളെ വരുന്നത്? കൈനറ്റിക് എനർജി പ്ലസ് എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിൽ കൈനറ്റിക് എനർജി ഉണ്ടാകും. കാരണം എന്തുകൊണ്ടാണ്? അത് ടു ആൻഡ് ഫ്രോ മോഷനിലല്ലേ? മോഷനിൽ ഇരിക്കുന്ന ബോഡി ആണെങ്കിൽ അതിനെന്തുണ്ടാവും? ഒരു കൈനറ്റിക് എനർജി ഉണ്ടാവും. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുന്നത്? എന്തുകൊണ്ടായിരിക്കും ഇവിടെ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകുന്നത്? അത് ഇവിടെ നിന്ന് വരുന്ന പൊട്ടൻഷ്യൽ എനർജിയാണ് എന്ന് പറഞ്ഞേ. കാരണം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഇപ്പോൾ ഒരു എന്താണ്? ഒരു പെൻഡുലം ഓസിലേറ്റ് ചെയ്ത് ഇവിടെ നിന്നു, എന്നിട്ട് എന്താണ്? ഒരു മാക്സിമത്തിലോട്ട് പോയി അല്ലെ? തിരിച്ചു വരുന്നതാണല്ലോ. അപ്പോൾ ഇവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുന്നില്ലേ? ഇവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുന്നില്ലേ? അപ്പോൾ ആ റീസ്റ്റോറിംഗ് ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു വർക്കൗട്ട്. അപ്പോൾ ആ റീസ്റ്റോറിംഗ് ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്കാണ് അവിടെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ ആ പോയിന്റ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡ്യൂ ടു ഡിസ്പ്ലേസ്മെന്റ് എഗൻസ്റ്റ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, ആ പോയിന്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡ്യൂ ടു ഡിസ്പ്ലേസ്മെന്റ് എഗൻസ്റ്റ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. ഓക്കെ, നോക്കി നമുക്കറിയാം വെലോസിറ്റിയുടെ ഫോർമുല എന്തായിരുന്നു? നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു. എന്തായിരുന്നു? ദാറ്റ് ഈസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എന്ത് വരും? വൈ സ്ക്വയർ വരും. ഓക്കെ, നമുക്കറിയാം കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലേ? കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്താണ്? ഹാഫ് എം വി സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് അടുത്ത സ്റ്റെപ്പില്ല ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ദാറ്റ് ഈസ് ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വരും, ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എന്ത് വരും? ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ഒമേഗയുടെ സ്ക്വയർ എന്താണ്? ഒമേഗ സ്ക്വയർ. ഇനി ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് അങ്ങ് പോയി, ദാറ്റ് ഈസ് എന്ത് വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്ത് വരും? ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്ത് കാരണമാണ്? ആ റീസ്റ്റോറിംഗ് ഫോഴ്സ്, അതായത് ഒരു പെൻഡുലം മൂവ് ചെയ്ത് ഇവിടെ എത്തി അല്ലേ? അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട് അല്ലേ? ആ റീസ്റ്റോറിംഗ് ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക്
റീസ്റ്റോറിംഗ് ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് ഉണ്ടാവുന്ന വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ പൊട്ടൻഷ്യൽ എനർജി. ആ വർക്ക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുന്നത് തന്നെ അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് dy ചെയ്യാനുള്ള വർക്ക് എത്രയായിരിക്കും? നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ് dw ഈക്വൽ ടു നമ്മൾ എന്താ പറയാറ്? എഫ് dy എന്നല്ലേ പറയാറ് ആണേ. അപ്പൊ എന്താണ് dw എന്ന് പറയുന്നത് മക്കളെ? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എന്താണ് മക്കളെ dw എന്ന് പറയുന്നത്? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. വർക്ക് ഡൺ ടു ഡിസ്പ്ലേസ് ദ പാർട്ടിക്കിൾ ത്രൂ സ്മോൾ ഡിസ്റ്റൻസ് dy. വർക്ക് ഡൺ ടു, ജസ്റ്റ് വീഡിയോ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കാണാം കേട്ടോ. അപ്പൊ എന്താണ് വർക്ക് ഡൺ ടു ഡിസ്പ്ലേസ് ദ പാർട്ടിക്കിൾ ത്രൂ സ്മോൾ ഡിസ്റ്റൻസ്. അങ്ങനെ നമ്മൾ എന്ത് പറയുന്നത്? dw is equal to എന്ന് വരും f into dy എന്ന് വരും. അതെ, ഇനി നമുക്കറിയാം ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞു m ഒമേഗ സ്ക്വയർ y എന്ന് പറഞ്ഞു അല്ലേ. അവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവിടെ ഒരു മൈനസ് വന്നത്? റീസ്റ്റോറിംഗ് ഫോഴ്സ് ആയതുകൊണ്ടാണ്. അപ്പോൾ മൈനസ് ഞാൻ എടുത്ത് കളഞ്ഞു. പ്രൂഫ് ചെയ്യുമ്പോൾ നമ്മൾ ആ മൈനസ് എടുക്കുന്നില്ല. അപ്പോൾ നെഗറ്റീവ് സൈൻ വന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് എഫ് ഇസ് ഈക്വൽ ടു എന്ത് വന്നു? എം ഒമേഗ സ്ക്വയർ വൈ. ഓക്കെ അല്ലേ? നമ്മൾ ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് dw is equal to എന്ത് വന്നു? എം ഒമേഗ സ്ക്വയർ വൈ എന്ന് വന്നു. ആണല്ലോ. അപ്പോൾ ആ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന സ്മോൾ വർക്ക് ഡൺ നമുക്ക് എന്താ കിട്ടി? എം ഒമേഗ സ്ക്വയർ വൈ ഇൻറ്റു എന്ത് കിട്ടി? dy എന്ന് കിട്ടി. ആണല്ലോ. എഫ് എൽ എം ഒമേഗ സ്ക്വയർ വൈ ഇൻറ്റു dy എന്ന് കിട്ടി അല്ലേ. ആ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന സ്മോൾ വർക്ക് ഡൺ എന്ന് കിട്ടി dw is equal to എം ഒമേഗ സ്ക്വയർ വൈ dy. അപ്പോൾ അവിടുത്തെ ടോട്ടൽ വർക്ക് ആണ്. ഇത് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ പോരെ. നമ്മൾ ഒരുപാട് സ്ഥലത്ത് ചെയ്യുന്നില്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇന്റഗ്രേറ്റിംഗ് നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഇന്റഗ്രൽ dw is equal to എന്ന് വരും ഇന്റഗ്രൽ എം ഒമേഗ സ്ക്വയർ വൈ dy എന്ന് വരും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇന്റഗ്രൽ w? ദാറ്റ് ഈസ് ഈക്വൽ ടു w is equal to ഇന്റഗ്രൽ. ഇനി നോക്കാം മക്കളെ, ഇവിടെ എന്തൊക്കെയാണ് കോൺസ്റ്റന്റ്സ് ഉള്ളത്? എം ഒമേഗ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എം ഒമേഗ സ്ക്വയർ കോൺസ്റ്റന്റ് പുറത്തെടുത്തു. ദാറ്റ് ഈസ് എന്ത് വരും? ഇന്റഗ്രൽ y dy. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ പഠിക്കുന്നതാണ് എത്ര പഠിക്കുന്നത് എന്താണ്? ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എന്താണ്? എൻ പ്ലസ് വൺ ആണ്. ഓക്കെ അല്ലേ? അതുപോലെ ഇന്റഗ്രൽ വൈ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ റൈസ് ടു വൺ അല്ലേ. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു വൈ റൈസ് ടു വൺ പ്ലസ് വൺ ബൈ വൺ പ്ലസ് വൺ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ ബൈ എന്ത് വരും? 2. അപ്പോൾ അവിടെ റീസ്റ്റോറിംഗ് ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്ത വർക്ക് എന്ത് കിട്ടി നമുക്ക്? എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടിയില്ലേ. ഇനി നമുക്കറിയാം വർക്ക് എനർജി തിയറത്തിൽ എന്താ പറയുന്നത്? വർക്ക് തന്നെയാണ് എനർജി അല്ലേ. എബിലിറ്റി ടു ഡു വർക്ക് ചെയ്യാനുള്ള എബിലിറ്റിയെ നമ്മൾ എന്ത് വിളിക്കുന്നത്? എനർജി. അപ്പോൾ ഈ വർക്കാണ് കൺവേർട്ട് ചെയ്ത് എന്തായിട്ട് മാറുന്നത്? പൊട്ടൻഷ്യൽ എനർജി. ഫോർമുല എന്ത് വരും പറ? ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജിയും കിട്ടി, നമുക്ക് എന്തും കിട്ടി? പൊട്ടൻഷ്യൽ എനർജിയും കിട്ടി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ടോട്ടൽ എനർജി കണ്ടുപിടിച്ചുകൂടെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അതുകൊണ്ടാണ് ഈ പറയുന്നത് ആ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും മക്കളെ? കൈനറ്റിക് എനർജി പ്ലസ് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നോക്കുക കൈനറ്റിക് എനർജി. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി എത്ര കിട്ടി നമുക്ക്? ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എന്ത് വരും? എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്താ വന്നേക്കുന്നത്? ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ. ഓക്കെ അല്ലേ? ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ ആണല്ലേ. ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. സോ എന്തൊക്കെ ക്യാൻസൽ ചെയ്തു? നമുക്ക് ഫൈനൽ ഇക്വേഷൻ എന്ന് കിട്ടും? ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ടോട്ടൽ എനർജി ഇൻ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഞാൻ ഇത്രയും പഠിപ്പിച്ച ഇക്വേഷൻസ് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. ഓസിലേഷനിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഇക്വേഷൻസ് ആണ് ഇത്രയും പറഞ്ഞത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ ആണ്. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്പ്രിംഗ്. അതായത് ഒരു സ്പ്രിംഗിന്റെ ടൈം പീരീഡും ഫ്രീക്വൻസിയും കണ്ടുപിടിക്കും. അതുപോലെ ഒരു പെൻഡുലത്തിന്റെ ടൈം പീരീഡും ഫ്രീക്വൻസിയും കണ്ടുപിടിക്കും. ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ, ആദ്യം ഒരു സ്പ്രിംഗിന്റെ ആ ഫിഗർ ഞാൻ നല്ലപോലെ വരയ്ക്കും, പ്രൂഫ് പറയാം, ജസ്റ്റ് ഇക്വേഷൻ മാത്രമേ പറയത്തുള്ളൂ. ഓക്കെ, ഇതൊരു സ്പ്രിംഗ് ആണ്. ഓക്കെ, അപ്പോൾ സ്പ്രിംഗ് ഉണ്ട്. ഓക്കെ, സ്പ്രിംഗ് ഓസിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഏതാണ്? ഒരു പ്ലസ് എക്സിലും മിനിമം ഡിസ്പ്ലേസ്മെന്റ്, അതായത് എക്സ് എക്സ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഓക്കെ, ഇത് മൈനസ് എക്സിലും. അപ്പോൾ ഈ പെൻഡുലം ഓസിലേറ്റ് അല്ലെങ്കിൽ എന്താണ് ഈ സ്പ്രിംഗ് ഓസിലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പറഞ്ഞ മനസ്സിലായോ? സ്പ്രിംഗിന്റെ ഓസിലേഷൻ. ഓക്കെ, നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ പറയുന്നത് എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു എന്നാണ് പറഞ്ഞത്. എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് എന്ന് നമ്മൾ പറയത്തില്ലേ? ഹൂക്സ് ലോ ഒക്കെ നമ്മൾ പഠിക്കുന്നില്ല. ഹൂക്സ് ലോ എന്താ പറയുന്നത്? അതായത് ഒരു സ്പ്രിങ് എന്ത് ചെയ്തു? ഇതാണ് ഒരു സ്പ്രിങ്, നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, അത് പർട്ടിക്കുലർ ഡിസ്റ്റൻസിലോട്ട് വന്നല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വലിഞ്ഞ് ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് എത്ര ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി? ഒരു എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് ഫോഴ്സ് കൊടുത്തത്? അങ്ങോട്ടാണ് ഫോഴ്സ് കൊടുത്തത്. ശ്രദ്ധിച്ചിരിക്കുക പോയിന്റ്. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ്? അങ്ങോട്ടാണ്.
ആണ്. ഇനി റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ടാ? തിരിച്ച് ഓപ്പോസിറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആണ്? ഡിസ്പ്ലേസ്മെന്റ് എക്സിന് പ്രപ്പോർഷണൽ ആണ്. ആൻഡ് ഈസ് ഓൺ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? അതായത് റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ടാ? തിരിച്ച് ഇങ്ങോട്ടാണ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് എക്സ് എങ്ങോട്ടാണ്? റൈറ്റിലോട്ടാണ് അല്ലേ? ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് എഫ് പ്രപ്പോർഷണൽ ടു മൈനസ് എക്സ്. അവിടുന്ന് എഫ് ഇസ് ഈക്വൽ നമുക്ക് എന്ത് പറയുക? കോൺസ്റ്റന്റ് ടു എക്സ്. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്ന? ഹൂക്സ് ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു ഫോർമുല കിട്ടും. ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് കെ എക്സ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഒരു എന്താണ് സ്പ്രിങ്ങിന്റെ എന്തിന്റെ ഇക്വേഷൻ? ടൈം പീരീഡിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കും, ഫ്രീക്വൻസി. ഓക്കെ ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഞാൻ പ്രൂവ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/2π ഇൻറ്റു എന്ത് വരും? റൂട്ട് ഓഫ് കെ ബൈ എം വരും. നോട്ട് ചെയ്ത് വെക്കുക. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു 1/2π ഇൻറ്റു റൂട്ട് ഓഫ് കെ ബൈ എം. ഓക്കെ അല്ലേ? നമുക്കറിയാം ഇവിടുന്ന് ടൈം പീരീഡ് കണ്ടുപിടിച്ചുകൂടെ. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി അല്ലേ? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ഓഫ് ഫ്രീക്വൻസി ആണ്. നമ്മുടെ ടൈം പീരീഡ് ഇക്വേഷൻ ഇതിനെ തിരിച്ചിടുക. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് എന്ത് വരും? m/k എന്ന് വരും. ഇതാണ് ടൈം പീരീഡ് ഓഫ് എന്താ? സ്പ്രിങ്ങിന്റെ ആണ്. ഫ്രീക്വൻസി ആയി ടൈം പീരീഡുമായി. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ മക്കളെ, ഇനി ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കേസാണ് സിമ്പിൾ പെൻഡുലം. അപ്പോൾ അതിന്റെ പ്രൂഫ് ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ നല്ല രീതിയിലാണ് പ്രൂഫ് പഠിക്കുന്നത്. ഓക്കെ, ഞാൻ അതിന്റെ ഇക്വേഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. സിമ്പിൾ പെൻഡുലത്തിന്റെ ഇക്വേഷൻ നോക്ക്, ടൈം പീരീഡിന്റെ ഇക്വേഷൻ. ഓക്കെ, നമ്മളെ മെഷർമെന്റ്സിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ? ടൈം പീരീഡിന്റെ ഇക്വേഷൻ ദാറ്റ് ഈസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് എന്താണ്? L/g. ഓക്കെ, ഇതാണ് ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പ്രൂഫ് പറയുന്നില്ല. അപ്പോൾ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇക്വേഷൻ ആണ് 2π ഇൻറ്റു റൂട്ട് ഓഫ് L/g ആണ്. ഓക്കെ, ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നതാണ് ഡാംഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം. എന്താണ് ഡാംഡ് ഓസിലേഷൻ? നോട്ട് ചെയ്തിടുക. ഡാംഡ് ഓസിലേഷൻ. ഓക്കെ ഓക്കെ മക്കളെ, ഡാംഡ് ഓസിലേഷൻ അഥവാ ഡാംഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഇതാണ്. ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്ന ഓസിലേഷൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡാംഡ്. ഡാംഡ് മീൻസ് ഡിക്രീസിങ് ആംപ്ലിറ്റ്യൂഡ് അല്ലേ? ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്ന ഓസിലേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡാംഡ് ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്ന ഓസിലേഷനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡാംഡ് ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അപ്പാരറ്റസ് ഒന്ന് നോക്കുക. ഡാംഡ് ഓസിലേഷൻ. ഓക്കെ, റിജിഡ് സപ്പോർട്ട് വെച്ചിട്ടുണ്ട്, ഒരു സ്പ്രിംഗ് ഉണ്ട്, ഒരു ബ്ലോക്ക് ഓഫ് മാസ് ഉണ്ട്. ഓക്കെ, ഒരു ലിക്വിഡിനകത്തോട്ട് നമ്മൾ ഇറക്കി വെക്കാൻ പോവാം അല്ലേ? അതായത് ഇത് നമ്മൾ നമ്മുടെ ലിക്വിഡിനകത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്കറിയാം. ഞാൻ എക്സാമ്പിൾ പറയാം. ഡാംഡ് ഓസിലേഷൻ എന്ന് പറയാൻ അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു കല്ലെടുത്ത് താഴേക്ക് ഇടുകയാണ്. എന്നിട്ട് താഴെ ഒരു ബക്കറ്റിൽ വെള്ളം വെക്കുകയാണ്. അപ്പോൾ കല്ല് മേളിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് താഴേക്ക് വീഴുകയാണ്. ഒരു പർട്ടിക്കുലർ സ്പീഡിൽ എയറിൽ വരുമല്ലോ കല്ല്. വന്നിട്ട് ആ വെള്ളത്തിനകത്തോട്ട് കയറുമ്പോൾ അതിന്റെ വെലോസിറ്റി കുറയോ കൂടുവോ? വെലോസിറ്റി കുറയത്തില്ലേ? കാരണം എന്താണ്? വെള്ളത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് ഒരു വിസ്കസ് ഫോഴ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ വെള്ളത്തിനകത്തോട്ട് കയറുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്ത് ചെയ്യും? കുറയത്തില്ലേ? വെലോസിറ്റി കുറയല്ലോ. അപ്പോൾ ആ കാര്യം ആലോചിക്കുക. അതായത് നമ്മൾ നോക്കി, ഇവിടുന്ന് എയറിൽ വരുന്ന അതേ സ്പീഡ് എവിടെ കിട്ടത്തില്ല? ഈ ലിക്വിഡിനകത്ത് കിട്ടുമോ? ഇല്ല. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? താഴോട്ട് വരുമ്പോൾ ഈ വെയിൻ എന്ന് പറയുന്ന സാധനം താഴേക്ക് വരുമ്പോൾ എന്ത് കുറഞ്ഞു വരുന്നു? ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഈ വെയിനിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെ ഉണ്ടാവും? ടോട്ടൽ ഫോഴ്സിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഒന്ന്, ഈ സ്പ്രിങ് കൊടുക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും, സ്പ്രിംഗ് ഫോഴ്സ്. അത് നമുക്ക് ഞാൻ Fx എന്ന് എടുത്തു. സ്പ്രിംഗ് ഫോഴ്സിനെ ഞാൻ എന്തെടുത്തു? Fx എന്ന് എടുത്തു. അതുകൂടാതെ ഒരു ഡാമ്പിംഗ് ഫോഴ്സ് കൂടെ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ അവിടെ പഠിക്കുന്നതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്താ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് താഴോട്ട് പോകുമ്പോൾ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും, -v ക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഡാമ്പിംഗ് ഓസിലേഷൻ അല്ലെങ്കിൽ ഡാംഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ എന്ത് ചെയ്യാം? ഡിക്രീസ് ചെയ്യുന്ന ഓസിലേഷൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡാംഡ് ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്ന ഓസിലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡാംഡ് ഓസിലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഉണ്ടാകുന്ന ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ അല്ലെങ്കിൽ നെഗറ്റീവ് ഓഫ് v. അതായത് ഡാമ്പിംഗ് ഫോഴ്സ് എന്തിന് പ്രപ്പോർഷണൽ? വെലോസിറ്റിക്ക് പ്രപ്പോർഷണൽ ആണ്. എന്തുകൊണ്ടാണ് മൈനസ് സൈൻ അവിടെ വന്നത്? വെലോസിറ്റി കുറഞ്ഞു വരില്ലേ? അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ അല്ലേ? അതായത് ഡാമ്പിംഗ് നടക്കുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പൊ ഇവിടുന്ന് വരുന്ന അതേ വെലോസിറ്റി ഇവിടെ കിട്ടത്തില്ല, വെള്ളത്തിൽ കിട്ടത്തില്ല. അപ്പൊ എന്ത് കുറഞ്ഞു വരും? വെലോസിറ്റി ഡിക്രീസ് ചെയ്ത് വരും അല്ലേ? അപ്പൊ ഡാമ്പിംഗ് ഫോഴ്സ് ഈസ് പ്രപ്പോർഷണൽ ടു വെലോസിറ്റി ആണ്. അവിടെ നമുക്ക് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മാറ്റി കഴിഞ്ഞാൽ FD is equal to -b into v എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ ഡാമ്പിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടി? -bvv. എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നത്? വെലോസിറ്റി എന്ന് പറഞ്ഞൊരു ഡിക്രീസിങ് ഫംഗ്ഷൻ അല്ലേ? വെലോസിറ്റി ഡിക്രീസ് ചെയ്ത് വരുമല്ലേ? ഓക്കെ, അപ്പോൾ നോക്കുക, ബി ഈസ് കോൾഡ് ഡാമ്പിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയും. ബിയെ നമ്മൾ എന്താന്ന് വിളിക്കും? ഡാമ്പിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയും.
ബി നമ്മൾ എന്ത് പറയും ഡാമ്പിംഗ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ ഫോഴ്സ് ആണ്? ഇതെന്ത് ഫോഴ്സ് ആണ്? സ്പ്രിംഗ് ഫോഴ്സ്. ഓക്കെ, എന്ത് ഫോഴ്സ് ആണ്? സ്പ്രിംഗ് ഫോഴ്സ്. ഇതെന്ത് ഫോഴ്സ് ആണ്? ഡാമ്പിംഗ് ഫോഴ്സ്. സ്പ്രിംഗ് ഫോഴ്സും ഡാമ്പിംഗ് ഫോഴ്സ്. ഓക്കെ അല്ലേ? അപ്പൊ എഫ് എക്സ് എന്ന് പറയുന്നത് സ്പ്രിംഗ് ഫോഴ്സ്, എഫ് ഡി എന്ന് പറയുന്നത് എന്താ മക്കളെ? ഡാമ്പിംഗ് ഫോഴ്സ് ആണ്. ഓക്കെ, ഇങ്ങോട്ട് നോക്കുക, ദാറ്റ് ഈസ് എഫ് എക്സ്. നോക്കുക, എഫ് എക്സിന് പകരം നമുക്ക് എഴുതാം എന്താ? സ്പ്രിംഗ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? സ്പ്രിംഗ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് അല്ലെ? ഹുക്ക് ഷോയിലൊക്കെ നമ്മൾ പഠിക്കുന്നല്ലേ? എക്സ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? അതിന്റെ ആ ഒരു മൂവ്മെന്റ് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് എലോങ്ങേഷൻ അല്ലേ? ഓക്കെ, ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു എഫ് എക്സിന് പകരം ഞാൻ മൈനസ് കെ എക്സ് കൊടുത്തു. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? ഇതെന്താ കണ്ടുപിടിച്ചത്? ഒരു ഡാംഡ് ഓസിലേഷനിലെ ടോട്ടൽ ഫോഴ്സ് ആരൊക്കെ ചേർന്നാ കൊടുക്കുന്നത്? സ്പ്രിംഗ് ഫോഴ്സും ഉണ്ട്, അതിന്റെ കൂടെ എന്തുകൊണ്ട്? ഡാമ്പിംഗ് ഫോഴ്സും ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? സ്പ്രിംഗ് ഫോഴ്സും ഉണ്ട്, അതിന്റെ കൂടെ എന്തുകൊണ്ട്? ഡാമ്പിംഗ് ഫോഴ്സും ഉണ്ട്. അപ്പൊ എന്ത് വന്നു? എഫ് ഇസ് ഈക്വൽ ടു എഫ് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് കെ എക്സ് എന്ന് കൊടുക്കാം. പ്ലസ് എഫ് ഡിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? മൈനസ് ബി വി എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് എന്ത് വന്നു? ദാറ്റ് ഈസ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്ന് വരും, മൈനസ് ബി വി എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി അത് രണ്ടും ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാ, ഐ എഫ് പ്ലസ് ബി വി പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതി? 0 എന്ന് എഴുതി. ആണല്ലോ? ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിലൂടെ നമ്മൾ കൊണ്ടുപോകാൻ പോവാ അല്ലെ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ പഠിക്കുന്നല്ലേ? നമുക്ക് എഫിന് പകരം മാസ് ഇൻറ്റു ആക്സിലറേഷൻ എഴുതാമല്ലോ. ഫോഴ്സിന് പകരം ഞാൻ എന്ത് എഴുതി? മാസ് ഇൻറ്റു ആക്സിലറേഷൻ എഴുതി. പ്ലസ് എന്ത് വരും? ബി ഇൻറ്റു വി എന്ന് എഴുതി. ഓക്കെ, ഒരുമിച്ച് എഴുതാം നമുക്ക്. പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 0 എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഇക്വേഷൻ ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ മക്കളെ? ഒരു കാര്യം നോക്കി, അതായത് നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എക്സ് ബൈ ഡി ടി അല്ലെ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഡി വി ബൈ ഡി ടി അല്ലെ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആണല്ലോ. അതായത് വെലോസിറ്റിയെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടത്തില്ലേ? അപ്പൊ നോക്കിയാൽ മക്കളെ, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ്, നമുക്ക് വിക്ക് പകരം എന്ത് എഴുതാം? നമുക്ക് ഡി എക്സ് ബൈ എന്താ എഴുതാം? ഡി ടി എഴുതാം. എന്തെഴുതാം? വിക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഇക്വൽ ടു രണ്ട് വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പോരെ എന്ത് വരും? ദാറ്റ് ഈസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ ആക്സിലറേഷൻ ഫോർമുല എന്താണ്? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. അതായത് ആ ഡിസ്പ്ലേസ്മെന്റിനെ ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി കിട്ടും, 2 പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എം എ അല്ലേ? ഞാൻ എം ഇൻറ്റു ഓക്കെ എക്ക് പകരം ഞാൻ എന്ത് കൊടുക്കാൻ പോവാ? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലേ ഉള്ളൂ. എക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു പറഞ്ഞേ വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? ഡി എക്സ് ബൈ ഡി ടി എന്ന് കൊടുക്കാം. ഓക്കെ, ബിക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? ഡി എക്സ് ബൈ ഡി ടി എന്ന് കൊടുത്തു. അപ്പോൾ എക്ക് പകരം എഫ് ഇസ് ഈക്വൽ എമ്മിന് എക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് കൊടുത്തു. പ്ലസ് ബി ഇൻറ്റു വിക്ക് പകരം എന്ത് കൊടുത്തു? ഡി എക്സ് ബൈ ഡി ടി വെലോസിറ്റി പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഇതാണ് എന്തിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ ഡാംഡ് ഓസിലേഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനകത്ത് കുറച്ച് പിന്നെ ഒരു റെസൊണൻസ് എന്ന് പറഞ്ഞൊരു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏത് ചാപ്റ്ററിൽ നോക്കി വയ്ക്കുക? ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നോക്കി വയ്ക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ മക്കളെ, ഇനി വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതാണ് അല്ലെ? വേവിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ മക്കളെ, വേവിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ വേവ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലെ? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, അതുപോലെ ഇത് വേവ് മാറ്റർ വേവ്. ഇങ്ങനെയല്ലേ? വേവിന്റെ ജനറൽ ക്ലാസിഫിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? മെക്കാനിക്കൽ വേവ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, പിന്നെ എന്താണ് മാറ്റർ വേവ്. ഓക്കെ മക്കളെ, എന്താണ് മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ? ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമുള്ള വേവ് അല്ലെ? ഇറ്റ് റിക്വയർസ് എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ. അതായത് ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമുള്ള വേവ്സ് നമുക്ക് എന്ത് വിളിക്കാം? മെക്കാനിക്കൽ വേവ്സ് എന്ന് പറയാം. ട്രാവൽ ചെയ്യാൻ മീഡിയം ആവശ്യമുള്ള വേവ്സ്. എക്സാമ്പിൾ സൗണ്ട് വേവ്. സൗണ്ട് വേവ് എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു എന്ത് വേവാണ്? മെക്കാനിക്കൽ വേവ് അല്ലേ? നമുക്ക് സൗണ്ട് ട്രാവൽ ചെയ്യാൻ എന്ത് വേണം? മീഡിയം വേണ്ടേ? ഓക്കെ, അപ്പൊ ട്രാവൽ ചെയ്യാൻ എന്താ മീഡിയം ആവശ്യമുള്ള വേവിനെ നമുക്ക് മെക്കാനിക്കൽ വേവ് എന്ന് പറയാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നതാണ് അല്ലേ? എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറഞ്ഞാൽ? ട്രാവൽ ചെയ്യാൻ എന്ത് ആവശ്യമില്ല? മീഡിയം ആവശ്യമില്ല. ഓർമ്മയുണ്ടല്ലോ? ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും അല്ലേ? പഠിച്ചിട്ടുള്ളതല്ലേ? അപ്പോൾ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിനകത്ത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിലെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾസ് എന്തൊക്കെ വരും? എക്സ്റേ, 2-3 എക്സാമ്പിൾസ് പറയാം. എക്സ്റേ, ഗാമ റേ, ഓക്കെ,
ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അടുത്ത് വരുന്നതാണ് മാറ്റർ വേവ് ആണ്. അപ്പൊ മാറ്റർ വേവ് എന്ന് പറഞ്ഞാൽ മാറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന വേവിനെ നമ്മൾ എന്ത് പറയുന്നത്? മാറ്റർ വേവ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇപ്പൊ ഇലക്ട്രോണുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് പ്രോട്ടോണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേവ്, മനസ്സിലായോ? ഇതൊക്കെ നമ്മൾ എന്ത് വിളിക്കാം? മാറ്റർ വേവ്സ് എന്ന് വിളിക്കാം. ക്ലിയർ ആണേ? പക്ഷേ നമ്മുടെ വേവിന്റെ ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വേവിന്റെ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വേവിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ട്രാൻസ്വേഴ്സ് വേവ് എന്നും ട്രാൻസ്വേഴ്സ് വേവ് എന്നും അതുപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. സോ വേവിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഇതൊക്കെയാണ്. ട്രാൻസ്വേഴ്സ് വേവ് എന്നും ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അതായത് എന്താണ് ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ? ഒരു എക്സാമ്പിൾ ഞാൻ വരയ്ക്കാം. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാവൽ ചെയ്യുന്നത് നമുക്കറിയാം. ഇത് നിങ്ങൾ പഠിച്ചതാണ്, കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ് അല്ലെ? ക്രസ്റ്റ് ആൻഡ് ട്രഫ് ആയിട്ടാണ് അല്ലെ? ഇതെന്താണ്? ഒരു എന്ത് വേവാണ്? ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഓക്കെ, നമ്മൾ ഈ പോസിറ്റീവ് പീക്ക് നമ്മൾ എന്താ വിളിക്കുക? ക്രസ്റ്റ് എന്ന് വിളിക്കാറുണ്ട് അല്ലെ? ഈ നെഗറ്റീവ് പീക്കിന് നമ്മൾ എന്താ വിളിക്കുക? ട്രഫ് എന്ന് വിളിക്കാറുണ്ട് അല്ലെ? നെഗറ്റീവ് പീക്കിന് നമ്മൾ എന്താ വിളിക്കാറ്? ട്രഫ് എന്ന് വിളിക്കാറുണ്ട് അല്ലെ? ക്രസ്റ്റും ട്രഫും ആയിട്ടാണ് എന്ത് പോകുന്നത്? ട്രാൻസ്വേഴ്സ് വേവ് പോകുന്നത്. ഓക്കെ, ഞാൻ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിൾ വരയ്ക്കാൻ കേട്ടോ. സൗണ്ട് വേവ് എന്ത് വേവാണ്? ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ് കേട്ടോ. അതായത് ഒരു ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കുക, ഇവിടെ വേവ് പോകുന്ന ഡയറക്ഷൻ എങ്ങോട്ടാ? ഈ ഡയറക്ഷനിലല്ലേ വേവ് പോകുന്നത്? വേവ് അങ്ങോട്ടല്ലേ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഞാനൊരു പാർട്ടിക്കിൾ എടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു വേവിന് ജസ്റ്റ് ഞാൻ ഇവിടെ നിന്നൊരു പാർട്ടിക്കിൾ എടുത്താൽ ഈ പാർട്ടിക്കിൾ എങ്ങോട്ടായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്? മുകളിലോട്ടല്ലേ? ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്ന് ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണ്. ഇവിടെ നിന്ന് ഒരു പാർട്ടിക്കിൾ എടുത്താൽ ഈ പാർട്ടിക്കിൾ എങ്ങോട്ടായിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്? താഴോട്ടല്ലേ? ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണ്. അത് വൈബ്രേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഇങ്ങോട്ടല്ലേ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഒരു പാർട്ടിക്കിൾ എടുത്താൽ അത് എങ്ങോട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? ഇങ്ങോട്ടല്ലേ? അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ആ വേവിന്റെ പ്രൊപ്പഗേഷൻ എങ്ങോട്ടാണ്? റൈറ്റ് സൈഡിലോട്ടാണ് അല്ലെ? ആ സൈഡിലോട്ടാണ്. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് ഒരു പാർട്ടിക്കിൾ എടുത്താൽ അത് എങ്ങോട്ടാണ് വൈബ്രേറ്റ് ചെയ്യുന്ന? ഒരു പാർട്ടിക്കിൾ. നമുക്കറിയാം വേവിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? വേവ് ഒപ്റ്റിക്സിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു പാർട്ടിക്കിൾ എങ്ങോട്ടാണ്? മുകളിലോട്ട് പോവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഒരു പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്ന എങ്ങോട്ടാണ്? മുകളിലോട്ടാണ് അല്ലെ? ഇവിടുന്ന് ഒരു പാർട്ടിക്കിൾ എടുത്ത് വൈബ്രേറ്റ് ചെയ്യുന്ന എങ്ങോട്ടാണ്? അപ്പോൾ നിങ്ങൾ നോക്കി, ഇവിടുന്ന് ഒരു പാർട്ടിക്കിൾ എടുത്തപ്പോൾ അത് മുകളിലോട്ടല്ലേ വൈബ്രേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ പാർട്ടിക്കിളിന്റെ വൈബ്രേഷൻ എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എന്നോട്ടാണ്? അങ്ങോട്ടാണ്. എന്ന് പറഞ്ഞാൽ അത് രണ്ടും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട്. അതായത് ഇവിടെ പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷനും ഏതാണ്? വേവിന്റെ പ്രൊപ്പഗേഷനും എന്തായിരിക്കും? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറഞ്ഞാൽ അവിടെ പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് പോകുന്നത്? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അവിടെ എന്ത് പോകുന്നത്? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഇനി രണ്ടാമത് ഏതാ മക്കളെ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അപ്പോൾ എന്താ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയാം. അതായത് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നതിന് അതേ ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, നമുക്ക് എന്ത് പറയാം? അതിന് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് ട്രാവൽ ചെയ്യുന്ന എന്തൊക്കെയായിട്ടാണ് മക്കളെ? ക്രസ്റ്റും ട്രഫും ആയിട്ടായിരിക്കും. ഇനി ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ട്രാവൽ ചെയ്യുന്നത് കണ്ടൻസേഷൻസ് ആൻഡ് റെയർഫാക്ഷൻസ് ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അപ്പം നമുക്ക് ചുറ്റുമുള്ള എയർ എന്ത് ചെയ്യുന്നുണ്ട്? വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് ഈ എയർ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റും തന്നെ പ്രഷർ കൂടിയൊരു പൊസിഷനും ഉണ്ടാവും, പ്രഷർ കുറഞ്ഞൊരു പൊസിഷനും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് നല്ല രീതിയിൽ വായിച്ചു. വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റിലെ പോർഷൻ നല്ലപോലെ വായിച്ചാൽ കിട്ടും. അപ്പോൾ എന്താണ്? കണ്ടൻസേഷൻസ് ആൻഡ് റെയർഫാക്ഷൻസ്. അതായത് പ്രഷർ കൂടിയൊരു ഭാഗം ഉണ്ടാവും, കുറഞ്ഞ പ്രഷർ കൂടിയ ഭാഗത്ത് നമ്മൾ എന്ത് വിളിക്കും? കണ്ടൻസേഷൻസ് എന്നും പ്രഷർ കുറഞ്ഞ ഭാഗത്ത് നമ്മൾ എന്ത് വിളിക്കും? റെയർഫാക്ഷൻസ്. അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സ് വേവ് ട്രാവൽ ചെയ്യുന്ന എന്തൊക്കെയായിട്ടാണ്? ക്രസ്റ്റ് ആൻഡ് ട്രഫ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എക്സാമ്പിൾ എന്ത് പറയും? ഒരു ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ഒരു സ്ട്രിങ്ങിന്റെ വൈബ്രേഷൻ എന്തിന് എക്സാമ്പിൾ ആണ്? ട്രാൻസ്വേഴ്സ് വേവിന്റെ വൈബ്രേഷൻ ട്രാൻസ്വേഴ്സ് വേവിന് എക്സാമ്പിൾ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് ഒരു എക്സാമ്പിൾ വരാം. സൗണ്ട് വേവ് എന്താണ്? ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന് എക്സാമ്പിൾ ആണ്. ഇത്രയാണ് ഇതിന്റെ എന്ത് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണേ? ഓക്കെ, ഇനി നമ്മളൊരു വേവിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് വേവിന്റെ ഇക്വേഷൻ, ദാറ്റ് ഈസ് y is equal to a sin of kx minus omega t plus 5. ഒരു വേവിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. അതായത് ഒരു വേവ് പോസിറ്റീവ് എക്സ് ഡിറക്ഷനിൽ പോയാൽ, ഇക്വേഷൻ ഇതാണ്, ഒരു വേവ് പോസിറ്റീവ് എക്സ് ഡിറക്ഷനിൽ മൂവ് ചെയ്താൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആണ് y is equal to a sin of kx minus omega t plus 5. നിങ്ങൾ പഠിച്ചതാ. അതുപോലെ ഒരു വേവ് നെഗറ്റീവ് എക്സ് ഡിറക്ഷനിൽ മൂവ് ചെയ്താൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y is equal to a sin of എന്ത് വരും? kx plus omega t plus 5. ഇതെന്താണ്? ഒരു വേവ് നെഗറ്റീവ് എക്സ് ഡിറക്ഷൻ. ഓക്കെ, ഓരോ നോക്കുക. ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫേസ് ആംഗിൾ ആണ്, ഫേസ് ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി ആണ്. കെ എന്ന് പറഞ്ഞാൽ
അതിന് നമ്മൾ പല പേരുകൾ പറയും. വേവ് നമ്പർ എന്ന് പറയും, കെ നമ്മൾ വേവ് നമ്പർ എന്ന് പറയും, അല്ലെങ്കിൽ വേവ് വെക്ടർ എന്ന് പറയും, വേവ് നമ്പർ എന്ന് പറയും, അല്ലെങ്കിൽ വേവ് വെക്ടർ എന്ന് പറയും, ഓർ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, ഇത്രയും പേരുകളാണ് പറയാം. വേവ് നമ്പർ, അല്ലെങ്കിൽ വേവ് വെക്ടർ, അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ നോക്കുക, കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 2π/λ ആണ്. ഇക്വേഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, മെയിൻ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. കെ ഈസ് ഈക്വൽ എന്നാണ് 2π/λ. ഓക്കെ അല്ലേ? അപ്പോൾ പോസിറ്റീവ് എക്സിലെ ഫോമുല അറിയാം, നെഗറ്റീവ് എക്സിലെ ഫോമുല അറിയാം. ഓക്കെ, ഇത് നല്ലപോലെ നോക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്, സ്ട്രിങ്ങിന്റെ വൈബ്രേഷൻ, സ്പീഡ് ഓഫ് വേവിന്റെ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്പീഡ് ഓഫ് വേവിന്റെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് T/μ. ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട് അതിന്റെ. ഓക്കെ അല്ലേ? സ്പീഡ് ഓഫ് വേവ് എന്താണ് ഇക്വേഷൻ? എന്താ? V is equal to റൂട്ട് ഓഫ് എന്താണ്? T/μ. ഓക്കെ അല്ലേ? വേർ T എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഫോഴ്സ് ആണ്. T എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻഷൻ ഫോഴ്സ് ആണ്. അല്ല, μ എന്ന് പറഞ്ഞാൽ മാസ് ഡെൻസിറ്റി ആണ്, അല്ലെങ്കിൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. μ എന്ന് പറഞ്ഞാൽ എന്താ? മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ റൂട്ട് ഓഫ് V is equal to എന്താണ്? റൂട്ട് ഓഫ് എന്താണ്? T/μ ആണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ നോക്കുക. ഓക്കെ, ഇനി അടുത്ത പറയുന്നത് സ്റ്റാൻഡിങ് വേവ്സ്. സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേവ്സ്, ശ്രദ്ധിച്ചിരിക്കുക. സ്റ്റാൻഡിങ് വേവ്സ് ഇക്വേഷൻസ് മാത്രമേ പറയത്തുള്ളൂ. സ്റ്റാൻഡിങ് വേവ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് വേവ്സ്. ഒരു വേവ് ഇതാ പോകുന്നുണ്ടോ? ഒരു വേവ് പോസിറ്റീവ് എക്സ് ഡിറക്ഷനിൽ പോവുകയാണ്. ഒരു വേവ് എങ്ങോട്ട് പോവുക? പോസിറ്റീവ് എക്സ് ഡിറക്ഷൻ. ഓക്കെ, ഒരു വേവ് പോസിറ്റീവ് എക്സ് ഡിറക്ഷനിൽ പോവുകയാണ്. ഓക്കെ അല്ലേ? ഒരു വേവ് പോസിറ്റീവ് എക്സ് ഡിറക്ഷനിൽ പോവുകയാണ്. ഇനി നോക്കാം, വേറൊരു വേവ് എന്ത് വരുവാണ്? നെഗറ്റീവ് എക്സ് ഡിറക്ഷനിൽ വരികയാണ്. കണ്ടോ? വേറൊരു വേവ് എങ്ങനെ വരുവാണ്? നെഗറ്റീവ് എക്സ് ഡിറക്ഷനിൽ വരികയാണ്. ഒരു വേവ് എങ്ങനെ പോവുകയാണ്? ആദ്യം പോസിറ്റീവ് എക്സ് ഡിറക്ഷനിൽ പോവുകയാണ്. നമുക്ക് വേറൊരു വേവ് അവിടെ ഇങ്ങോട്ട് എങ്ങനെ വരുന്നുണ്ട്? നെഗറ്റീവ് എക്സ് ഡിറക്ഷനിൽ വരുന്നുണ്ട്. ഓക്കെ ആണേ? അപ്പോൾ ഒന്ന് പോസിറ്റീവ് എക്സ്, ഒന്ന് എന്താണ്? നെഗറ്റീവ് എക്സ് ഡിറക്ഷനിൽ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് വേവ്സ് ഓൾമോസ്റ്റ് സെയിം ഫ്രീക്വൻസിയും സെയിം ആംപ്ലിറ്റ്യൂഡും, അതായത് ഒരേ ഫ്രീക്വൻസിയും ഒരേ ആംപ്ലിറ്റ്യൂഡുമുള്ള രണ്ട് വേവ്സ് എങ്ങനെ പോവുക? ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത്, ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇത് രണ്ട് പോകുന്ന ഡയറക്ഷന് പോകത്തില്ല. ഒന്ന് പോസിറ്റീവ് എക്സ്, ഒന്ന് നെഗറ്റീവ് എക്സ് അല്ലേ? അപ്പോൾ രണ്ട് വേവ്സ് നിയർലി സെയിം ഫ്രീക്വൻസിയും സെയിം ആംപ്ലിറ്റ്യൂഡുമുള്ള രണ്ട് വേവ്സ്. അപ്പോൾ ഇതിന്റെ റിസൾട്ടന്റ് എന്ന് പറയുന്നത് ഇത് രണ്ട് പോകുന്ന പാത്തിലും പോകത്തില്ല. എന്തായിരിക്കും റിസൾട്ടന്റ്? ഇത് രണ്ടും പോകാത്ത ഒരു പാത്തിലായിരിക്കും റിസൾട്ടന്റ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിന്റെ പ്രൂഫ് എന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ, അതായത് ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്, അതായത് സ്റ്റാൻഡിംഗ് വേവ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 2a sin kx ഇൻറ്റു എന്താണ്? കോസ് ഒമേഗ ടി. എന്താ കിട്ടുന്നത്? 2a sin kx into cos omega t. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എന്തിന്റെ ഇക്വേഷൻ? സ്റ്റാൻഡിംഗ് വേവ്സിന്റെ ഇക്വേഷൻ എഴുതാൻ വളരെ എളുപ്പമാണ്. ഞാൻ തുടക്കത്തിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന ഇക്വേഷൻ എന്താണ്? നമുക്ക് അതിന് y1 എന്ന് എടുക്കാം. പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന വേവിന്റെ ഇക്വേഷൻ, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന വേവിന്റെ ഇക്വേഷൻ എന്താണ്? a sin എന്ന് വരും kx മൈനസ് ഒമേഗ ടി ആയിരിക്കും. അപ്പോൾ അവിടെ എന്ത് 0 ആയിട്ട് എടുക്കും? ഫേസ് ആംഗിൾ 0 ആയിട്ട് എടുക്കും. ഇനിഷ്യൽ ഫേസ് ആണ്. സോറി, ഫൈ എന്ന് പറഞ്ഞാൽ എന്താ? ഇനിഷ്യൽ ഫേസ് ആണ്. ഇനിഷ്യൽ ഫേസ് എന്തായിട്ട് എടുക്കും? 0 ആയിട്ട് എടുക്കും. ഓക്കെ, ഒരു വേവ് നെഗറ്റീവ് എക്സ് ഡിറക്ഷനിലാണ് പോകുന്നതെങ്കിൽ, ഒരു വേവ് നെഗറ്റീവ് എക്സ് ഡിറക്ഷനിലാണ് പോകണമെങ്കിൽ ദാറ്റ് ഈസ് y2 is equal to എന്ന് വരും a sin എന്തെന്ന് വരും kx പ്ലസ് എന്ന് വരും ഒമേഗ ടി എന്ന് വരും. ഓക്കെ അല്ലേ? സോ ഇത് നമ്മൾ ആഡ് ചെയ്ത് പ്രൂഫൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കിട്ടും? y is equal to എന്ത് കിട്ടും? 2a sin kx into എന്തെന്ന് കിട്ടും? cos omega t എന്ന് കിട്ടും. ഇതിൽ നോക്ക്, ഈ റിസൾട്ടന്റ് വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 2a sin kx ആണ്. ഇതെന്തല്ല? ഒരു മൂവിങ് വേവ് അല്ല. മനസ്സിലായോ? ഇതൊരു സ്റ്റാൻഡിങ് വേവ് ആണ്. ഓക്കെ, റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡിങ് വേവ് ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് എ മൂവിങ് വേവ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 2a sin kx ആണ് ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നിന്നാണ് രണ്ട് കേസസ് പഠിക്കുന്നത്, അതായത് നോഡും പഠിക്കുന്നുണ്ട്, നമ്മൾ ആന്റി നോഡും പഠിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിവിടെ ആംപ്ലിറ്റ്യൂഡ് എത്ര മക്കളെ? 2a sin kx ആണ് അല്ലെ? അപ്പോൾ ആദ്യത്തെ വേവിന്റെ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ പോകുന്ന അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്ര? a ആണ്. നെഗറ്റീവ് എക്സിൽ പോകുന്നതിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്ര? a ആണ്. നമുക്ക് റിസൾട്ടന്റിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്ര വരും? 2a sin kx വരും. ഇനി നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ ഓഫ് മിനിമം ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? നോഡ് എന്ന് വിളിക്കുന്നത്. അതായത് മിനിമം ആംപ്ലിറ്റ്യൂഡ് വരുന്ന പൊസിഷനെ നമ്മൾ എന്തെന്ന് വിളിക്കും? നോഡ് എന്നും. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള പൊസിഷനെ നമ്മൾ എന്തും വിളിക്കും? ആന്റി നോഡ് എന്ന് വിളിക്കും. മിനിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള പൊസിഷൻ നമ്മൾ എന്ത് വിളിക്കും? നോഡ് എന്നും. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള പൊസിഷൻ നമുക്ക് എന്ത് വിളിക്കും? എന്താണ്? ആന്റി നോഡ്. ഓക്കെ, ശ്രദ്ധിക്കുക.
ഈ മിനിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കി ഇതല്ലേ 2a sin kx മിനിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡ് എത്ര വരണം നമുക്ക് 0 വരണം. ഓക്കെ, മാക്സിമം രണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് എയും ആണ്. അപ്പം മിനിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും a മൈനസ് എന്ത് വരണം 0 വരണം, അതായത് ആംപ്ലിറ്റ്യൂഡ് എന്ത് വരണം 0 വരണം. അപ്പം ആംപ്ലിറ്റ്യൂഡ് അല്ലേ ഇത്, അപ്പൊ ഈ ആംപ്ലിറ്റ്യൂഡ് ദാറ്റ് ഈസ് 2a sin kx എന്തായിട്ട് വരണം മക്കളെ 0. ശ്രദ്ധിച്ചിരിക്കുക അല്ലെ, മിനിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് 0 ആണ്. ഓക്കെ, അപ്പം മിനിമം ആംപ്ലിറ്റ്യൂഡ് 0 എന്ന് വെച്ചാൽ നമുക്കറിയാം ആ റിസൾട്ടന്റ് വേവ് എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡിംഗ് വേവിന്റെ റിസൾട്ടന്റ് വേവിന്റെ ഇക്വേഷൻ എന്താണ് 2a sin kx ന്റെ cos omega t അല്ലേ, അതായത് 2a sin kx അല്ലേ അവിടുത്തെ കോൺസ്റ്റന്റ്, അപ്പോൾ അവിടെ അതായിരിക്കും അതിന്റെ എന്ത് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ 2a sin kx എന്തായിട്ട് മാറണം മക്കളെ 0 ആയിട്ട് മാറണം. അപ്പൊ നിങ്ങൾ നോക്കി 2 0 ആവുമോ, ഇല്ല, കോൺസ്റ്റന്റ് ആണ്. എയും 0 ആവത്തില്ലല്ലോ, പിന്നെ ആരായിരിക്കും 0 ആവുന്നത്, sin kx ആയിരിക്കും 0 ആവും. അതിന്റെ കണ്ടീഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ അല്ലേ, അപ്പൊ നോക്കാം 2a sin kx എന്തായിട്ട് മാറണം 0 ആയിട്ട് മാറണം. ഓക്കെ, ഇവിടെ അപ്പോൾ sin kx ഈക്വൽ ഞാൻ എന്താണെന്ന് എഴുതി 0 എന്ന് എഴുതി, കാരണം 2a എന്താണ് കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ sin kx 0 ആണെങ്കിൽ സൈൻ്റെ ഏതൊക്കെ വാല്യൂസ് മക്കളെ 0 വരുന്നത്, sin 0 എന്താണ് 0 ആണ് അല്ലെ, sin 180 എന്താണ് 0 ആണ്, sin 270 എന്താണ്, sin 360 എന്താണ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം sin kx ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം sin n pi എന്ന് പറഞ്ഞൂടെ, പറഞ്ഞ മനസ്സിലായ മക്കളെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. sin n pi is equal to എന്തായിരിക്കും എപ്പോഴും 0 ആയിരിക്കും. നോട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് ട്രിഗണോമെട്രിയിൽ പഠിക്കുന്നതാണ്. sin n pi എപ്പോഴും എന്തായിരിക്കും മക്കളെ 0 ആയിരിക്കും. ഓക്കെ അല്ലേ, അപ്പൊ നമുക്ക് sin kx ഈക്വൽ ടു 0ക്ക് പകരം എനിക്ക് എന്ത് തരാം sin n pi എന്ന് എഴുതി കൂടെ, വേർ n is equal to നമുക്ക് എന്ത് പറയാം, n is equal to 0 1 2 3 etc. കേട്ടോ, അപ്പോ sin kx 0 ആണെങ്കിൽ സൈൻ്റെ ഏതൊക്കെ വാല്യൂസ് അത് നമ്മളെ sin n pi 0 ആയിരിക്കും. അപ്പോൾ അതായത് sin 0 0 ആയിരിക്കും, sin pi, sin 2 pi, 3 pi, 4 pi, 6 pi എല്ലാം എന്തായിരിക്കും 0, sin 4 pi 0, sin 5 pi 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കിടക്കുക sin kx ഈക്വൽ ടു എന്ത് ഫോമിൽ കിടക്കുക മക്കളെ, sin n pi ഫോമിൽ കിടക്കുക. അങ്ങനെയാണെങ്കിൽ sin x ഈക്വൽ ടു sin y ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, x ഈക്വൽ ടു y എന്ന് എഴുതി കൂടെ. അപ്പോൾ എന്ത് എഴുതാം, kx ഈക്വൽ ടു n pi എന്ന് എഴുതി കൂടെ. നോക്കുക, sin x ഈക്വൽ ടു sin y ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, x ഈക്വൽ ടു എന്തെന്ന് എഴുതാം, y എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, kx ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാം n pi എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് k ക്ക് പകരം നമ്മൾ നേരത്തെ പറഞ്ഞത് k is equal to എന്താണെന്ന് പറഞ്ഞായിരുന്നു, വേവ് നമ്പർ അല്ലെങ്കിൽ വേവ് വെക്ടർ 2 pi by lambda ഇൻറ്റു x is equal to എന്ത് വരും മക്കളെ, n pi എന്ന് വരും. ഓക്കെ അല്ലേ, എന്താ ക്യാൻസൽ ചെയ്യും, pi ക്യാൻസൽ ചെയ്ത് പോയാൽ അവിടെ നമുക്ക് x is equal to എന്ന് കിട്ടും, ലാംഡ മേളിൽ കൊടുക്കുക 2 താഴെ കൊടുക്കുക. അപ്പോൾ എന്ത് x is equal to n lambda by 2 that is equal to 2. ഓക്കെ അല്ലേ, അവിടെ x is equal to നമുക്ക് എന്ത് കിട്ടി മക്കളെ, n lambda by 2 എന്ന് കിട്ടും. ഓക്കെ അല്ലേ, ക്ലിയർ ആണല്ലോ. ഇതാണ് പൊസിഷൻ ഓഫ് എന്താണ് നോഡ്. അപ്പോൾ എന്താ നോഡ് എന്ന് പറഞ്ഞാൽ മിനിമം ആംപ്ലിറ്റ്യൂഡ് ഉള്ള പൊസിഷന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ നോഡ് എന്ന് പറയും. ഓക്കെ അല്ലേ, അപ്പോൾ എന്തായിരിക്കും ആന്റി നോഡ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞ മക്കളെ ഒന്ന് നോക്കി. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ 2a sin kx എന്ന് പറയുന്നത് എത്ര വരണം, 2a into sin kx എന്ന് പറയുന്നത് എത്ര വരണം നോക്കണേ. ഒന്നിന്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാ, a അല്ലേ, രണ്ടാമത്തെ ആംപ്ലിറ്റ്യൂഡ് എത്ര, a അല്ലേ, രണ്ടും കൂടെ കൂട്ടുമ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എത്ര വരേണ്ട, 2a അല്ലേ മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ 2a വരണമെങ്കിൽ നോക്കാം, അപ്പോൾ 2a വരണമെങ്കിൽ എന്ത് ചെയ്യണം, 2a വരണമെങ്കിൽ ഇവിടെ എന്തായിട്ട് മാറണം, 2a വരണമെങ്കിൽ sin kx 1 ആയിട്ട് മാറണ്ടേ. അപ്പോൾ നോക്കുക, ഞാൻ കണ്ടീഷൻ വേണം ഒന്ന് എഴുതാം. അതായത് 2a sin kx എന്ന് പറയുന്നത് എത്രയാവണം, 2a ആവണം. അങ്ങനെ 2a ആവണമെങ്കിൽ നമുക്ക് എന്താവണം ഇവിടെ, sin kx ഈക്വൽ ടു 1 ആവണ്ടേ. നോക്കണേ, sin kx ഈക്വൽ ടു 1 ആയാലല്ലേ 2a ആവത്തുള്ളൂ. 2a എന്ന് പറഞ്ഞാൽ എന്താ, ഒരെണ്ണത്തിന്റെ ആംപ്ലിറ്റ്യൂഡ് a, രണ്ടാമത്തെ ആംപ്ലിറ്റ്യൂഡ് a, അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോൾ a പ്ലസ് എത്ര 2a. അപ്പോൾ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് 2a, മിനിമം ആംപ്ലിറ്റ്യൂഡ് എത്രയാ 0. അപ്പോൾ എന്ത് വേണം, sin kx 1. അപ്പോൾ നമ്മൾ സൈൻ്റെ ഏതൊക്കെ വാല്യൂസിനാണ് 1 വരുന്നത്, sin 91 ആണ് അല്ലേ. അങ്ങനെ ഏത് വരും, അപ്പോൾ സൈൻ്റെ nth കേസ് പറയണം, സൈൻ്റെ ഏതൊക്കെ വാല്യൂസിനാണ് 1 വരുന്നത്, sin kx ഈക്വൽ ടു n പ്ലസ് ഹാഫ് ഇൻറ്റു എന്ത് വരും, pi by 2 വരും. ഓക്കെ അല്ലേ, സോറി n പ്ലസ് ഹാഫ് ഇൻറ്റു പൈ എന്ന് വരും. സൈൻ്റെ നോക്കുക, sin kx ഈക്വൽ ടു എന്താണ് 1 വരുന്ന ഏതൊക്കെ വാല്യൂസിനാണ്, n പ്ലസ് ഹാഫ് ഇൻറ്റു പൈ. ഓക്കെ അല്ലേ, ദാറ്റ് ഈസ് ഞാൻ ഒന്നുകൂടെ എഴുതാം, ദാറ്റ് ഈസ് സൈൻ ഓഫ് kx ഈക്വൽ ടു സൈൻ ഓഫ് എന്തെന്ന് പറയാം, n പ്ലസ് ഹാഫ് എ ഇൻറ്റു പൈ. ഓക്കെ അല്ലേ, അപ്പോൾ സൈൻ്റെ n പ്ലസ് ഹാഫ് ഇൻറ്റു പൈയുടെ വാല്യൂ എത്രയായിരിക്കും, 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അറിയാം sin x ഈക്വൽ ടു സൈൻ വൈ ദാറ്റ് ഈസ് kx ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം മക്കളെ, n പ്ലസ് ഹാഫ് ഇൻറ്റു എന്നെന്ന് എഴുതാം, പൈ എന്ന് എഴുതാം. ഓക്കെ അല്ലേ, അപ്പോൾ kx ഈക്വൽ ടു n പ്ലസ് ഹാഫ് ഇൻറ്റു പൈ. kക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ, ദാറ്റ് ഈസ് 2 pi by lambda എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 2 pi by lambda ഇൻറ്റു x ഈക്വൽ ടു എന്നു വരും n പ്ലസ് ഹാഫ് ഇൻറ്റു എന്നു വരും പൈ എന്ന് വരും. ഓക്കെ അല്ലേ, അപ്പോൾ എന്ത് ക്യാൻസൽ ചെയ്ത് പോയി, പൈ ക്യാൻസൽ ചെയ്ത് പോയി.
ഓക്കെ, അവിടെ നിന്ന് കിട്ടും ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു n പ്ലസ് ഹാഫ് ഇൻറ്റു എന്നു വരും ലാംഡ മേളിൽ പോയി ലാംഡ ബൈ എന്ത് വരും 2 എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പൊസിഷൻ ഓഫ് മിനിമം ആംപ്ലിറ്റ്യൂഡും കിട്ടി, പൊസിഷൻ ഓഫ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇത്രയാണ് സ്റ്റാൻഡിങ് വേവ്സ്. വളരെ നല്ല രീതിയിൽ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്ന ഒരു സ്ട്രിങ്ങിന്റെ വൈബ്രേഷൻ ഇക്വേഷൻസ് ആണ്. ഞാൻ ഇക്വേഷൻ മാത്രമേ എഴുതത്തുള്ളൂ. സ്ട്രിങ്ങിന്റെ വൈബ്രേഷനിൽ നോക്കുന്ന എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു മാക്സിമം എൽ വരെ പോകുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് എഴുതാം. നമുക്കറിയാം ലാംഡ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്നറിയാം സി ബൈ ന്യൂ എന്നറിയാം. അതായത് നമുക്ക് ആദ്യം എന്താണ് എക്സ് ഈക്വൽ ടു 0, അതായത് എക്സ് ഈക്വൽ ടു എല്ലിലൊരു എന്തൊക്കെ എന്ന് വിചാരിക്കുക നോഡ്. നമുക്കറിയാം നോഡിന്റെ കണ്ടീഷൻ അറിയാലോ. എന്താ നോഡിന്റെ കണ്ടീഷൻ? എക്സ് ഇസ് ഈക്വൽ ടു എൻ ലാംഡ ബൈ 2 അല്ലേ നോഡിന്റെ കണ്ടീഷൻ. ഓക്കെ അല്ലേ? അവിടുന്ന് എക്സിന് പകരം നമുക്ക് എൽ എന്ന് എഴുതാം. ദാറ്റ് ഈസ് എൽ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എൻ ലാംഡ ബൈ 2. കാരണം എക്സിന് പകരം ഈ ഡിസ്റ്റൻസ് എത്രയാണ്? എൽ അല്ലേ? അപ്പൊ നമുക്ക് എൽ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? എൻ ലാംഡ ബൈ 2 എന്ന് എഴുതാം. ഓക്കെ, ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എൻ ലാംഡ ഇസ് ഈക്വൽ ടു എന്ത് വരും? 2l എന്ന് വരും. ഓക്കെ, അവിടുന്ന് ലാംഡ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 2l ബൈ n എന്ന് എഴുതാം. ഓക്കെ, ആണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ വൈബ്രേഷൻ ഫ്രീക്വൻസീസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഞാൻ രണ്ടും തന്നെ കണ്ടുപിടിക്കും, ഇക്വേഷൻസ് മാത്രമേ എഴുതത്തുള്ളൂ. കേട്ടോ മക്കളെ? അപ്പോൾ പ്രൂഫ് നല്ല രീതിയിൽ നിങ്ങൾ നോക്കണം. ഓക്കെ, അവിടുന്ന് ഇനി നമുക്കറിയാം ന്യൂ ഇസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്? വി ബൈ ലാംഡയാണ് അല്ലേ? ഇവിടുന്ന് ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? 2l ബൈ n എന്ന് കൊടുക്കാം. ഓക്കെ, ഈ n അങ്ങ് മേളിൽ പോകുമ്പോൾ ദാറ്റ് ഈസ് ന്യൂ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് കിട്ടും മക്കളെ? nv ബൈ 2l എന്ന് കിട്ടും. ഉണ്ടോ? അപ്പോൾ ഫ്രീക്വൻസി എത്ര കിട്ടി? nv ബൈ 2l എന്ന് കിട്ടിയില്ലേ? ഇനി നോക്കാം, ഇത് അവിടെ ഫസ്റ്റ് n ഇസ് ഈക്വൽ ടു ഞാൻ 1 കൊടുത്താൽ ന്യൂ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും മക്കളെ? v ബൈ 2l എന്ന് കിട്ടത്തില്ലേ? ഓട്ടെ, ആ ഫസ്റ്റ് ഫ്രീക്വൻസി നമുക്ക് എന്ത് പറയും? ഫണ്ടമെന്റൽ ഹാർമോണിക്സ് അല്ലെ ഫസ്റ്റ് ഹാർമോണിക്സ് എന്ന് പറയും. മനസ്സിലായോ? ഫസ്റ്റ് ഹാർമോണിക്സ്. ഓക്കെ, അതുപോലെ ഞാൻ n ഇസ് ഈക്വൽ ടു 2 കൊടുത്തു. അപ്പോൾ ന്യൂ 2 ഇസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ? 2v ബൈ 2l എന്ന് വരത്തില്ല. n ഇസ് ഈക്വൽ ടു 2l ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? v ബൈ l. എന്താണ് സെക്കൻഡ് മോഡ് ഓഫ് ഫ്രീക്വൻസി വന്നാണ്ടോ? സെക്കൻഡ് മോഡ് വന്നാണ്ടോ? ഫസ്റ്റ് ഹാർമോണിക്സ്, സെക്കൻഡ് ഹാർമോണിക്സ്, അങ്ങനെയാണ് ഓരോ ഹാർമോണിക്സുകൾ വരുന്നത്. ക്ലിയർ ആണോ? ഇതാണ് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന്റെ വൈബ്രേഷൻ ഇക്വേഷൻസ് മാത്രം നോട്ട് ചെയ്യുക. ഇത് കണ്ടീഷനാണ്, ഒരു നോഡ് ഒക്കെ ചെയ്യുന്ന കണ്ടീഷനാണ്. ഓക്കെ അല്ലേ? ഇത് ഫണ്ടമെന്റൽ, ഓക്കെ, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക്സ്, ഇത് സെക്കൻഡ് ഹാർമോണിക്സ്, അങ്ങനെ വരുന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത പറയാൻ പോകുന്നത് ഒരു ക്ലോസ്ഡ് ട്യൂബിന്റെ വൈബ്രേഷൻ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു ക്ലോസ്ഡ് ട്യൂബ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ക്ലോസ്ഡ് ട്യൂബ് ഞാൻ എടുത്തു. ഒരു എൻഡിൽ കുറച്ച് ലിക്വിഡ് ഫിക്സ് ചെയ്തു, ലിക്വിഡ് എന്ത് ചെയ്തു? ഒഴിച്ചു വെച്ചു. ഓക്കെ അല്ലേ? പിന്നെ ലെങ്ത്, ആ ഒരു ട്യൂബിന്റെ ലെങ്ത്തിന് ഞാൻ എല്ലെന്ന് കൊടുത്തു. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു സൗണ്ട് അല്ലെങ്കിൽ എന്താ ഒരു വേവ് ട്രാൻസ്മിറ്റ് ചെയ്താൽ, ഒരു വേവ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്ത് ഈ എൻഡിൽ വന്ന് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരത്തില്ലേ എന്ന് പറഞ്ഞാൽ നോക്കുക, ഈ എൻഡിലല്ലേ മാക്സിമം സൗണ്ട് വയ്ക്കുന്നത്. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. നമ്മൾ ഈ കിണറിനകത്തോട്ട് പോയി വലിയ സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ഓപ്പൺ എൻഡിൽ എന്ത് ചെയ്യും? തിരിച്ച് നല്ലപോലെ റിഫ്ലക്ട് ചെയ്ത് വലിയ സൗണ്ടല്ലേ കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ഓപ്പൺ എൻഡിൽ എന്താണ് ഒക്കെ ചെയ്യുന്നത് നോക്കുക. ഇതാണ് എല്ലാണ് നോക്കുക. ഓപ്പൺ എൻഡിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ഒരു ആന്റി നോഡ് അല്ലെ? നമ്മൾ പറഞ്ഞു പൊസിഷൻ ഓഫ് മിനിമം ആംപ്ലിറ്റ്യൂഡ് നമ്മൾ എന്താ പറയാ? നോഡെന്നും. ആ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ സ്ട്രിങ്ങിന്റെ വൈബ്രേഷൻ ചെയ്തത്. ഇനി പൊസിഷൻ ഓഫ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താ കണ്ടീഷൻ? എന്താ? എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു കിട്ടിയ നേരത്തെ? n പ്ലസ് ഹാഫ് ഇൻറ്റു എന്ന് കിട്ടിയായിരുന്നു, ലാംഡ ബൈ 2 എന്ന് കിട്ടിയില്ലായിരുന്നു. ഓക്കെ, അതെ. ഇനി നോക്കുക, ഈ കോളത്തിന്റെ ലെങ്ത് എത്രയാണ്? L അല്ലേ? നിങ്ങൾ ഇതിനൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. റെസൊണൻസ് കോളം എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് നിങ്ങൾ ഫിസിക്സിൽ ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ടല്ലോ. റെസൊണൻസ് കോളം എക്സ്പെരിമെന്റ് ഇതിന്റെ ബേസിസിലാണ്. ഓക്കെ, എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കുകയില്ല? ഇവിടുത്തെ എക്സ് എത്രയാ? ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് അല്ലേ? ഓക്കെ, അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് n പ്ലസ് ഹാഫ് ഇൻറ്റു ലാംഡ ബൈ 2. എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വന്നു? n പ്ലസ് ഹാഫ് ഇൻറ്റു ലാംഡ ബൈ 2. ഓക്കെ, ഇവിടെ നമുക്ക് n പ്ലസ് ഹാഫ് ഇൻറ്റു ലാംഡ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് വരും? 2l എന്ന് എഴുതാം. 2 ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്തൂടെ? അപ്പോൾ നമുക്ക് n പ്ലസ് ഹാഫ് ഇൻറ്റു ലാംഡ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 2l എന്ന് എഴുതാം. ഓക്കെ, അവിടുന്ന് ലാംഡ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 2l ബൈ എന്തെന്ന് എഴുതാം? n പ്ലസ് ഹാഫ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ലാംഡ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 2l ബൈ എന്തെന്ന് എഴുതാം? n പ്ലസ് ഹാഫ് എന്ന് എഴുതി കൂടെ? ക്ലിയർ ആണേ? ഇനി നോക്കുക, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഫ്രീക്വൻസി എന്താ? ഫ്രീക്വൻസി ഇക്വേഷൻ ന്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? വി ബൈ ലാംഡയാണ്. നോക്കുക, ദാറ്റ് ഈസ് വി ബൈ ലാംഡയ്ക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? 2l ബൈ n പ്ലസ് ഹാഫ്. നല്ലപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് n പ്ലസ് ഹാഫ് എന്ന് വന്നു. ഓക്കെ, നമ്മൾ മേളിൽ പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ന്യൂ ഇസ് ഈക്വൽ ടു എന്ത് വന്നു? n പ്ലസ് ഹാഫ് ഇൻറ്റു എന്തെന്ന് വരും? v ബൈ 2l എന്ന് വരും. ഓക്കെ, ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ വന്നേക്കുന്നത്? v ഇസ് ഈക്വൽ ടു n പ്ലസ് ഹാഫ് ഇൻറ്റു v ബൈ 2l. അപ്പോൾ ആദ്യം നമ്മൾ n-ന് 0 കൊടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഹാർമോണിക്സ് കിട്ടുന്നു. n-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ന്യൂ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ദാറ്റ് ഈസ് 0 പ്ലസ് 1 ബൈ 2 ഇൻറ്റു എന്ത് വരും? v ബൈ 2 അല്ലത് വരും അല്ലെ? n-ന് എന്ത് കൊടുത്തു? 0 കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? v ബൈ 4l ഫസ്റ്റ് കിട്ടിയ ഫസ്റ്റ് ഹാർമോണിക്സ്.
ഓക്കെ അല്ലേ? ഇനി നമ്മൾ n ന് 1 കൊടുത്തു. അപ്പോൾ n ന് 1 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ν2 is equal to അതിന് 1 കൊടുത്താൽ ദാറ്റ് ഈസ് 1 + 1/2 ഇൻറ്റു എന്തെന്ന് വരും? v/2 അല്ലെന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു വരും 3v/4 അല്ലെന്ന്. കണ്ടോ? അപ്പോൾ ν1 ν2 കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചത് ഈ ഒരു കാര്യം. നമുക്ക് എടുത്ത് ν1 is to ν2 is to നമുക്ക് എന്തെന്ന് എഴുതാം നോക്കാം. v/2l is to എന്ത് വരും? 3v/4 അല്ലെന്നല്ലേ വരുന്നത്. അപ്പോൾ എന്താ ക്യാൻസൽ ചെയ്യാം? v ക്യാൻസൽ ചെയ്യാം. ഓക്കെ അല്ലേ? 12 ഒരു 2 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് എന്ത് റേഷ്യോയിലാണ് വരുന്നത്? ν1 is to ν2 is to എന്ന് പറയുന്നത് എത്ര റേഷ്യോ ഇവിടെ? 1 is to 3 is to അങ്ങനെ റേഷ്യോയിലല്ലേ വരുന്നത്. അപ്പോൾ ഫ്രീക്വൻസീസ് ആർ എന്ത് റേഷ്യോ എന്താണ്? 1 is to 3 is to 5 അല്ലേ? ഇതാണ് എന്തിൻ്റെ ഒരു ക്ലോസ്ഡ് പൈപ്പിന്റെ വൈബ്രേഷൻ. ഓക്കെ, ഇതിന്റെ ഫിഗർ വരുന്ന അറിയാമല്ലോ നിങ്ങൾക്ക്. ക്ലോസ്ഡ് പൈപ്പിന്റെ ഫിഗർ ഫസ്റ്റ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്താ? ഫസ്റ്റ് എന്താ വരുന്നത്? v/4 അല്ലേ? അപ്പോൾ അതിന്റെ ഫിഗർ എങ്ങനെ വരും നോക്കിയതാ. ഇങ്ങനെ ഒരു ഫിഗർ ഒക്കെ നിങ്ങൾ ടെക്സ്റ്റ് പഠിക്കുന്നതാണ് അല്ലേ? ഇത് ഫസ്റ്റ്. ഓക്കെ, സെക്കൻഡ് വരുമ്പോൾ സെക്കൻഡ് ഫിഗർ വരുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഒരു സൈഡ് ലിക്വിഡ് ഫില്ല് ചെയ്യണം. ടോട്ടലി ലെങ്ത്തിൽ തന്നെ നിൽക്കണം കേട്ടോ. ഓക്കെ, അതായത് ഈ എയർ കോളത്തിന്റെ ലെങ്ത് അല്ലേ ഉള്ളൂ, താഴെ നമ്മൾ എന്ത് ഫില്ല് ചെയ്തേക്കൊണ്ട്? ലിക്വിഡ് ഫില്ല് ചെയ്തേക്കാണ്. ഓക്കെ, അടുത്ത എന്ത് വരും? അടുത്ത കണ്ടീഷൻ എന്താണ്? n = 1 വരുമ്പോഴത്തേക്ക് എന്ത് വരും? 3v/4 വരത്തില്ലേ? അപ്പോൾ നോക്കുക 2 ആന്റി നോട്ട്സ് വരും. നോക്കുക, ഓക്കെ അല്ലേ? നോക്കുക 2 ആന്റി നോട്ട്സ് ഉണ്ടോ? ഇവിടുന്ന് ആന്റി നോട്ട്സ് വരുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫിഗറൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഫിഗറുകളാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുക? എടുത്ത് വെച്ചൊന്ന് വായിച്ച് നോക്കാം. ഓക്കെ അല്ലേ? ഫിഗറൊക്കെ നല്ലപോലെ നോക്കുക, ടോപ്പിക്കൊക്കെ. ഓക്കെ അല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞ് നമ്മൾ പറയുന്ന ഒരു ടോപ്പിക്കാണ് ബീറ്റ് എന്ന് പറയും അല്ലേ? ബീറ്റ് എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മൾ DJ ഒക്കെ പോകാറുണ്ടോ അല്ലെ? DJ ഒക്കെ കേൾക്കാറുണ്ടല്ലോ. അവിടെ എന്താ ചെയ്യാറ്? സൗണ്ട് എന്ത് ചെയ്യും? ഒരു മിക്സ് ചെയ്യും അല്ലെ? DJസിലൊക്കെ നമ്മൾ ചെയ്യുന്ന എന്താ? സൗണ്ട് മിക്സ് ചെയ്യാറുണ്ട് അല്ലെ? പലതരം സൗണ്ടുകൾ മിക്സ് ചെയ്താണ്. ആ ഒരു മിക്സഡ് ഇഫക്റ്റ് ആണ് നമ്മുടെ എവിടെ എത്തുന്നത്? ചെവിയിൽ. പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഡെഫിനിഷൻ പറയുന്നത് ഏകദേശം നിയർലി സെയിം ഫ്രീക്വൻസിയും ആംപ്ലിറ്റ്യൂഡുള്ള എന്ത് ചെയ്യും? സൗണ്ട് സിഗ്നൽസ് എന്ത് ചെയ്യും? മിക്സ് ചെയ്തപ്പോൾ അതിനൊരു മിക്സഡ് ഇഫക്റ്റ് എവിടെ എത്തും? നമ്മുടെ ചെവിയിലെത്തും. നമ്മുടെ എവിടെ? ചെവിയിലെത്തും. പറഞ്ഞാൽ മനസ്സിലായോ? അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബീറ്റ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ബീറ്റിനകത്ത് വരുന്ന 2 ക്വസ്റ്റ്യൻസ് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം, ഇക്വേഷൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ ബീറ്റിന്റെ ഇക്വേഷൻസ് ഒക്കെ നല്ലപോലെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ മക്കളെ, ഒരു ടോപ്പിക് കൂടെ പറഞ്ഞ് നമ്മളിത് സ്റ്റോപ്പ് ചെയ്യാണ്, വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, ഡോപ്ലർ എഫക്ട് ടോപ്പിക്ക് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഡോപ്ലർ എഫക്ട് നിങ്ങൾ കേട്ടിട്ടുള്ള സാധനമാണ്. ഡോപ്ലർ എഫക്ട് എന്തൊക്കെയാണ് മക്കളെ? ഡോപ്ലർ എഫക്ട് എന്ന് പറഞ്ഞാൽ അവിടെ ആരൊക്കെ ഉണ്ടാവും? ഒരു സോഴ്സും ഉണ്ടാവും, ഒരു ലിസണറും ഉണ്ടാവും. ഒരു സോഴ്സും ഉണ്ടാവും, ഒരു ലിസണറും ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി നോക്കുക, ഒന്നുകിൽ അതായത് ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ എന്താ ഇവിടെ നിന്ന് സംസാരിക്കുവാണ്. അപ്പം നിങ്ങളിപ്പോൾ ഒരു 5 മീറ്റർ എൻ്റെ അകലത്തിൽ നിൽക്കുവാണെന്ന് വിചാരിക്കാം. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റും അല്ലേ? ആണല്ലോ. ഇനി ഞാൻ നടന്ന് അടുത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ഫ്രീക്വൻസി ചേഞ്ച് ഇല്ലേ? ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഒരു ഫ്രീക്വൻസി ചേഞ്ച് ഇല്ലേ? നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഫ്രീക്വൻസി കിട്ടും അല്ലേ? അത് ഞാൻ നടന്ന് അകന്നു പോകുമ്പോഴോ അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രീക്വൻസി ചേഞ്ച് അനുഭവപ്പെടത്തില്ലേ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് നടന്നു വരുവാണെങ്കിൽ, ഇപ്പം ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, അപ്പം നിങ്ങളിപ്പം ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ നിൽക്കുവാണ് നമ്മൾ തമ്മിലെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇവിടെ ഒരു ഫ്രീക്വൻസി ചേഞ്ച് ഉണ്ടാവത്തില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്ത് ബാക്കിലോട്ട് പോയാലും ഒരു ഫ്രീക്വൻസി ചേഞ്ച് ഉണ്ടാവത്തില്ലേ? എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സോഴ്സ് മൂവ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിലോ ലിസണർ മൂവ് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ സോഴ്സ് നിന്നിട്ട് ലിസണർ മാത്രം ഇങ്ങോട്ട് വരികയോ. മനസ്സിലായോ? ഏതൊക്കെയാ? ഒന്നുകിൽ സോഴ്സും ലിസണറും മൂവ് ചെയ്യുകയോ, അല്ലെങ്കിലോ സോഴ്സ് മൂവ് ചെയ്തിട്ട് ലിസണർ റെസ്റ്റിലാവുകയോ, അല്ലെങ്കിലോ ലിസണർ മൂവ് ചെയ്തിട്ട് സോഴ്സ് റെസ്റ്റിലാവുകയോ, ഏതെങ്കിലും ഒരു കേസിൽ അവിടെ ഉണ്ടാകുന്ന അപ്പാരന്റ് ഫ്രീക്വൻസി ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡോപ്ലർ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? അപ്പാരന്റ് ഫ്രീക്വൻസി ചേഞ്ച് എപ്പോഴാണ്? ഒന്നുകിൽ സോഴ്സ് മൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിലോ ലിസണർ മൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിലോ സോഴ്സിന്റെയും ലിസണറുടെയും അപ്പാരന്റ് മോഷൻ. ഓക്കെ അല്ലേ? ആ മൂവ്മെന്റ് കാരണം അവിടെ ഉണ്ടാവുന്ന അപ്പാരന്റ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡോപ്ലർ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതിനൊരു കേസാണ് ഇവിടെ പഠിക്കാനുള്ളത്. അങ്ങോട്ട് നോക്കിയേ, 2 കേസസ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അത്യാവശ്യം വേണ്ട 2 കേസസ് ആണ്. ഒന്ന്, ലിസണർ മൂവിങ് ടുവാർഡ്സ് ദ സോഴ്സ്. ലിസണർ സോഴ്സിനടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ. ഓക്കെ, എന്താ ഇക്വേഷൻ വന്നിരിക്കുന്നത്? ന്യൂ ബാർ ഇസ് ഈക്വൽ ടു v പ്ലസ് v0/v ഇൻറ്റു ന്യൂ ആണ്. അതിനകത്ത് നോക്കുക, ന്യൂ ബാർ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങോട്ട് എഴുതി തരാം. ന്യൂ ബാർ എന്ന് പറയുന്നത് അപ്പാരന്റ് ഫ്രീക്വൻസി ചേഞ്ച്. നോട്ട് ചെയ്തിടുക. ന്യൂ ബാർ എന്ന് പറയുന്നത് അപ്പാരന്റ് ഫ്രീക്വൻസി ചേഞ്ച്. ഇനി ന്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ ഫ്രീക്വൻസി. ന്യൂ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനൽ ഫ്രീക്വൻസി. ഇനി വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, ഒറിജിനൽ വെലോസിറ്റി ഓഫ് സൗണ്ട് വേവ്. വെലോസിറ്റി ഓഫ് സൗണ്ട് വേവ്. ഓക്കെ അല്ലേ? ഇനി v0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഒബ്സർവർ. v0 എന്ന് പറഞ്ഞാൽ എന്താ?
V0 എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? വെലോസിറ്റി ഓഫ് ഒബ്സർവർ. അതായത് ഇവിടെ ഒബ്സർവർ ആയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ലിസണർ ഒബ്സർവർ ഒന്നാണ് കേട്ടോ. വെലോസിറ്റി ഓഫ് ഒബ്സർവർ എന്ന് ഉദ്ദേശിക്കുന്ന വെലോസിറ്റി ഓഫ് ഓർ എന്താ ഞാൻ കൊടുക്കുക? ലിസണർ. ഓക്കെ, വെലോസിറ്റി ഓഫ് ഒബ്സർവർ ഓർ ലിസണർ. ഓക്കെ അല്ലേ? അപ്പോൾ കിട്ടുന്നത് ലിസണർ മൂവിംഗ് ടുവേർഡ്സ് ദ സോഴ്സ് ആണ് കണ്ടീഷണൽ ഇക്വേഷൻ വരിക. പ്രൂഫ് ഒന്നും പറയാനില്ല. ഇപ്പോൾ ന്യൂ ബാർ ഇസ് ഈക്വൽ ടു ഇക്വേഷൻ വരും V plus V0 by V into ന്യൂ എന്ന് വരും. ഓക്കെ, അടുത്തത് ലിസണർ മൂവിംഗ് അവേ ഫ്രം ദ സോഴ്സ് ആണെങ്കിൽ ഇക്വേഷൻ ന്യൂ ബാർ ന്യൂ ഡബിൾ ബാർ എന്ന് കൊടുക്കാൻ ഞാൻ ഈക്വൽ ടു V minus VO by എന്ത് വരും? V into എന്തെന്ന് വരും? ന്യൂ എന്ന് വരും. ക്വസ്റ്റ്യൻ കണ്ടോ? ലിസണർ മൂവിംഗ് അവേ അല്ല, സോറി, V minus എന്ത് തന്നെയാണ്? V minus V, ശരിയാണ്, V minus VO by V into എന്തെന്ന് വരും? ന്യൂ എന്ന് വരും. ഓക്കെ അല്ലേ? V minus V0 by V into ന്യൂ എന്ന് വരും. ഓക്കെ അല്ലേ? ഇതാണ് ഡോപ്ലർ എഫക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊന്നും നല്ലപോലെ നോട്ട് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഡോപ്ലർ എഫക്ട് വരെ നമ്മൾ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം നോക്കുക, മെയിൻ ഇക്വേഷൻസ് നോക്കുക. ഓക്കെ മക്കളെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വെലോസിറ്റി ഓഫ് എ ബോഡി മൂവിംഗ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമ്മൾ പഠിച്ചതല്ലേ എന്താ വെലോസിറ്റി ഓഫ് എ ബോഡി മൂവിംഗ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ? V is equal to omega into root of എന്തെന്ന് വരും? A square minus y square. V is equal to എന്ത് വരും? omega into root of എന്ത് വരും? A square minus y square. ഓപ്ഷൻ ഉണ്ടോ നോക്കുക. എന്താണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ എന്ത് വരും? നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി വരും. ഓക്കെ, രണ്ടാമത്തെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് നോക്കുക. A particle starts simple harmonic motion from the mean position. Its amplitude is A and time period is T. What is its displacement when its speed is half of its maximum speed? അല്ലെ, സ്പീഡ് മാക്സിമം സ്പീഡിന് ഹാഫ് ആകുമ്പോൾ അല്ലെ? ശ്രദ്ധിക്കുക, നമുക്കറിയാം വെലോസിറ്റി ഇക്വേഷൻ നമ്മളെ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് ആണല്ലോ. അപ്പോ മാക്സിമം വെലോസിറ്റി കിട്ടണമെങ്കിൽ നമുക്ക് y is equal to എന്താവണം? 0. അപ്പൊ എന്തൊരു ഇക്വേഷൻ വരും? ദാറ്റ് ഈസ് v is equal to ഒമേഗ ഇൻറ്റു എന്തെന്ന് വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് v is equal to എന്ത് വരും? ഒമേഗ എ എന്ന് വരും അല്ലേ? അപ്പൊ നോക്കുക, വെലോസിറ്റി ഇക്വേഷൻ ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. ഓക്കെ, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് കിട്ടാൻ ഇക്വേഷൻ y എന്താവണം? 0. അപ്പൊ മാക്സിമം വെലോസിറ്റി കിട്ടാൻ എന്തെങ്കിലും y 0 ആവണം. ഓക്കെ, മാക്സിമം വെലോസിറ്റി v is equal to എന്തൊരു? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ വരും. ദാറ്റ് ഈസ് v is equal to ഒമേഗ. ഓക്കെ അല്ലേ? ഇനി മക്കളെ നോക്കുക, അവർ പറയുന്ന കണ്ടീഷൻ മാക്സിമം, അതായത് വാട്ട് ഈസ് എ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? y ആണ് കണ്ടുപിടിക്കേണ്ടത്. വെൻ maximum velocity, എന്താണ്? when speed is equal to half of its maximum speed അല്ലെ? സ്പീഡ് എന്ന് പറയുന്നത്, സ്പീഡിന്റെ ഇക്വേഷൻ ഇതല്ലേ? സ്പീഡ് എന്ന് പറയുന്നത് മാക്സിമം സ്പീഡിന്റെ ഹാഫ് ആവും. അതായത് നോക്കുക, മാക്സിമം സ്പീഡ് എത്രയാണ്? നമ്മുടെ മാക്സിമം സ്പീഡ് എത്രയാ? എ ഒമേഗ അല്ലേ? എ ഒമേഗയുടെ പകുതി സ്പീഡ് എന്ന് പറയുന്നത് മാക്സിമം സ്പീഡിന്റെ ഹാഫ് ആവുന്നു. സ്പീഡ് എന്ന് പറയുന്നത് എന്തിന്റെ ഹാഫ് ആവുക? സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? ഇതല്ലേ സ്പീഡിന്റെ ഇക്വേഷൻ? മാക്സിമം സ്പീഡ് ഇതല്ലേ? അപ്പോൾ മാക്സിമം സ്പീഡിന്റെ പകുതിയാവുന്ന അഡീഷണൽ പറയുന്നത്. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് സ്പീഡിന്റെ ഇക്വേഷൻ ഞാൻ എഴുതുകയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാം, v is equal to, ഞാൻ ഇവിടെ വേണമെങ്കിൽ നമുക്ക് v max എന്ന് കൊടുക്കാം കേട്ടോ. മാക്സിമം വെലോസിറ്റി നമുക്ക് എന്ത് കൊടുക്കാം? v max. ഓക്കെ, അപ്പോൾ എന്ത് വരും? നമുക്ക് v max ഈക്വൽ ടു എന്ന് കിട്ടും വെലോസിറ്റി. ഓക്കെ, v maxന് വരെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? a ഒമേഗ എന്ന് കൊടുക്കാം. a ഒമേഗ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഒമേഗ ഇൻറ്റു എന്തെന്ന് വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. സോറി, a ഒമേഗ അല്ലേ? a ഒമേഗ ബൈ 2. ഓക്കെ അല്ലേ? അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് മാക്സിമം വെലോസിറ്റിയുടെ പകുതി. അപ്പൊ എന്ത് വരും? a ഒമേഗ ബൈ 2. അതാണ് കണ്ടീഷൻ. ശ്രദ്ധിച്ചിരിക്കുക, വെലോസിറ്റി എന്ന് പറയുന്നത് മാക്സിമം വെലോസിറ്റിയുടെ പകുതി. ദാറ്റ് ഈസ് എന്ത് വരും? a ഒമേഗ ബൈ 2. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി? ഒമേഗ ഒമേഗ ക്യാൻസൽ ചെയ്ത് പോയി. ഓക്കെ, നമുക്ക് രണ്ട് സൈഡും എന്ത് ചെയ്യാം? ഒന്ന് സ്ക്വയർ ചെയ്യാം. അപ്പൊ എന്ത് വരും ഇവിടെ? ദാറ്റ് ഈസ് a സ്ക്വയർ ബൈ 4 ഇസ് ഈക്വൽ ടു എന്ത് വരും? അവിടെ a സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ വരത്തില്ലേ? നമുക്ക് y അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ y സ്ക്വയറിംഗ് ഇക്വേഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരാം. ഇവിടുന്ന് a സ്ക്വയർ ബൈ 4 അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ എന്ത് വരും? ദാറ്റ് ഈസ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? a സ്ക്വയർ മൈനസ് എന്തെന്ന് വരും? a സ്ക്വയർ ബൈ 4 എന്ന് വരും. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, നമ്മളൊന്ന് ക്രോസ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ക്രോസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എന്ത് വരും? 4a സ്ക്വയർ മൈനസ് a സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും? 4 എന്ന് വരും. ദാറ്റ് ഈസ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? 4a സ്ക്വയർ മൈനസ് a സ്ക്വയർ ബൈ 4 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ദാറ്റ് ഈസ് y സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? 3a ബൈ 4 എന്ന് വരും. ഓക്കെ, ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് y ഈസ് ഈക്വൽ ടു എന്ത് വരും മക്കളെ? റൂട്ട് 3a ബൈ 2 എന്ന് വരും. ഓപ്ഷനിൽ നോക്കുക, y ഈസ് ഈക്വൽ ടു റൂട്ട് 3a ബൈ 2 ഉണ്ടോ?
ഉണ്ടല്ലോ. ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ ബി ആണ്. അവിടെ എക്ക് പകരം ക്യാപിറ്റൽ എ ആണ് കൊടുത്തിരിക്കുന്നത്. കുഴപ്പമില്ല, ആംപ്ലിറ്റ്യൂഡ് ക്യാപിറ്റൽ എ കൊടുക്കാം അല്ലേ. ഇവിടെ സ്മോൾ എ എന്നുള്ളത് നമുക്ക് എന്ത് കൊടുക്കാം? √3 ക്യാപിറ്റൽ എ ബൈ 2. അവിടെ ആംപ്ലിറ്റ്യൂഡ് ക്യാപിറ്റൽ എ എന്ന് എടുത്തുകൊണ്ട് ഇവിടെ നമ്മൾ സ്മോൾ എ എന്ന് എടുത്ത് ചെയ്യുന്നേ ഉള്ളൂ. ഒരു പ്രശ്നവുമില്ല, സെയിം ആൻസർ തന്നെയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ മക്കളെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കുക. A 1 × 10⁻⁻20 kilogram particle is vibrating with a simple harmonic motion with a period of 1 × 10⁻⁵ seconds and maximum speed of 1 × 10⁻³ meter per second. The maximum displacement of the particle ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. മാക്സിമം വെലോസിറ്റി എത്രയും തന്നിട്ടുണ്ട് നോക്കുക. വേണ്ട ക്വാണ്ടിറ്റി ആണ്. മാക്സിമം വെലോസിറ്റി എത്രയും തന്നിട്ടുണ്ട്? 10⁻³ സെക്കൻഡ്സ് ആണ്, മീറ്റർ പെർ സെക്കൻഡ് എന്നുണ്ട്. നോക്കാം മാക്സിമം വെലോസിറ്റി എത്രയല്ലേ തന്നിരിക്കുന്നത്? 10⁻³ ആണ്. ഓക്കെ. ഇനി എന്താ വേറെ തന്നിരിക്കുന്നത്? ടൈം പീരീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 10⁻⁻5. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 10⁻⁻5 സെക്കൻഡ്സ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക, നമുക്കറിയാം വി മാക്സ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? എ ഒമേഗയാണ്. വി മാക്സ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? എ ഒമേഗയാണ്. നോക്കുക, നമുക്കറിയാം ഒമേഗ ഇസ് ഈക്വൽ ടു എന്താണ്? 2π/t ആണ്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് പഠിക്കുന്ന സാധനമാണ്. എന്താ? ഒമേഗ ഇസ് ഈക്വൽ ടു എന്താണ്? 2π/t ആണ് അല്ലേ. അവിടുന്ന് 2π/tക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 10⁻⁻5 കൊടുത്തൂടെ? ഇനി 10⁻⁻5 മോളിൽ പോകുമ്പോൾ എന്താവും മക്കളെ? പറ 2π × എന്തെന്നാവും? 10⁻⁵ എന്നാവും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഒമേഗ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വന്നു? 2π × 10⁻⁵ എന്ന് വരത്തില്ലേ? ഓക്കെ ആണ്. അപ്പൊ നോക്കുക നമ്മൾ ഇവിടെ ദാറ്റ് ഈസ് വി മാക്സ് ഈക്വൽ ടു എ × ഒമേഗയ്ക്ക് പകരം എന്ത് കൊടുക്കാം? 2π × 10⁻⁵ എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് വി മാക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 10⁻³ എന്ന് കൊടുത്തൂടെ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അവിടുന്ന് എ ഇസ് ഈക്വൽ ടു എന്ന് കിട്ടും. ബാക്കി ഇപ്പുറത്തുണ്ടോന്നില്ല. ബട്ട് ദാറ്റ് ഈസ് 10⁻³ എന്ത് വരും? 2 × 3.14. ഓക്കെ, പൈ തന്നെ കൊടുക്കാം ഞാൻ. ഓക്കെ, π × എന്നു വരും 10⁻⁵ എന്ന് വരും. ഓക്കെ അല്ലേ? ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് 0.00159 മീറ്റർ എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് എങ്ങനെ എഴുതാം? 159 എന്ന് എഴുതാം, മില്ലിമീറ്റർ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? നോട്ട് ചെയ്യുക. 159 മില്ലിമീറ്റർ, സോറി 1.59 മില്ലിമീറ്റർ ആണ്. 1.59 മില്ലിമീറ്റർ. ഓപ്ഷൻ നോക്കാം. 1.59 മില്ലിമീറ്റർ ഉണ്ടോ? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ മക്കളെ? നമ്മൾ നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കയറാണ്. ഓക്കെ, ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ കൈനറ്റിക് എനർജി ഈസ് 1/4 ഓഫ് ദ ടോട്ടൽ എനർജി അറ്റ് എ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു ഡാഷ് അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജിയുടെയും ടോട്ടൽ എനർജിയുടെയും ഒക്കെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നെയാണ്. ഒന്ന് പറയട്ടെ, എന്താണ് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ? ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് m⍵² എന്താണ്? a² ആണ്. എന്താണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ? ഇത് നമ്മൾ പഠിപ്പിച്ചതാണ്. എന്താണ്? ഹാഫ് × m⍵² × എന്താണ്? a² - y² ആണ്. ആണല്ലോ. ഇനി കണ്ടീഷൻ എന്താണ് പറയുന്നവര്? ഇൻ എ സിസ്റ്റം കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1/4 ഓഫ് ടോട്ടൽ എനർജിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1/4 ഓഫ് എന്തായിരിക്കും? ടോട്ടൽ എനർജി ആയിരിക്കും കേട്ടോ. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താ മക്കളെ? 1/4 ഓഫ് ടോട്ടൽ എനർജി ആയിരിക്കും. നമുക്ക് കൈനറ്റിക് എനർജിക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? ദാറ്റ് ഈസ് ഹാഫ് × m⍵² എന്ന് കൊടുക്കാം, a² - y² എന്ന് കൊടുക്കാം. കണ്ടോ? ഇനി നമുക്ക് 1/4 ഓഫ് ഓക്കെ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ ടോട്ടൽ എനർജി എത്രയാണ്? ദാറ്റ് ഈസ് ഹാഫ് × m⍵² a² എന്ന് കൊടുക്കാം. കണ്ടോ? കണ്ടോ? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1/4 ഓഫ് ടോട്ടൽ എനർജിയാണ്. ഞാൻ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1/4 താത്തി ഇറക്കി, എന്നിട്ട് ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത്രയും ചെയ്യാലോ മക്കളെ? എന്തൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി? ഹാഫ് m⍵² പോയി. ഓക്കെ, ബാലൻസ് ഇവിടെ എന്തുണ്ട്? a² - y² ഈക്വൽ ടു അവിടെ ബാലൻസ് എന്തുണ്ട്? ഒരു a²/4 ഉണ്ട്. ഓക്കെ അല്ലേ? നമുക്ക് എന്താ? y അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? y² അപ്പുറത്ത് കൊണ്ടുപോകാം. ദാറ്റ് ഈസ് y² ഈക്വൽ ടു ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഒരു a² ഉണ്ട്. കണ്ടല്ലോ? അവിടുന്ന് ഒരു a²/4 ഇപ്പുറത്ത് വരുമ്പോൾ ദാറ്റ് ഈസ് എന്ത് വരും? -a²/4 ആണ്. ഓക്കെ, നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് y² ഈക്വൽ ടു എന്ത് വരും? 3a/4 എന്ന് വരും. നോക്കൂ മക്കളെ, a² - a²/4 എന്ത് ചെയ്യും? ക്രോസ് ചെയ്യുക. അപ്പൊ എന്ത് വരും? 4a² - a²/4 എന്ന് വരത്തില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 3a²/4 എന്ന് വരത്തില്ലേ?
ക്ലിയർ അല്ലേ? അവിടെ നമുക്ക് എന്ത് എഴുതാം മക്കളെ? y is equal to എന്ന് എഴുതാം √3a/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എന്ത് കിട്ടി നമുക്ക്? y is equal to √3a/2. അതുകൊണ്ടാവും ആ ടോട്ടൽ എനർജിയുടെ ഒക്കെ ഇക്വേഷന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായോ നിങ്ങൾക്ക്? എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ആ ഇക്വേഷൻ മനസ്സിലാക്കുക. ഓക്കെ, ടോട്ടൽ എനർജി, ഓക്കെ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ഈ 3 ഇക്വേഷൻസും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കും മക്കളെ. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ആ സെക്ഷനിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. Starting from the origin, a body oscillates simple harmonically with a time period of 2 seconds. Okay, അപ്പോൾ നമുക്ക് ടൈം പീരീഡ് എത്ര കിട്ടി? 2 seconds എന്ന് കൊടുത്തു. ഓക്കെ, then after what time will its kinetic energy be 75% of the total energy? ഓക്കെ ആണേ? ഓക്കെ ആണേ? അപ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാം v is equal to പോട്ടെ, നമുക്കറിയാം y is equal to നമുക്കെന്തറിയാം a sin omega t. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിൽ നോക്കാം. y is equal to a sin omega t. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി is equal to എന്ന് പറയാം മക്കളെ? dy/dt എന്ന് പറയാമല്ലോ, ആണല്ലോ. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടിയായിരുന്നു നമുക്ക്? ദാറ്റ് ഈസ് d/dt ഓഫ് എന്നു വരും a sin omega t എന്ന് വരും, ആണല്ലോ. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മക്കളെ? a കോൺസ്റ്റന്റ് ആണ്. ഇനി sin omega t യുടെ ഡിഫറൻഷ്യൽ എന്താണ്? cos omega t ആണ് ഇൻറ്റു എന്ത് വരും? ഒമേഗ എന്ന് വരും. ഓക്കെ, അവിടെ നമുക്ക് വെലോസിറ്റി is equal to എന്ന് കിട്ടും മക്കളെ? a omega cos omega t എന്ന് കിട്ടും. വെലോസിറ്റി നമുക്ക് എന്ത് കിട്ടി? a omega cos omega t എന്ന് കിട്ടി. ഓക്കെ ആണ്. ഇനി നമുക്കറിയാം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി is equal to എന്താണ്? ½ mv² അല്ലേ? ഇനി നമുക്ക് ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു, ശ്രദ്ധിക്കുക, m ഇൻറ്റു വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ? വിക്ക് പകരം a omega cos omega t കൊടുക്കാം. വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? a omega cos omega t the whole square. ഓക്കെ, നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ മക്കളെ ഹാഫ് ഇൻറ്റു m ഇൻറ്റു ഇവിടെ എന്ത് വരും മക്കളെ? a² ഒമേഗ സ്ക്വയർ ഇൻറ്റു എന്തെന്ന് വരും? cos സ്ക്വയർ ഒമേഗ t എന്ന് വരും കേട്ടോ. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ വേറൊരു ഇക്വേഷൻ നിങ്ങൾ കണ്ടോ? കൈനറ്റിക് എനർജി is equal to നമുക്ക് എന്താ കിട്ടിയത്? ½ a² ഒമേഗ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ഒമേഗ ടി. ഈ ഇക്വേഷൻ നമുക്ക് എന്തിൽ ഉപയോഗിക്കാം? ടോട്ടൽ എനർജിക്ക് ഉപയോഗിക്കാം, സോറി കൈനറ്റിക് എനർജിക്ക് ഉപയോഗിക്കാം. അപ്പോൾ എന്താ ഇക്വേഷൻ കിട്ടിയത്? ½ ma² ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി. ഇനി അവരെന്താ പറയുന്നത്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1/4 ഓഫ് ദ ടോട്ടൽ എനർജി അറ്റ് എ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചിരിക്കുന്നു. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്, സോറി 1/4 അല്ല, ആഫ്റ്റർ വാട്ട് ടൈം കൈനറ്റിക് എനർജി ബി 75% ഓഫ് ടോട്ടൽ എനർജി ആണല്ലോ. അപ്പോൾ ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം എന്താണ്? ½ m ഒമേഗ സ്ക്വയർ a² ആണ് ടോട്ടൽ എനർജി. ക്ലിയർ അല്ലേ? ഇനി നോക്കുക, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മക്കളെ ശ്രദ്ധിക്കുക, ടോട്ടൽ എനർജിയുടെ എത്ര പെർസെൻറ്റേജ് ആണ്? 75%. അപ്പം ഇങ്ങനെ എഴുതാം 75% ഓഫ് ടോട്ടൽ എനർജി എന്ന് എഴുതിക്കൂടെ? നോക്കുക, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താ? 75% ഓഫ് എന്താണ്? ടോട്ടൽ എനർജിയാണ്. ഇനി കൈനറ്റിക് എനർജിക്ക് പകരം നമുക്ക് ഏത് ഇക്വേഷൻ കൊടുക്കാം? ഈ ഇക്വേഷനിലേക്ക് കൊടുക്കാവുന്ന. അപ്പോൾ ഉണ്ടാകുന്ന ടൈമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ടൈം എന്താണ്? ടൈം എന്താ? ഇക്വേഷൻ എന്താ? t ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതെന്താണ്? ടൈം പീരീഡ് ആണ്. അപ്പോൾ ഉണ്ടാകുന്ന ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജിക്ക് പകരം മക്കളെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക, ഏത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക്? ½ ma² ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി. അപ്പോൾ എന്ത് വരും? ½ ഇൻറ്റു m a² ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി is equal to 75% ഓഫ് ടോട്ടൽ എനർജി എന്നല്ലേ പറയാം. അപ്പോൾ 75% ഓഫ് എന്താന്ന് വരും? 75% ഓഫ് എന്താന്ന് വരും? ഇൻറ്റു ടോട്ടൽ എനർജി എത്രയാണ്? ½ m ഒമേഗ സ്ക്വയർ a² എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ട് ടൈമിലും എന്തുണ്ട് മക്കളെ? ½ ഉണ്ട്, m ഒമേഗ സ്ക്വയർ a² ഉണ്ട്. രണ്ട് ടൈമിലും അതങ്ങ് ക്യാൻസൽ ചെയ്ത് കളയും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുന്ന് കോസ് സ്ക്വയർ ഒമേഗ ടി ഈക്വൽ ടു എന്നു കിട്ടി 75% എന്നല്ലേ? ആണല്ലോ. ഇനി നമുക്ക് ഈ 75%നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം മക്കളെ? ഒന്ന് പറഞ്ഞേ. 75/100 എന്ന് റെപ്രസെന്റ് ചെയ്യാം. എന്താ റെപ്രസെന്റ് ചെയ്യാം? കോസ് സ്ക്വയർ ഒമേഗ ടി ഈക്വൽ ടു 75/100 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്? 75% നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 75/100 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് ക്യാൻസൽ ചെയ്ത് പറഞ്ഞേ. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് കോസ് സ്ക്വയർ ഒമേഗ ടി ഈക്വൽ ടു ഇവിടെ 3 കിട്ടും, ഇവിടെ എന്താണ് 4 കിട്ടുക? അല്ല 3 × 25 അല്ലേ 75? 3 × 25 ആണ് 75. അതുപോലെ 4 × 25 ആണ് എന്ത്? 100. ഓക്കെ, അപ്പോൾ കോസ് സ്ക്വയർ ഒമേഗ ടി ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും മക്കളെ? 3/4 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അവിടെ നമുക്ക് കോസ് ഒമേഗ ടി ഈക്വൽ ടു എന്നു കിട്ടും. നമുക്ക് ഈ സ്ക്വയർ അപ്പുറത്ത് റൂട്ട് ആവത്തില്ലേ? ദാറ്റ് ഈസ് √3 എന്ത് കിട്ടും? 2 എന്ന് കിട്ടും.
അപ്പോൾ മക്കളെ ഒന്ന് നോക്കിയേ, കോസ് ഒമേഗ ടി ഇസ് ഈക്വൽ ടു എത്രയാണ്? √3/2 എന്ന് പറഞ്ഞാൽ കോസിന്റെ ഏത് വാല്യൂവിനാണ് √3/2 വരുന്നത്? ഒന്ന് പറഞ്ഞേ മക്കളെ, ഏത് വാല്യൂവിനാ? ദാറ്റ് ഈസ് കോസ് ഒമേഗ ടി ഇസ് ഈക്വൽ ടു കോസിന്റെ ഏത് വാല്യൂവിനാ? π/6 അല്ലെങ്കിൽ 30 ഡിഗ്രിക്കല്ലേ? അപ്പൊ നോക്കുക, കോസ് π/6 എന്ത് വരുന്നത്? √3/2. അപ്പൊ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് കോസ് ഒമേഗ ടി ഇസ് ഈക്വൽ ടു എന്താണ്? √3/2 ആണ്. ഓക്കെ, അപ്പോൾ കോസിന്റെ ഏത് വാല്യൂ ആണ് √3/2 വരുന്നത്? കോസ് π/6 അല്ലെ? കോസ് π/6 അല്ലേ? √3/2 കോസ് 30 ഡിഗ്രി അല്ലേ? അപ്പൊ കോസ് ഒമേഗ ടി ഇസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടി? കോസ് π/6. ഓക്കെ, ഇവിടെ എങ്ങനെ ഫോമിൽ കിടക്കുക മക്കളെ? കോസ് എക്സ് ഈക്വൽ ടു എന്ത് y ഫോമിൽ കിടക്കുക? കോസ് y അല്ലെ? കോസ് എക്സ് ഈക്വൽ ടു ഏത് ഫോമിൽ കിടക്കുക? കോസ് y. അങ്ങനെ കോസ് എക്സ് ഈക്വൽ ടു കോസ് y ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം മക്കളെ? ഒമേഗ ടി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? π/6 എന്ന് എഴുതാം. എഴുതിക്കൂടെ? അതായത് കോസ് എക്സ് ഈക്വൽ ടു കോസ് വൈ ആണെങ്കിൽ നമുക്ക് എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതിക്കൂടെ? നിങ്ങൾ സ്റ്റെപ്പ് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റിപ്പീറ്റ് അടിച്ചൊന്ന് കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒമേഗ ടി ഇസ് ഈക്വൽ ടു π/6 എന്നാണ്. അപ്പോൾ നമുക്ക് ടി അല്ലേ കാണണ്ടേ? അപ്പോൾ ടി ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി മക്കളെ? π/ എന്തെന്ന് കിട്ടി? 6 ഒമേഗ എന്ന് കിട്ടി. ശ്രദ്ധിക്കാം കണ്ടോ, ടി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? π/6 ഒമേഗ. ഇനി നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് നേരത്തെ, കുറച്ചു മുമ്പും പറഞ്ഞതാണ്, ഒമേഗ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി? 2π/t എന്ന് കിട്ടി. What is ഒമേഗ? ഒമേഗ എന്ന് പറയുന്നത് എന്താ മക്കളെ? 2π/t ആണ്. അപ്പൊ നോക്കുക, ദാറ്റ് ഈസ് π ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു എന്തെന്ന് വരും? 2π/t എന്ന് വരും. π ഡിവൈഡഡ് ബൈ എന്ത് വരും? 6 ഇൻറ്റു 2π/t. ഇനി നോക്കുക, ടി ഇസ് ഈക്വൽ ടു എത്രയെന്ന് പറയുന്നത്? 2 സെക്കൻഡ്സ് അല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ പയ്യൻ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ത് വരും? 6 ഇൻറ്റു എന്തെന്ന് വരും? ടി എത്ര? 2 അല്ലേ? ദാറ്റ് ഈസ് 2 ഇൻറ്റു എന്തെന്ന് വരും? 1/2 വരും. 2 ക്യാൻസൽ ചെയ്ത് പോകത്തില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 1/6 സെക്കൻഡ് എന്ന് കിട്ടി കേട്ടോ. ക്ലിയർ ആണോ? ഒരു ലെങ്തി പ്രോബ്ലം ആയിരുന്നു. ഓപ്ഷനിൽ നോക്കുക, ടി 1/6 കിട്ടുന്നുണ്ടോ? ഉണ്ടല്ലോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ 5th ക്വസ്റ്റ്യൻ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി വരും. ഒരു ലെങ്തി പ്രോബ്ലം ആണ്, സിമ്പിൾ ആണ്. ഇക്വേഷൻ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആണല്ലോ? ഓക്കെ മക്കളെ, അപ്പോൾ 5th ക്വസ്റ്റ്യൻ ഓക്കെ ആയി. ഇനി നമ്മൾ 6th ക്വസ്റ്റ്യനിലേക്ക് കയറുകയാണ്. 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ദ മെക്കാനിക്കൽ എനർജി ഓഫ് എ ഹാർമോണിക് ഓസിലേറ്റർ. മക്കളെ, മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മിനെ എന്ന് പറയുന്ന മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ടോട്ടൽ എനർജിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെക്കാനിക്കൽ എനർജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചേർന്ന് വരും? സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് എന്ത് വരും? പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ അല്ലേ? സം ഓഫ് കൈനറ്റിക് എനർജി പ്ലസ് എന്ത് വരും? പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ അല്ലേ? അപ്പോൾ ഏത് ഓപ്ഷൻ വരും മക്കളെ? ഹാഫ് m ഒമേഗ സ്ക്വയർ a സ്ക്വയർ. അവിടെ ആംപ്ലിറ്റ്യൂഡിന് എ ആണ്, ക്യാപിറ്റൽ എ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ലല്ലോ? ഓക്കെ ആണേ. ഇനി നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ മക്കളെ? എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ലോങ് സ്പ്രിംഗ് വെൻ സ്ട്രെച്ച്ഡ് ബൈ 2 സെന്റിമീറ്റർ ഈസ് യു. അതായത് ഒരു സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? 2 സെന്റിമീറ്റർ സ്ട്രെച്ച് ചെയ്തപ്പോൾ യു വന്നു അല്ലേ? അതായത് നമുക്കറിയാം, പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗ്, ദാറ്റ് ഈസ് U1 എന്ന് എടുത്താൽ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഹാഫ് kx² ആണ്. നോട്ട് ചെയ്ത് വെക്കുക. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗ്, നോട്ട് ചെയ്ത് വെക്കുക, എന്താണ്? ഹാഫ് kx² ആണ് ഇക്വേഷൻ. പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗ് ഇക്വേഷൻ നമുക്കുള്ള ഹാഫ് kx² ആണ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു k ഇൻറ്റു എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2² എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു 2 ക്യാൻസൽ ചെയ്ത് പോകത്തില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2k എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണെന്ന് എടുക്കണമെന്ന് പറഞ്ഞു? u. കണ്ടോ? അതായത് ആദ്യം എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ് എക്സ് എന്ന് വരുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ ആണ്. ഫസ്റ്റ് കേസിൽ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ അല്ലേ? അപ്പോൾ എക്സിന് പകരം 2 കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2k എന്ന് കിട്ടി. അപ്പോൾ 2k ഇസ് ഈക്വൽ ടു എന്താണ്? u ആണ്. അപ്പോൾ u ആണ് എന്ന് പറയുന്നത് 2k. ഓക്കെ, അതെങ്ങനെ എടുക്കണമെന്ന് അവർ പറഞ്ഞു? u എന്ന് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ if the spring is stretched by 8 centimeter, the potential energy എത്രയെന്ന് വെച്ചാൽ, അപ്പോൾ സ്പ്രിങ്ങിനെ അടുത്ത എത്ര സെന്റിമീറ്റർ സ്ട്രെച്ച് ചെയ്യാൻ പോകുന്നത്? 8 സെന്റിമീറ്റർ ആണ് സ്ട്രെച്ച് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പുതിയ പൊട്ടൻഷ്യൽ എനർജി U2 എന്ന് എടുത്തു കഴിഞ്ഞാൽ U2 is equal to ഇക്വേഷൻ എന്ത് തന്നെയാണ്? ഹാഫ് kx² ആണ്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു k ഇൻറ്റു എക്സിന് പകരം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? 8 കൊടുത്തുകൂടെ? ദാറ്റ് ഈസ് x². ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 8². ഓക്കെ, 8² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് k ഇൻറ്റു എന്തെന്ന് വരും? 64 എന്ന് വരത്തില്ലേ? 2 വെച്ച് കട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 32. സെറ്റ് അല്ലേ? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 32k എന്ന് എഴുതിക്കൂടെ? ആണല്ലോ. ഇനി നമുക്ക് ഓപ്ഷനിൽ 32k ഉണ്ടോ? ഇല്ല. അപ്പോൾ നമുക്കറിയാം
ഫസ്റ്റ് ഇനിഷ്യലി ഉള്ള പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എന്താണ് എടുത്തേക്കുന്നത്? യു എന്നാണ് എടുത്തേക്കുന്നത്. യു ഇസ് ഈക്വൽ ടു എന്താണ്? 2k ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 16 × 2k എന്ന് എഴുതിക്കൂടെ? അതായത് 32k നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എന്ത് എഴുതാം? 16 × 2k എന്ന് എഴുതാം അല്ലേ? സോ വാട്ട് ഈസ് 2k? 2k എന്താണ്? യു അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 16 യു എന്ന് വരും. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മളിവിടെ നല്ലൊരു ഫോർമുല പഠിക്കുന്നുണ്ട്. എന്താണ്? എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗ്. എന്താണ് എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗിന്റെ ഇക്വേഷൻ? ഹാഫ് kx സ്ക്വയർ ആണ്. എനർജി സ്റ്റോർഡ് ഇൻ എ സ്പ്രിംഗിന്റെ ഇക്വേഷൻ മക്കളെ ഹാഫ് kx സ്ക്വയർ ആണ് ഇക്വേഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് A simple pendulum has a time period t1 when on the earth surface. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് t1 ആണ് എർത്ത് സർഫസിലായിരിക്കുമ്പോൾ. ഇനി and t2 when taken to the height r above the earth surface when r is the radius of earth. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് t2/t1 ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം, ഞാൻ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞായിരുന്നു, ഗ്രാവിറ്റേഷൻ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇത് എർത്താണ്, ഇത് സെന്റർ നിന്ന് ഇവിടെ വരെ r ഡിസ്റ്റൻസ് ആണ്. ഓക്കെ അല്ലേ? ഇനി ഇവർ പറയുന്നത് എന്താണ്? ആ സർഫസിൽ നിന്നും ആർ ഹൈറ്റ് അകലെ എന്നാണ് പറയുന്നത് ആണല്ലോ. അപ്പോൾ നോക്കുക, ഇത് എർത്തിന്റെ റേഡിയസ് ആണ്. അപ്പോൾ ഈ പോയിന്റ് നമ്മൾ എന്താ വിളിക്കുന്നത്? സർഫസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ്? g ആണ്. സർഫസിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ആണ്. ഇനി ഹൈറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി gh അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. gh-ന്റെ ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടാണ്. എന്താണ്? gh is equal to gr² by എന്നത് വരും r+h the whole square എന്ന് വരും. gh is equal to എന്താ ഫോർമുല? gr² by r+h the whole square. പഠിച്ചതാണല്ലേ? ഒരു h ഹൈറ്റിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താ മക്കളെ? എന്ന് പറഞ്ഞ് gh is equal to gr² by എന്ത് വരും? r+h the whole square എന്ന് വരും. gh is equal to gr² by r+h the whole square അല്ലേ? ഫസ്റ്റ് കേസിൽ ടൈം പീരീഡ് എത്ര പറയുന്നത്? t1 is equal എന്താ ടൈം പീരീഡ് ഇക്വേഷൻ? 2π × √L/g. ഓക്കെ അല്ലേ? അത് ഫസ്റ്റ് കേസ് അല്ലേ? അപ്പോൾ എർത്ത് സർഫസിലെ അവർ പറയുന്ന സിമ്പിൾ പെൻഡുലം ഓൺ ദ എർത്ത് സർഫസ് എത്രയാണ്? 2e1 is equal to 2π × √L/g. ഓക്കെ, രണ്ടാമത് എന്താണ്? അത് എത്ര ഹൈറ്റിലോട്ട് മാറ്റണം ആ സാധനം? എത്ര ഹൈറ്റിലോട്ട് മാറ്റുക? എർത്ത് സർഫസിൽ നിന്നും ഒരു r ഡിസ്റ്റൻസ് മാറ്റണം അല്ലേ? അപ്പോൾ അവിടുന്ന് gh. അപ്പോൾ r+h അല്ലേ ഡിസ്റ്റൻസ് നോക്കുന്ന മക്കളെ? അപ്പോൾ r+h എന്ന് പറയുന്നത് എന്തായിട്ട് മാറും മക്കളെ? r+h എത്രയാണ്? r അല്ലേ? അപ്പോൾ r+r is equal to എന്ത് വരും? 2r അല്ലേ? അതായത് സർഫസിൽ നിന്നും ഒരു r ഹൈറ്റിലോട്ട് മാറ്റുമല്ലേ? അപ്പോൾ r+h എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? r+r. h is equal to ഇവിടെ എന്താവും? r ആവത്തില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഫോർമുല എന്താ വരും നോക്കാം. ദാറ്റ് ഈസ് 2π × L/, എന്നു വരും g മാറി gh എന്ന് വരും. ഓക്കെ അല്ലേ? ഇത് നമുക്ക് എന്ത് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ? നമുക്ക് എന്ത് ചെയ്താൽ മതി? t2/t1 അല്ലേ കാണണ്ടേ? അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 2 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 2 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് t2/t1 is equal to t2 എന്ത് വരും? ദാറ്റ് ഈസ് 2π × L/gh is equal to താഴെ എന്ത് വരും? 2π × എന്ത് വരും? L/g എന്ന് വരും. ഓക്കെ അല്ലേ? 2π ക്യാൻസൽ ആയി, L ക്യാൻസൽ ആവത്തില്ലേ? g അങ്ങ് മേളിൽ പോകത്തില്ലേ? അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് t2/t1 is equal to എന്തെന്ന് വരും? g/ എന്തെന്ന് വരും? gh എന്ന് വരും. ഓക്കെ അല്ലേ? t2/t1 is equal to g/gh. gh-ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ദാറ്റ് ഈസ് gh-ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? gr² by എന്ത് വരും? r+h the whole square അല്ലേ? ആണല്ലോ. എന്താ ക്യാൻസൽ പോയി? g പോയോ? അപ്പോൾ r+h the whole square മുകളിൽ പോകത്തില്ലേ? പോകുമല്ലോ മക്കളെ. നമ്മളിവിടെ gh-നാണ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്. എന്താണ് gh-ന് കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? gr² ഡിവൈഡഡ് ബൈ എന്താണ്? r+h the whole square ആണ്. അപ്പോൾ ഈ r+h the whole square അങ്ങ് മേളിൽ പോകത്തില്ലേ? then t2/t1 is equal to എന്ത് വരും മക്കളെ? ഒന്ന് പറഞ്ഞേ. r+h the whole square by എന്ത് വരും? r² എന്ന് വരും. ഓക്കെ അല്ലേ? ഇവിടെ പറയാനുണ്ട് h is equal to എന്താന്ന് പറയുന്നുണ്ട്? r എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റ് ആണ് h. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ h is equal to എന്താണ്? r അല്ലേ? ഈ കേസിൽ സർഫസിൽ നിന്നും r ഹൈറ്റിലോട്ടല്ലേ പോകുന്നത്. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് r+r the whole square ഡിവൈഡഡ് ബൈ എന്ത് വരും? r² എന്ന് വരും. ഓക്കെ അല്ലേ? വാട്ട് ഈസ് r+r? r+r എന്താണ് മക്കളെ? 2r ആണ്. ദാറ്റ് ഈസ് 2r the whole square ഡിവൈഡഡ് ബൈ എന്ത് വരും? r². എന്താണ് 2r the whole square? ദാറ്റ് ഈസ് 4r² ബൈ എന്ത് വരും? r² എന്ന് വരും. r² ക്യാൻസൽ ചെയ്തില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ t2/t1 റേഷ്യോ എന്ത് വരും? നമുക്ക് 4 എന്ന് വരും. അപ്പോൾ നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക. t2/t1 4 വരുന്നുണ്ടോ? 4 വരുന്നുണ്ട്. ഓപ്ഷൻ സി ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഏത് ബ്ലോക്ക് ചെയ്യാം? ഓപ്ഷൻ സി ബ്ലോക്ക് ചെയ്യാം. നല്ലൊരു ക്വസ്റ്റ്യൻ. ഓക്കെ മക്കളെ, 9ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഏത് ക്വസ്റ്റ്യൻ ആണ്? 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരിക്കുക. Two sound waves with wavelength 5 meter and 5.5 meter respectively
Okay, each propagate in a gas with a velocity 330 meter per second. അല്ലേ, ഇപ്പൊ രണ്ട് വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ലാംഡ 1 എന്ന് കൊടുക്കാം, ദാറ്റ് ഈസ് 5 മീറ്റർ. അടുത്ത ലാംഡ 2 എന്ന് കൊടുത്താൽ ദാറ്റ് ഈസ് എത്രയാണ് 5.5 മീറ്റർ. അപ്പൊ രണ്ടും പോകുന്ന വെലോസിറ്റി എന്ത് തന്നെയാണ്? 330 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ അല്ലേ, അപ്പൊ ലാംഡ 1 എന്ന് പറയുന്ന 5 മീറ്റർ, രണ്ട് വേവ് ലെങ്ത് ആണ്, ഒന്ന് 5 മീറ്റർ, ഒന്ന് 5.5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ അത് അവിടുത്തെ നമ്പർ ഓഫ് ബീറ്റ്സ് പെർ സെക്കൻഡ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, നമ്പർ ഓഫ് ബീറ്റ് പെർ സെക്കൻഡ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഫ്രീക്വൻസി എന്ന് പറയുന്നത് വി ബൈ ലാംഡയാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? വി ബൈ ലാംഡ. അപ്പൊ ഫസ്റ്റ് ഫ്രീക്വൻസി ദാറ്റ് ഈസ് ന്യൂ1 ഇസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് എഴുതാം? വി ബൈ ലാംഡ 1 എന്ന് എഴുതാം. നമുക്ക് അതിലിടുന്ന വിക്ക് പകരം നമുക്ക് എത്ര കൊടുക്കാം? 330 ബൈ ലാംഡ 1 എത്രയാ? 5 അല്ലേ. അപ്പോൾ 330 by 6 എത്ര വരും? 66 വരത്തില്ലേ? എത്ര വരും? 66 ഹെർട്സ് വരത്തില്ലേ അടുത്ത ഫ്രീക്വൻസി. അപ്പോൾ ലാംഡ 1 5 മീറ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രീക്വൻസി ന്യൂ1 ഇസ് ഈക്വൽ ടു എന്ത് വരും? വി ബൈ ലാംഡ 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 330 by 5 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 66 ഹെർട്സ്. അപ്പോൾ രണ്ടാമത്തെ കേസ് നോക്കും മക്കളെ, ദാറ്റ് ഈസ് ഫ്രീക്വൻസി ന്യൂ2 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? വി ബൈ ലാംഡ 2 എന്ന് എഴുതാം അല്ലേ. ഫ്രീക്വൻസി ന്യൂ2 ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? വി ബൈ ലാംഡ 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വിക്ക് പകരം നമുക്ക് എത്ര കൊടുക്കാം മക്കളെ? 330 കൊടുക്കാം ബൈ ലാംഡ 2 എത്രയാണ്? 5.5 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? ഡിവൈഡ് ചെയ്യുമ്പോൾ 60 ഹെർട്സ് എന്ന് വരും. കണ്ടോ? അപ്പോൾ നമുക്ക് രണ്ട് ഫ്രീക്വൻസീസ് കിട്ടി. എത്രയാണ്? 66 ഹെർട്സും കിട്ടി, 60 ഹെർട്സും, അടുത്തടുത്ത് രണ്ട് ഫ്രീക്വൻസീസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കുക, നോട്ട് ചെയ്ത് പഠിക്കുക. നമ്പർ ഓഫ് ബീറ്റ്സ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ബീറ്റ്സ് പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഫോർമുല ദാറ്റ് ഈസ് 66 മൈനസ് 60 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 6 ബീറ്റ് പെർ സെക്കൻഡ് ആണ്. ക്വസ്റ്റ്യൻ കണ്ടോ? അപ്പൊ നല്ല വൃത്തിയായിട്ട് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കുക. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ബീറ്റ്സ് പെർ സെക്കൻഡ് എത്രയാണ്? 66 മൈനസ് 60 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 ബീറ്റ് പെർ സെക്കൻഡ് ആണ്. ക്വസ്റ്റ്യൻ നോക്കി വെച്ചല്ലോ. അപ്പൊ നമുക്ക് 6 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ നമുക്ക്? ഓക്കെ, ഓപ്ഷൻ സി ഉണ്ട്. അപ്പൊ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അപ്പൊ രണ്ട് ഫോർമുലാസ് ആണ്. ഈ ഫോർമുല നല്ല വൃത്തിയായിട്ട് നോക്കിയാൽ ന്യൂ ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡ. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ബീറ്റ്സ് പെർ സെക്കൻഡ് കണ്ടുപിടിച്ച് മനസ്സിലായോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതിലൂടെ നമ്മൾ ഏതിലേക്ക് കയറുകയാണ്? നമ്മുടെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കയറുകയാണ്. ഓക്കെ അല്ലേ? 10ാമത്തെ ചോദ്യം വളരെ മനോഹരമായ ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഒന്ന് നോക്കൂ. ദ ഇക്വേഷൻ ഓഫ് എ വേവ് ട്രാവലിംഗ് ഇൻ എ സ്ട്രിംഗ് ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് ഇസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം? y ഇസ് ഈക്വൽ ടു 3 cos pi അല്ലെ. y ഇസ് ഈക്വൽ ടു 3 cos pi ഇൻഡു എന്താണ്? 100t മൈനസ് എക്സ് എന്നാണ് അല്ലെ. 100t മൈനസ് എക്സ്, ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ഇറ്റ്സ് വേവ് ലെങ്ത്. അപ്പൊ സെന്റിമീറ്ററിൽ അതിനെ കണ്ടുപിടിക്കണമെന്ന് അവർ പറയുന്നു അല്ലെ. മക്കളെ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ദാറ്റ് ഈസ് y ഇസ് ഈക്വൽ ടു 3 cos, ഞാൻ ഈ പൈ കൊണ്ട് അകത്തോട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. നിങ്ങളുടെ പെർമിഷനോട് കൂടി ഞാൻ പൈ അങ്ങോട്ട് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എന്ത് കിട്ടും മക്കളെ? ഒന്ന് പറഞ്ഞ മക്കളെ, 100πt മൈനസ് പൈ ഇൻറ്റു എക്സ് എന്നാ മക്കളെ? പൈ എക്സ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി മക്കളെ? 100πt മൈനസ് എന്തെന്ന് കിട്ടി? പൈ എക്സ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ? മക്കളെ ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷനുമായിട്ട് നമുക്ക് സിമിലാരിറ്റി തോന്നുന്നുണ്ട്. ദാറ്റ് ഈസ് y ഇസ് ഈക്വൽ ടു a cos നോക്ക ഒമേഗ ടി മൈനസ് കെ എക്സ്. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് വേവിന്റെ. ഓക്കെ, ഈ ഇക്വേഷനോട് എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ മക്കളെ? നോക്കുക. എ ആംപ്ലിറ്റ്യൂഡിന്റെ പ്ലേസിൽ എത്രയാണ്? 3 കിടക്കുന്നു അല്ലെ. ഇവിടെ നോക്കുക, ഒമേഗയുടെ പ്ലേസിൽ നിങ്ങൾ നോക്കി, ഒമേഗയുടെ പ്ലേസിൽ ഇവിടെ എന്താ കിടക്കുന്ന? 100π കിടക്കുന്നു. അതുപോലെ ഇവിടെ പൈ അല്ലെങ്കിൽ കെയുടെ പ്ലേസിൽ ഇവിടെ എന്ത് കിടക്കുന്നു? പൈ കിടക്കുന്നു ആണല്ലോ. അപ്പോൾ ഒമേഗയുടെ പ്ലേസിൽ 100π കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് അവിടുന്ന് ഫ്രീക്വൻസി ഒക്കെ കണ്ടുപിടിച്ചുകൂടെ മക്കളെ? അപ്പൊ ഫ്രീക്വൻസി ചോദിച്ചാലും ഒക്കെ ഇവിടെ എഴുതിക്കൂടെ? നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ചോദിച്ചാലും എഴുതിക്കൂടെ മക്കളെ? സെറ്റ് അല്ലേ? നിങ്ങൾ കോൺഫിഡന്റ് അല്ലേ മക്കളെ? അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് എന്റെ വിഷയം. ഓക്കെ, അപ്പൊ നോക്കാം മക്കളെ, കെ നമുക്ക് വേണ്ടത് എന്താണ്? ഇവിടെ വേവ് ലെങ്ത് ആണ് വേണ്ടത്. അപ്പോ സാർ പഠിപ്പിച്ചായിരുന്നു, കുറച്ച് മുമ്പ് സാർ പഠിപ്പിച്ചായിരുന്നു. കെ ഇസ് ഈക്വൽ ടു, കെ എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഇസ് കെ ഇസ് ഈക്വൽ ടു, ഞാൻ എന്തെന്ന് പഠിപ്പിച്ചായിരുന്നു? 2π ബൈ ലാംഡ എന്ന് പഠിപ്പിച്ചു അല്ലേ. കെ എന്ന് പറഞ്ഞാൽ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആണ്. കെ ഇസ് ഈക്വൽ ടു മക്കളെ 2π ബൈ ലാംഡ അല്ലെ. അപ്പൊ നോക്കുക, നമുക്ക് ഇവിടുന്ന് കെ ഇസ് ഈക്വൽ ടു ഫ്രം ദ ഇക്വേഷൻ നമുക്ക് കെ ഇസ് ഈക്വൽ ടു പൈ എന്ന് എഴുതി കൊടുത്താൽ ഇവിടെ കെയുടെ പ്ലേസിൽ ഇവിടെ എന്താ മക്കളെ കിടക്കുന്ന? പൈ അല്ലേ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് കെ ഇസ് ഈക്വൽ ടു എന്ത് പറയാം? പൈ പറഞ്ഞുകൂടി. അവിടുന്ന് കെക്ക് പകരം നമുക്ക് എന്ത് പറയാം മക്കളെ? ദാറ്റ് ഈസ് 2π ബൈ ലാംഡ ഇസ് ഈക്വൽ ടു എന്ന് പറയാം, പൈ എന്ന് പറഞ്ഞുകൂടി. സെറ്റ് അല്ലേ? സ്റ്റെപ്പ് ഓക്കെ അല്ലേ? ഓക്കെ സാർ, വിത്ത് യുവർ പെർമിഷൻ ഞാൻ പൈ അങ്ങ് ക്യാൻസൽ ചെയ്യാണ്. ലാംഡ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് മക്കളെ എന്ത് വരുമെന്ന് ഒന്ന് പറഞ്ഞ്. ദാറ്റ് ഈസ് ലാംഡ ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? 2 സെന്റിമീറ്റർ. ലാംഡ ഇസ് ഈക്വൽ ടു എന്ന് വരും 2 സെന്റിമീറ്റർ എന്ന് വരത്തില്ലേ?
ഇക്വേഷനിലേക്ക് നോക്കും മക്കളെ, അല്ലെങ്കിൽ ഓപ്ഷൻസിലേക്ക് നോക്കും. 2 സെന്റിമീറ്റർ ഉണ്ടോ ഓപ്ഷൻ? ഓക്കെ, 10th സി ആണ് ഓപ്ഷൻ. അപ്പൊ എന്ത് വരുന്നുണ്ട്? 2 സെന്റിമീറ്റർ. ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ സി വരും. വളരെ മനോഹരമായ ക്വസ്റ്റ്യൻ. അപ്പൊ സ്റ്റാൻഡേർഡ് ഇക്വേഷനൊക്കെ നല്ലപോലെ എന്ത് ചെയ്യുക? ബോക്സ് ചെയ്ത് പഠിക്കുക മക്കളെ. ഓക്കെ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സെക്ഷനിൽ എന്താണ് ക്വസ്റ്റ്യൻസ് എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റും. മക്കളെ നോക്കൂ, നമ്മൾ 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കയറുവാണ്. ഓക്കെ, നിങ്ങളുടെ പെർമിഷനോട് കൂടി. ഓക്കെ, എ സ്ട്രിംഗ് ഓഫ് ലീനിയർ ഡെൻസിറ്റി 0.2 kg/meter is stretched with a force of 500 Newton. A transverse wave of length 4 meter is set up along it. Okay, അങ്ങനെയാണെങ്കിൽ അവരെന്താണ് ചോദിച്ചിരിക്കുന്നത് മക്കളെ? എന്താണ് ചോദിച്ചിരിക്കുന്നത്? സ്പീഡ് ഓഫ് വേവ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ മക്കളെ നിങ്ങളോട് പഠിക്കണമെന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ആണ്. സ്പീഡ് ഓഫ് വേവിന്റെ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ദാറ്റ് ഈസ് v = എന്താ മക്കളെ? √T/b അല്ലേ? ടി എന്താണ്? ടെൻഷൻ ഫോഴ്സ് അല്ലേ? ഇവിടെ തന്നിട്ടുണ്ട് ടെൻഷൻ ഫോഴ്സ് എത്രയെന്ന് തന്നിട്ടുണ്ട് മക്കളെ? 500 ന്യൂട്ടൺ എന്ന് തന്നിട്ടില്ലേ? അതെ, മ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മാസ് ഡെൻസിറ്റി ആണ്, ലീനിയർ മാസ് ഡെൻസിറ്റി. അവിടെ എത്രയും തന്നിട്ടുണ്ട്? അവർ 0.2 എന്ന് തന്നിട്ടില്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പൊ എന്ത് വരും? ദാറ്റ് ഈസ് v = √500. ടിക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു? 500 എന്ന് കൊടുത്തു. മ്യൂവിന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? ദാറ്റ് ഈസ് 0.2 എന്ന് കൊടുക്കുകയാണ്. വിത്ത് യുവർ പെർമിഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? √. നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം മക്കളെ? 500/2/10 എന്ന് എഴുതിക്കൂടെ? നമുക്ക് 0.2 എന്തെന്ന് എഴുതാം മക്കളെ? 2/10 എന്ന് എഴുതിക്കൂടെ? ഈ 2/10 എന്ന് പറയുന്നത് തന്നെയാണ് 0.2 അല്ലെ? അപ്പൊ നമുക്ക് 500 എന്ന് എഴുതാം, 2/10 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ റൂട്ടിനകത്ത് ഈ 10 അങ്ങ് മേളിൽ പോകുമ്പോൾ എന്താവും? √. എന്ത് വരും? 5000 എന്ത് വരും? 2 എന്ന് വരും അല്ലെ? അതായത് 10 അങ്ങ് മേളിൽ പോകുന്നു, ഇവിടെ ഒരു 500 ഉണ്ട് അല്ലേ? ആ 500 × 10 ആകുമ്പോൾ എന്ത് വരും? 5000 വരും. ഓക്കെ മക്കളെ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മക്കളെ വീഡിയോ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കാണണേ. ഓക്കെ, അപ്പൊ എന്തൊരു /2 ഉണ്ട്. അപ്പൊ 5000/2 എന്ത് വരും മക്കളെ? ഒന്ന് പറഞ്ഞേ. 2500 എന്ന് വരത്തില്ലേ? ആണല്ലോ. എന്താ 2500 √50 അല്ലേ? അപ്പോൾ വെലോസിറ്റി എന്ത് വന്നു മക്കളെ? 50 m/s വന്നാണ്ടോ? ഓക്കെ, വളരെ കൗതുകരമായി നമ്മൾ കണ്ടുപിടിച്ചല്ലേ? 50 m/s സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് 50 m/s ഓപ്ഷൻ ഉണ്ടോ മക്കളെ? ഉണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമാണ്. വെലോസിറ്റിനെ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് മക്കളെ. പറഞ്ഞോ ഒന്ന് പറഞ്ഞേ. √T/μ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 13ാമത്തെ ക്വസ്റ്റ്യൻ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. എ ട്രാൻസ്വേഴ്സ് വേവ് x. ഓക്കെ, എ ട്രാൻസ്വേഴ്സ് വേവ് propagating along x axis. ഞാൻ ഇക്വേഷൻ ഒന്ന് എഴുതുകയാണ്. ദാറ്റ് ഈസ് y of x, t is equal to 8 × sin of 0.5 πx minus 4πt minus എന്തെന്ന് കിട്ടും? π/4 എന്ന് കിട്ടും അല്ലേ? അതാണ് 8 sin 0.5 πx minus 4πt മൈനസ് എന്ത് കിട്ടും? π/4 എന്ന് കിട്ടും. അപ്പൊ അവർ എന്ത് കണ്ടുപിടിക്കാനാ? അത് എന്ത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്? വെലോസിറ്റി കണ്ടുപിടിക്കാനാ, സ്പീഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ ഈ ഇക്വേഷൻ എന്തിനെങ്കിലും സിമിലർ ആണോ മക്കളെ? ഞാൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇതാണ്. ദാറ്റ് ഈസ് y of x is equal to ഒന്ന് നോക്കി. a sin of നോക്കിയേ മക്കളെ, kx minus ωt minus phi. ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇക്വേഷൻ? y of x is equal to a sin of kx minus ωt minus phi. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിയ മക്കളെ, കെയുടെ പ്ലേസിൽ എന്താ കിടക്കുന്നത്? 0.5 π ആണ് കിടക്കുന്നത് അല്ലേ? നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് മക്കളെ? ഒന്ന് നോക്കട്ടെ. നമ്മൾക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് v = എന്താണ്? ന്യൂ ലാംഡയാണ്. ഓക്കെ, v = എന്താണ്? ന്യൂ ലാംഡയാണ്. നമുക്ക് ഇവിടുന്ന് ന്യൂ ലാംഡ കണ്ടുപിടിച്ചൂടെ? ന്യൂവും ലാംഡ അറിയെങ്കിൽ നമുക്ക് വെലോസിറ്റി കണ്ടുപിടിച്ചൂടെ മക്കളെ? ഒന്ന് നോക്കിയേ. ഇവിടെ കെക്ക് പകരം ഇവിടെ എന്താ കിടക്കുന്നത്? 0.5 π അല്ലേ കിടക്കുന്നത്? ഞാൻ അവിടെ കെക്ക് പകരം എന്തെന്ന് എഴുതി? 0.5 π എന്ന് കിട്ടും. ഓക്കെ, രണ്ട് ഇക്വേഷൻസ് ഞാനൊന്ന് കമ്പയർ ചെയ്യുകയാണ്. കെക്ക് പകരം ഞാൻ എന്താ എഴുതുന്നത്? ദാറ്റ് ഈസ് 2π/λ is equal to ഞാൻ എന്തെന്ന് എഴുതി? ദാറ്റ് ഈസ് 0.5 എന്നെന്ന് എഴുതി, പൈ എന്ന് എഴുതി. That is 2π/λ is equal to ഞാൻ എന്തെന്ന് എഴുതി? 0.5 π. ഓക്കെ, then പൈ ക്യാൻസൽ ചെയ്തു. ഓക്കെ, അവിടെ നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് λ is equal to λ നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം, 0.5 താഴെ കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 2/0.5 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 4 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് λ എത്ര കിട്ടി? 4 കിട്ടി അല്ലേ? അപ്പോൾ λ കിട്ടി. നമുക്ക് എന്തുകൂടാ മതി? ഫ്രീക്വൻസിയും കൂടെ പോരെ മക്കളെ? ഒന്ന് നോക്കിയേ മക്കളെ, നമുക്കിവിടെ ഒമേഗയ്ക്ക് പകരം എന്താ കിടക്കുന്നത്? 4π ആണ് കിടക്കുന്നത് കേട്ടോ.
ഒമേഗയുടെ പ്ലേസ് റീപ്ലേസ് ചെയ്ത് അവിടെ എന്താ കിടക്കുന്നത് 4π അല്ലേ കിടക്കുന്നത്. ദാറ്റ് ഈസ് നോക്കുക മക്കളെ, ഒമേഗ ഇസ് ഈക്വൽ ടു എന്ത് വരും 4π എന്ന് വരും. നമുക്ക് ഒമേഗയ്ക്ക് പകരം എന്തെന്ന് കൊടുക്കായിരുന്നു 2π ന്യൂ എന്ന് കൊടുക്കായിരുന്നു. നമ്മൾ പഠിച്ചതല്ലേ 2π ന്യൂ ഇസ് ഈക്വൽ ടു ഓക്കെ ഒമേഗ ഇസ് ഈക്വൽ ടു 2π ന്യൂ നമ്മൾ പഠിച്ചതല്ലേ. ഓക്കെ അവിടെ നിന്ന് പൈ എന്ന് ക്യാൻസൽ ചെയ്യാൻ നമുക്ക്. അപ്പോൾ അവിടെ നിന്ന് കിട്ടും ദാറ്റ് ഈസ് ന്യൂ ഇസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും ദാറ്റ് ഈസ് 4/2 എന്ന് കിട്ടും അല്ലേ. 2 ഇവിടെ കൊണ്ടുവന്നല്ലേ, ഇവിടെ 4 ഉണ്ട്, 2 ഇവിടെ കൊണ്ടു ദാറ്റ് ഈസ് ന്യൂ ഇസ് ഈക്വൽ ടു എത്ര കിട്ടും 2 എന്ന് കിട്ടത്തില്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, വി കിട്ടി, വിയും കിട്ടി, എന്തും കിട്ടി ലാംഡയും കിട്ടിയില്ലേ. അപ്പോൾ നോക്കുക ദാറ്റ് ഈസ് നമ്മുടെ ഇക്വേഷൻ ഇവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ് ന്യൂ ലാംഡയാണ്. ന്യൂ എത്രയായി കിട്ടിയ മക്കളെ, ഒന്ന് പറഞ്ഞേ 2 അല്ലേ. ലാംഡ എത്രയാണ് 4 ആണ്. ദാറ്റ് ഈസ് 2 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വന്നു 8 m/s. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വളരെ സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ ആയിട്ടല്ലേ നമ്മൾ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ അപ്പോൾ ഇക്വേഷൻസ് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് നോക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണേ, സെറ്റ് ആണല്ലോ. ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയാലോ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഏതാ, എത്ര ക്വസ്റ്റ്യൻ നമ്പർ നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോവാം. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, ഈ സ്റ്റേഷനറി വേവ് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പഠിച്ചല്ലേ. എവിടെയാണ് സ്റ്റാൻഡിങ് വേവ്സ് പഠിച്ചല്ലേ. സ്റ്റേഷനറി വേവിന് എക്സാമ്പിൾ എന്താണ് സ്റ്റാൻഡിങ് വേവ് അല്ലേ. അപ്പോൾ സ്റ്റാൻഡിങ് വേവ്സിനകത്ത് ക്വസ്റ്റ്യൻ നോക്കുക. എ സ്റ്റേഷനറി വേവ് പ്രൊഡ്യൂസ്ഡ് ഓൺ എ സ്ട്രിംഗ് ഈസ് റെപ്രസെന്റഡ് ബൈ, ഞാൻ ഇക്വേഷൻ ഒന്ന് എഴുതുകയാണ്. ദാറ്റ് ഈസ് y is equal to 5 sin πx 5 sin πx/3 ഇൻറ്റു എന്ത് വരും cos 40πt എന്ന് വരും അല്ലേ. ഇതാണ് ഇക്വേഷൻ. അവരെന്താ ചോദിച്ചിരിക്കുന്നത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് നോട്ട്സ് എന്ന് കണ്ടുപിടിക്കാൻ ആവശ്യമാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് നോട്ട്സ്. അപ്പോൾ എളുപ്പമാണ്. നോക്കുക നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ y is equal to a sin kx അല്ലെങ്കിൽ a sin kx into cos omega t എന്നല്ല ഇക്വേഷൻ ആണല്ലോ. y is equal to നമ്മുടെ ഇക്വേഷൻ എന്താണ് a sin kx into എന്ത് വരും cos omega t അല്ലേ. ഓക്കെ അല്ലേ മക്കളെ, ഇക്വേഷൻ ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ സ്റ്റേഷനറി വേവിന്റെ ഇക്വേഷൻ എന്താണ് y is equal to നമ്മൾ പഠിച്ചതാണ് 2a sin kx into cos omega t അല്ലേ. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ച സ്റ്റാൻഡിങ് വേവ്സ് അല്ലേ. അതാണ് സ്റ്റേഷനറി വേവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ഇക്വേഷൻ 2a sin kx into cos omega t. അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് നോഡ്, 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നോഡ് നമ്മുടെ ഡിസ്റ്റൻസിനെ. അതിന് നമുക്ക് ഇവിടുന്ന് ഈ കെക്ക് പകരം നമുക്ക് എന്തെടുക്കാം π/3 കൊടുത്തൂടെ. ഇതാ കെയുടെ പ്ലേസിൽ അവിടെ കിടക്കുന്ന എന്താണ് π/3 അല്ലേ. ശ്രദ്ധിക്കുക. അപ്പൊ കെക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം മക്കളെ 2π/λ എന്ന് കൊടുക്കാം. നമ്മൾ പഠിച്ചതാണ് k is equal to എന്താണ് മക്കളെ 2π/λ ആണ്. അപ്പൊ എന്ത് കൊടുക്കാം ദാറ്റ് ഈസ് 2π/λ is equal to നമുക്ക് എന്തെന്ന് എടുക്കാം π/3 എന്ന് കിട്ടും. പൈ ഒന്ന് ക്യാൻസൽ ചെയ്യാമല്ലോ മക്കളെ. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും 3 × 2 എടുക്കുമ്പോൾ എത്ര കിട്ടും 6 സെന്റിമീറ്റർ എന്ന് കിട്ടും ആണല്ലോ. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് ഒരു നോട്ടായിട്ട് എഴുതിയിടുക. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് നോട്ട്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് λ/2 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ദൂരം 6/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ നോട്ട് പോലെ എഴുതി വെക്കേണ്ട ഒരു സാധനമാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് നോട്ട്സിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് വരും മക്കളെ λ/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6/2 എന്ന് വരും 3 സെന്റിമീറ്റർ. ഓക്കെ അല്ലേ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ സ്റ്റേഷനറി വേവ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് വേവ്സിൽ നിന്ന് വരുന്ന ഒരു ഇക്വേഷൻ ആണിത്. ഇമ്പോർട്ടന്റ് അല്ലേ. ക്ലിയർ ആണല്ലോ. ഓക്കെ ആണേ. ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. The stationary waves of 300 Hz are formed in a medium in which velocity തന്നിട്ടുണ്ട്. In which the velocity of sound 1200 m/s. The distance between node and neighboring node. Okay അല്ലേ. അപ്പോൾ നോക്കുക ഫ്രീക്വൻസി വന്ന് 300 Hz ആണ്. വെലോസിറ്റി എത്രയും തന്നിട്ടുണ്ട് നമുക്ക് 1200 Hz തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഒരു നോഡും ആന്റി നോഡും അല്ലേ. ഞാനിപ്പോൾ പറഞ്ഞു നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരുന്നു വേവ് ലെങ്ത്തിന്റെ പകുതി. ദാറ്റ് ഈസ് എന്താണ് λ/2. അങ്ങനെ പഠിച്ചു വെക്കിയപ്പോൾ ഓക്കെ അല്ലേ. നമുക്ക് ഷോർട്ട് ആയിട്ട് അങ്ങനെ പഠിച്ചു നോക്കി വേവ് ലെങ്ത്തിന്റെ പകുതി. തിയറി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ നമുക്കറിയാം ഇവിടുന്ന് ന്യൂ ഇസ് ഈക്വൽ ടു എന്താ മക്കളെ v/λ ആണ്. നമുക്ക് λ ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം v/ν എന്ന് എഴുതാം അല്ലേ. വിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം 1200 എന്ന് കൊടുക്കാം ബൈ ന്യൂവിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം 300 എന്ന് കൊടുക്കാം. ഓക്കെ അല്ലേ. ക്യാൻസൽ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 12/3 എത്ര വരും ദാറ്റ് ഈസ് 4 എന്നു വരും 4 മീറ്റർ എന്ന് വരും. വേവ് ലെങ്ത് എത്ര വന്നു 4 മീറ്റർ എന്ന് വന്നോ. ഓക്കെ എന്നാ സോറി ഫ്രീക്വൻസി ആണ് ഹെഡ്സിൽ, വെലോസിറ്റി എന്താണ് മീറ്റർ പെർ സെക്കൻഡിലാണ് കേട്ടോ.
അപ്പോൾ വേവ് ലെങ്ത് എത്ര വന്നു 4 എന്ന് വന്നില്ലേ ഓക്കെ ആണ് ഇനി നോക്കുക നോട്ട് ചെയ്തിട്ടോ അപ്പോൾ നോഡും തമ്മിലുള്ള എന്താണ് ഡിസ്റ്റൻസ് രണ്ട് കോൺസിക്യൂട്ടീവ് നോഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് λ/2 ആണ് അതുപോലെ ഒരു നോഡും ഒരു ആന്റി നോഡും നോട്ട് ചെയ്ത് വെക്കുക മക്കളെ ഒരു നോഡും ആന്റി നോഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് λ/4 ആണ് ഓക്കെ അപ്പോൾ എന്ത് വരും ദാറ്റ് ഈസ് ലാംഡ എത്ര 4 അല്ലേ ദാറ്റ് ഈസ് 4/4 ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും 1 മീറ്റർ അത് വരും ഓക്കെ അല്ലേ അപ്പോൾ ആ ഒരു നോട്ടായിട്ട് ജസ്റ്റ് എഴുതി വെക്കുക അപ്പോൾ ഒരു നോഡും ആന്റി നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോഡും ആന്റി നോഡും തമ്മിൽ എത്രയാണ് രണ്ട് ഡിഫറൻസ് എത്ര വരുന്നത് λ/4 എന്നും നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര വരും λ/2 എന്ന് വരും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ അപ്പം നിങ്ങൾ വളരെ നല്ല രീതിയിൽ അതൊന്ന് വായിച്ചു വെക്കുക അപ്പോൾ തിയറി നോളജ് ആണ് അപ്പോൾ അവിടെ വേണ്ടത് കേട്ടോ കാര്യങ്ങൾ നല്ലപോലെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓക്കെ ക്ലിയർ ആണല്ലോ ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 17 ആയി ഓക്കെ നമുക്ക് 20ാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 20ാമത്തെ ക്വസ്റ്റ്യൻ ഈസ് ബേസ്ഡ് ഓൺ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണല്ലേ അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാൻ ഞാൻ the apparent frequency of a note 200 Hz ആണ് apparent frequency എന്ന് പറയുന്നത് ഒരു ഹെഡ്സിന്റെ apparent frequency 200 Hz ആണ് when listener is moving with a velocity of 40 meter per second towards a stationary source ഞാൻ പറഞ്ഞത് ഫസ്റ്റ് കേസ് സ്റ്റേഷനറി സോഴ്സിന് അടുത്തേക്ക് വരുന്ന കേസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു ഞാൻ കുറച്ച് മുമ്പ് നോട്ട് ചെയ്ത് തന്നായിരുന്നതാണ് ന്യൂ ബാർ ഇസ് ഈക്വൽ ടു v പ്ലസ് v0/v ഇൻറ്റു എന്ത് വരുമായിരുന്നു ന്യൂ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നല്ലേ എന്താണ് ടുവേർഡ്സ് സോഴ്സ് വരുമ്പോൾ ഇക്വേഷൻ ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടായിരുന്നു നമ്മൾ തിയറി പറഞ്ഞ സമയത്ത് അല്ലേ അപ്പോൾ എന്തായിരുന്നു ഇക്വേഷൻ v പ്ലസ് ദാറ്റ് ഈസ് ന്യൂ ബാർ എത്രയെന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ആ സമയത്ത് ഫ്രീക്വൻസി എത്രയെന്നാണ് പറയുന്നത് 200 Hz എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ദാറ്റ് ഈസ് ന്യൂ ബാർ ഇസ് ഈക്വൽ ടു എന്ന് കൊടുക്കാം നമുക്ക് 200 Hz എന്ന് കൊടുക്കാം ഓക്കെ അവിടെ നമുക്ക് വെലോസിറ്റി ഓഫ് ഒബ്സർവർ ലിസണിന്റെ വെലോസിറ്റി എത്രയാണ് പറയുന്നത് 40 അല്ലേ 40 എന്ന് കൊടുക്കുക 40 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കൊടുത്തൂടെ അപ്പോൾ ഈ രണ്ട് കേസസ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഓക്കെ മക്കളെ ഒന്ന് അപ്ലൈ ചെയ്യാം നമുക്ക് അപ്പോൾ ഇത് അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ദാറ്റ് ഈസ് ന്യൂ ബാർ ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് v പ്ലസ് 40 ഡിവൈഡഡ് ബൈ എന്ത് വരും v ഇൻറ്റു എന്ന് വരും ന്യൂ എന്ന് വരും ഇക്വേഷൻ നമ്പർ 1 ഓക്കെ ന്യൂ ബാറിന് പകരം നമുക്ക് എത്ര കൊടുക്കാം 200 എന്ന് കൊടുത്തൂടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം ക്ലിയർ ആണോ ഇത് ഫസ്റ്റ് കേസ് ഇനി സെക്കൻഡ് കേസിൽ എന്താ മക്കളെ പറയുന്നത് സെക്കൻഡ് കേസിൽ when he moves away from the same source അതേ സോഴ്സിൽ നിന്ന് മൂവ് ചെയ്ത് മാറുന്നു when the apparent frequency of the same note is 160 Hz അപ്പോൾ മൂവ് ചെയ്ത് മാറുന്നത് ഏത് വെലോസിറ്റി തന്നെയാണ് 40 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് ആണല്ലോ അപ്പോൾ apparent frequency എത്രയാണ് പറയുന്നത് 160 Hz അപ്പോൾ കേസ് 2 അപ്പോൾ രണ്ടാമത്തെ കേസ് എന്ത് വരും അടുത്ത് നോക്കുക കേസ് 2 എന്ന് എഴുതുക കേസ് 2 എന്താണ് ഇവിടുത്തെ apparent frequency ഞാൻ ന്യൂ ഡബിൾ ഡാഷ് എന്ന് എടുത്തു അതിനെന്താ 160 Hz ആണ് അല്ലേ ഫ്രീക്വൻസി എന്തായാലും കുറയും മൂവ് ചെയ്ത് മാറുമല്ലേ ചെയ്യുന്നത് എന്താ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ന്യൂ ഡബിൾ ബാർ ഇസ് ഈക്വൽ ടു v മൈനസ് v0/v ഇൻറ്റു എന്ന് വരും ന്യൂ എന്ന് വരും ഓക്കെ അല്ലേ മക്കളെ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ എന്ത് വരും ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഒറിജിനൽ ഫ്രീക്വൻസി ആണ് v എന്ന് പറഞ്ഞാൽ എന്താണ് വെലോസിറ്റി ഓഫ് സൗണ്ട് വേവ് ആണ് ഓക്കെvo എന്ന് പറഞ്ഞാൽ എന്താ ഒബ്സർവറുടെ വെലോസിറ്റി അല്ലെങ്കിൽ ലിസണറുടെ വെലോസിറ്റി എന്ന് പറയും ഓക്കെ ടേംസ് എല്ലാം ക്ലിയർ ആണല്ലോ ഓക്കെ ആണ് ഇനി നമുക്ക് വാല്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ന്യൂ ബാറിന് പകരം ഞാൻ എത്ര കൊടുത്തു 160 is equal to എന്ത് കൊടുക്കും ദാറ്റ് ഈസ് v മൈനസ് 40 ബൈ എന്ത് വരും v ഇൻറ്റു എന്ന് വരും ന്യൂ എന്ന് വരും ഇക്വേഷൻ നമ്പർ നമുക്ക് എന്തെന്ന് എടുക്കാം 2 എന്ന് എടുക്കാം ക്ലിയർ ആണേ ഓക്കെ ആണല്ലോ മക്കളെ ഇനി നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ ഒറിജിനൽ ഫ്രീക്വൻസി വി എൽ എ കണ്ടുപിടിക്കേണ്ടേ എന്താ കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഓഫ് സൗണ്ട് അല്ലേ കണ്ടുപിടിക്കേണ്ടേ എന്താ വെലോസിറ്റി ഓഫ് സൗണ്ട് വി എൽ എ നമുക്ക് നോട്ട് ചെയ്തിട്ടേക്കാം വെലോസിറ്റി ഓഫ് സൗണ്ട് വി ആണ് ഒറിജിനൽ വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കാം ഓക്കെ അല്ലേ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് 2/1 ചെയ്യാം അപ്പോൾ ദെൻ ഇക്വേഷൻ നമ്പർ 2 അല്ലെങ്കിൽ നമുക്ക് 1/2 ചെയ്യാം ഇക്വേഷൻ 1/2 ചെയ്യുമ്പോൾ ഇക്വേഷൻ 1 എന്താണ് മക്കളെ പറ ദാറ്റ് ഈസ് 200 is equal to എന്ത് വരും v plus 40 by v ഇൻറ്റു എന്ത് വരും ന്യൂ എന്ന് വരും ഓക്കെ ഡിവൈഡഡ് ബൈ അടുത്തത് രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് ദാറ്റ് ഈസ് 160 is equal to എന്ത് വരും ദാറ്റ് ഈസ് v minus 40 by v ഇൻറ്റു എന്ത് വരും ന്യൂ എന്ന് വരും ഓക്കെ അല്ലേ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം ന്യൂ ക്യാൻസൽ ചെയ്യാം v ക്യാൻസൽ ചെയ്യാം അപ്പോൾ 200 ബൈ 0 ക്യാൻസൽ ചെയ്തു അല്ലേ ഒന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര വരും 5 വരും ഇവിടെ എത്ര വരും 4 വരും അല്ലേ അപ്പോൾ എന്ത് വരും ദാറ്റ് ഈസ് 5/4 is equal to നമുക്ക് എന്ത് വരും v പ്ലസ് 40 ബൈ എന്ത് വരും മക്കളെ v മൈനസ് 40 എന്ന് വരും ഓക്കെ അല്ലേ ഇത്ര ഓക്കെ ആണോ ദാറ്റ് ഈസ് 5/4 is equal to എന്ത് വരും ദാറ്റ് ഈസ് v പ്ലസ് 40 ബൈ എന്ത് വരും v മൈനസ് 40 എന്ന് വരും മനസ്സിലായോ ഓക്കെ ഇനി നമുക്ക് ഇതൊന്ന് ക്രോസ് ചെയ്യാം ഇവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 5 ഇൻറ്റു എന്നു വരും v മൈനസ് 40 is equal to ഇവിടെ എന്ത് വരും 4 ഇൻറ്റു എന്നു വരും v പ്ലസ് 40 എന്ന് വരും സിമ്പിൾ
ഓക്കെ അല്ലേ? സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്തൂടെ? സിമ്പിൾ സ്റ്റെപ്പാണ്, നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മാത്രോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 5v 5 into v 5v minus 5 into 40 എത്രയാണ് മക്കളെ? 200. ഓക്കെ അല്ലേ? is equal to ഇവിടെ 4 into v that is 4v minus 4 into 50 that is equal to plus എന്ത് വരും? 4 into 4 that is 60 that is equal to 60 എന്ന് വരും. ഓക്കെ, നമുക്ക് വി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആ 4v എങ്കിൽ ഇപ്പുറത്ത് കൊണ്ടുവരാം, 200 അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ എത്ര വരും? ദാറ്റ് ഈസ് 5v minus 4v is equal to 160 ഓൾറെഡി അപ്പുറത്തുണ്ട്. ഓക്കെ അല്ലേ? ഇനി -200 ഇക്വേഷൻ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? +200 എന്നാവും. ഓക്കെ അല്ലേ? അപ്പോൾ അവിടുന്ന് v is equal to അത്ര വരും? ദാറ്റ് ഈസ് 360 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ അല്ലേ? സോ അപ്പോൾ വെലോസിറ്റി ഓഫ് സൗണ്ട് കിട്ടിയാണ്. അപ്പോൾ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ തിയറിയും നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. തിയറി ഞാൻ പറഞ്ഞ പോർഷൻസ് എല്ലാം വളരെ വളരെ ചുരുക്കിയാണ് പറഞ്ഞത്. നിങ്ങൾ ആ ടെക്സ്റ്റ് 2 ചാപ്റ്റർ നല്ല വൃത്തിയായിട്ട് വായിച്ചു, ഇക്വേഷൻസ് എല്ലാം നോട്ട് ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.